ഹലോ മക്കളെ, ഗുഡ് ഈവനിങ്. പി ആർ ആണ്. സോ അന്ന് നമ്മുടെ കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം നമ്മുടെ ലൈവ് ഒന്ന് സ്റ്റോപ്പായി പോയി. അപ്പോൾ അന്ന് നമ്മൾ ആ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ ചില പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് പെട്ടെന്ന് വെച്ച് നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സഡനായിട്ട് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു അല്ലേ. സഡൻ സ്റ്റോപ്പേജ് ഓഫ് ഹാർട്ട് ബീറ്റ്, കാർഡിയാക് അറസ്റ്റ് നമ്മൾ പഠിക്കും. ഓക്കെ, സോ സഡനായിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. ഓക്കെ, സോ നമ്മൾ അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് ഇന്നത്തെ ക്ലാസ്സിൽ. ഇന്ന് നമ്മൾ ആ ചാപ്റ്റർ കംപ്ലീറ്റ് സെറ്റാക്കി തന്നിരിക്കും. ഓക്കെ, സോ പല കുട്ടികൾക്കും ഹാർട്ടായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളിലൊക്കെയാണ് ചെറിയ കൺഫ്യൂഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. സോ ഇന്നത്തെ നമ്മുടെ ലൈവിന് ശേഷം ഒരു കൺഫ്യൂഷനോ കാര്യങ്ങളോ നിങ്ങൾക്ക് ഉണ്ടാവില്ല. അത് 100% ഞാൻ ഗ്യാരണ്ടി തരാം. ഓക്കെ മക്കളെ, സോ നമുക്ക് ലേറ്റ് ആക്കാതെ നേരെ നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. യെസ്, പിള്ളേരൊക്കെ വന്നു തുടങ്ങുന്നുണ്ട്. യെസ്, അത് സ്റ്റക്കായല്ലോ, സ്റ്റക്കായിട്ടുണ്ട്. ഓക്കെ, സോ മക്കളെ ഒന്നുമില്ല, നിങ്ങളുടെ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ചാറ്റ് കാണാനുള്ള അറേഞ്ച്മെൻറ്റ്, വേറെ ഒന്നുമില്ല. ഓക്കെ മക്കളെ, സോ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ സ്റ്റോപ്പ് ചെയ്തത് എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ്, അതിലായിരുന്നു നമ്മൾ സ്റ്റോപ്പ് ചെയ്തത് അല്ലേ. മറ്റേ RH നെഗറ്റീവ് മദറിന് RH പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കുട്ടി ഉണ്ടാവുന്ന സമയത്ത് ഡെലിവറീൻ്റെ സമയത്ത് കുറച്ച് പോസിറ്റീവ് ബ്ലഡ് അങ്ങോട്ട് മിക്സ് ആവാനുള്ള ഒരു സാധ്യതയും ആ സമയത്ത് മദറിൻ്റെ ബോഡിയിൽ RH ആൻറ്റിജന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള, ഇപ്പോൾ ഫീറ്റസിൻ്റെ ബ്ലഡ് എന്ന് വന്നുള്ള RH ആൻറ്റിജന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള RH ആൻറ്റിബോഡി ഉണ്ടാവുകയും യെസ്, ഹായ് എല്ലാവരും ഹായ് പറയുന്നുണ്ട്. ഇപ്പോഴാണ് നിങ്ങളുടെ ചാറ്റ് കാണാൻ പറ്റുന്നത്. ആയിഷ ഹായ്, അവണി ഹായ്, യെസ്, ഹലോ, യെസ്. ഓക്കെ മക്കളെ, സോ അപ്പം മദറിൽ ആ RH ആൻറ്റിജൻ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള RH ആൻറ്റിബോഡി ഉണ്ടാവുന്നതായിട്ടും അങ്ങനെ ആ കുട്ടി സ്റ്റിൽ ബർത്ത് ആവുന്നത്, അല്ലെങ്കിൽ ആ കുട്ടിയുടെ RBC ഒക്കെ നശിച്ചു പോയിട്ട് ജോണ്ടിസും അനീമിയുള്ള കുട്ടി ജനിക്കുന്നത്, ഈ കേസൊക്കെ നമ്മൾ എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസിൽ കണ്ടു അല്ലേ മക്കളെ. യെസ്, ഓക്കെ. സോ നെക്സ്റ്റ് നമ്മൾ കിടക്കാൻ പോകുന്നത് മക്കളെ, ഇതിൻ്റെ പാർട്ട് ടു നമ്മുടെ ക്ലാസ്സിൻ്റെ പാർട്ട് 2, ദാറ്റ് ഈസ് കൊയാഗുലേഷൻ ഓഫ് ബ്ലഡ്. മക്കളെ, എന്താ കൊയാഗുലേഷൻ ഓഫ് ബ്ലഡ് എന്ന് പറഞ്ഞാൽ? കൊയാഗുലേഷൻ മീൻസ് ക്ലോട്ടിംഗ് ആണ്. എന്തെങ്കിലും ഒരു മുറിവൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബ്ലഡ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുമോ, ഒരുപാട് സമയം കഴിഞ്ഞാലും ബ്ലഡ് നിന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഉടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. കാരണം ഹീമോഫീലിയ പോലെയുള്ള ക്ലോട്ടിംഗ് ഡിസോർഡേഴ്സ് ഉള്ള ഒരാളായിരിക്കും അത്. ഓക്കെ, ഇനി ക്ലോട്ടിംഗ് ഡിസോർഡർ ഒന്നും ഇല്ല നിങ്ങൾക്ക്, നമ്മളൊക്കെ ഹെൽത്തി ആണല്ലേ മക്കളെ. സോ നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ടെങ്കിൽ ഒരു മുറിവ് ഉണ്ടായി കഴിഞ്ഞാൽ കുറച്ച് സമയമാകുമ്പോഴത്തേക്കും രക്തം കട്ട പിടിക്കും. അതിനാണ് നമ്മൾ ബ്ലഡ് ക്ലോട്ടിംഗ്, അല്ലെങ്കിൽ കുറച്ചുകൂടി നമുക്ക് സയൻറ്റിഫിക് ആയിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ബ്ലഡ് കൊയാഗുലേഷൻ എന്ന് പറയാം. ഓക്കെ മക്കളെ, സോ ബ്ലഡ് കൊയാഗുലേഷൻ അല്ലെങ്കിൽ ക്ലോട്ടിങ്ങിൻ്റെ മെക്കാനിസം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം. ഞാനിവിടെ കാണിച്ചു തരാം മക്കളെ. ഇപ്പോൾ ഇവിടെ ഇതൊരു ഇൻജേർഡ് സൈറ്റ് ആണെന്ന് വിചാരിച്ചോ. ഞാനിതാ ഇവിടെ വരച്ച് കാണിച്ചു തരാം മക്കളെ. ഇതൊരു ഇൻജേർഡ് സൈറ്റ് ആണെന്ന് വിചാരിച്ചോ. ഇത് ഇൻജേർഡ് സൈറ്റ് ആണ് കേട്ടോ. ഇതെന്താണ്? ഇൻജേർഡ് സൈറ്റ് ആണ് മക്കളെ, ഇൻജേർഡ് സൈറ്റ്. ഈ ഇൻജേർഡ് സൈറ്റിൽ, അതായത് മുറിവ് സംഭവിച്ച ആ ഒരു പ്ലേസിൽ ഇവിടെ ചുറ്റും കുറച്ച് ടിഷ്യൂസ് ഒക്കെ ഉണ്ടാവില്ലടാ, കുറച്ച് സെൽസ് ഉണ്ടാവില്ലേ? ഇൻജേർഡ് സൈറ്റിലുള്ള ടിഷ്യൂസ്, സെൽസ് ഉണ്ടാവില്ലേ? ഉണ്ടാവും അല്ലേ. സോ ഇവർ ഒരു സാധനം റിലീസ് ചെയ്യും. ഇൻജേർഡ് സൈറ്റിലുള്ള ടിഷ്യൂസ് അല്ലെങ്കിൽ സെൽസ് ഒരു സാധനം റിലീസ് ചെയ്യും. എന്താ ആ സാധനത്തിൻ്റെ പേര്? ആ സാധനത്തിൻ്റെ പേരാണ് ത്രോംബോപ്ലാസ്റ്റിൻ. ഞാനിവിടെ എഴുതി വെക്കുന്നുണ്ട്. ത്രോംബോപ്ലാസ്റ്റിൻ എന്താ എൻ്റെ പേര്? ത്രോംബോപ്ലാസ്റ്റിൻ. ഓക്കെ, സോ ഇൻജേർഡ് സൈറ്റിലുള്ള ടിഷ്യൂസ് അല്ലെങ്കിൽ സെൽസ് ത്രോംബോപ്ലാസ്റ്റിൻ റിലീസ് ചെയ്യുവേ. ഓക്കെ, സോ മക്കളെ, നമ്മളെ പ്ലേറ്റ്ലെറ്റ്സ്. ഓക്കെ, പ്ലേറ്റ്ലെറ്റ്സിൻ്റെ ഫംഗ്ഷൻ എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ട്? ബ്ലഡ് ക്ലോട്ടിംഗ് ആണ് പ്ലേറ്റ്ലെറ്റ്സിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. പ്ലേറ്റ്ലെറ്റ്സിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്താണ്? ബ്ലഡ് ക്ലോട്ടിംഗ് ആണ്. ഓക്കെ, അപ്പോൾ പ്ലേറ്റ്ലെറ്റ്സ് ഇങ്ങനെ പോകുമ്പോൾ, രക്തം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം അത് ക്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ടിഷ്യൂസ് ത്രോംബോപ്ലാസ്റ്റിൻ റിലീസ് ചെയ്യുന്നു. അപ്പോൾ പ്ലേറ്റ്ലെറ്റ്സ് എന്ത് വിചാരിക്കും? ടിഷ്യൂസ് ത്രോംബോപ്ലാസ്റ്റിൻ റിലീസ് ചെയ്യാനോ? രക്തം അങ്ങോട്ട് പിടിപ്പിക്കേണ്ടതാണ് ഞാനല്ലേ, പിന്നെ ആരാ ടിഷ്യൂനോട് ആരാ പറഞ്ഞത് ത്രോംബോപ്ലാസ്റ്റിൻ റിലീസ് ചെയ്യാൻ? അതിനൊക്കെ ഞാനില്ല ഇവിടെ എന്ന് പറഞ്ഞ് നമ്മുടെ പ്ലേറ്റ്ലെറ്റ്സ് ത്രോംബോപ്ലാസ്റ്റിൻ റിലീസ് ചെയ്യും മക്കളെ. പ്ലേറ്റ്ലെറ്റ് ത്രോംബോപ്ലാസ്റ്റിൻ റിലീസ് ചെയ്യും. പ്ലേറ്റ്ലെറ്റ്സും ത്രോംബോപ്ലാസ്റ്റിൻ റിലീസ് ചെയ്യും. ഇൻജേർഡ് സൈഡിലെ ടിഷ്യൂസും ത്രോംബോപ്ലാസ്റ്റിൻ റിലീസ് ചെയ്യും. പ്ലേറ്റ്ലെറ്റ്സും ത്രോംബോപ്ലാസ്റ്റിൻ റിലീസ് ചെയ്യും. ഇൻജേർഡ് സൈഡിലെ ടിഷ്യൂസും ത്രോംബോപ്ലാസ്റ്റിൻ റിലീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ സാർ ഇതെങ്ങനെ മനസ്സിലാക്കുക? നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പേര് കൊടുക്കാം. പ്ലേറ്റ്ലെറ്റ് റിലീസ് ചെയ്യുന്നത് പ്ലേറ്റ്ലെറ്റ് ത്രോംബോപ്ലാസ്റ്റിൻ, ടിഷ്യൂസ് റിലീസ് ചെയ്യുന്നത്
ടിഷ്യൂ ത്രോംബോപ്ലാസ്റ്റിൻ. ഓക്കെ, പക്ഷെ ആക്ച്വലി ഈ ടിഷ്യൂ ത്രോംബോപ്ലാസ്റ്റിന് കുറച്ച് ടിഷ്യൂ ഫാക്ടർ എന്ന് പറഞ്ഞ പേരും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ അതിലേക്കൊന്നും പോകണ്ട, ജസ്റ്റ് നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് നോക്കാം. പ്ലേറ്റ്ലെറ്റ് ത്രോംബോപ്ലാസ്റ്റിൻ, പ്ലേറ്റ്ലെറ്റ്സ് റിലീസ് ചെയ്യുന്നത് പ്ലേറ്റ്ലെറ്റ് ത്രോംബോപ്ലാസ്റ്റിൻ. അതുപോലെ തന്നെ ഓക്കെ നത്സദാ, യെസ്, മനസ്സിലായി. ഓക്കെ ഫൈൻ. സോ ഇൻജോർഡ് ടിഷ്യൂസ് എന്ത് റിലീസ് ചെയ്യും മക്കളെ? ത്രോംബോപ്ലാസ്റ്റിൻ റിലീസ് ചെയ്യും. പ്ലേറ്റ്ലെറ്റ്സും അതുപോലെ തന്നെ ത്രോംബോപ്ലാസ്റ്റിൻ റിലീസ് ചെയ്യും. ഓക്കെ. സോ ഈ ത്രോംബോപ്ലാസ്റ്റിൻ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ മക്കളെ കാൽസ്യം അയോൺസിന്റെ പ്രസൻസിൽ, ഏത് അയോൺസാ? കാൽസ്യം അയോൺസ്. ഒരിക്കലും മറക്കരുത്, ബ്ലഡ് ക്ലോട്ടിങ്ങിൽ ഇൻവോൾവ് ആയിട്ടുള്ള അയോൺസ് ഏതാണെന്ന് എക്സാമിന് ചോദിക്കും. Ca2+, ദാറ്റ് ഈസ് കാൽസ്യം 2+ അയോൺസ്. കാൽസ്യം അയോൺസ് ആണ് മക്കളെ. സോ along with the thromboplastin, കാൽസ്യം അയോൺസും ത്രോംബോപ്ലാസ്റ്റിനും അവർ ചേർന്നിട്ട് a series of reactions ഉണ്ടാക്കും മക്കളെ. Okay, so thromboplastin along with the calcium ions in the blood, they conduct a series of reactions. They conduct a series of reactions. ആ series of reactionsന്റെ ഭാഗമായിട്ട് ഒരു എൻസൈം കോംപ്ലക്സ് ഉണ്ടാവും. എന്താ സാറേ സീരീസ് ഓഫ് റിയാക്ഷൻസ്? അത് കുറേ നമ്മുടെ ഒരു കാസ്കേഡ് മെക്കാനിസം ഉണ്ട് മക്കളെ. ഓക്കെ, ക്ലോട്ടിങ്ങിന് വേണ്ടിയുള്ള കുറച്ച് അധികം സ്റ്റെപ്പുകളുണ്ട്. അത് നിങ്ങൾ MBBS പോകുന്ന സമയത്ത് നിങ്ങൾ പഠിക്കും. ഓക്കെ, സോ ഇപ്പം നിങ്ങൾ എ സീരീസ് ഓഫ് റിയാക്ഷൻസ് എന്ന് ആലോചിച്ചാൽ മതി. സോ ഈ ത്രോംബോപ്ലാസ്റ്റിനും കാൽസ്യം അയോൺസും പിന്നെ ചില ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഇൻ ബ്ലഡ് ഒക്കെ ഉണ്ട് കേട്ടോ. ബ്ലഡിലുള്ള കുറച്ച് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഒക്കെ ആ റിയാക്ഷനിൽ ഇൻവോൾവ് ആകുന്നുണ്ട്. എൻ്റെ മക്കൾ ആ റിയാക്ഷൻസിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ ആവുകയേ വേണ്ട, ഇത് മാത്രം പഠിച്ചാൽ മതി. സോ മക്കളെ നമ്മൾ എന്ത് പഠിപ്പിക്കുന്നു അത് മാത്രം പഠിച്ചാൽ മതി മക്കളെ, എക്സാം നിങ്ങൾ ക്രാക്ക് ചെയ്യും. ഓക്കെ, സോ മക്കളെ ശ്രദ്ധിക്കുക, ഇൻജോർഡ് ടിഷ്യൂ നിന്നും പ്ലേറ്റ്ലെറ്റ്സ് നിന്നും ത്രോംബോപ്ലാസ്റ്റിൻ റിലീസ് ചെയ്യും. ഈ ത്രോംബോപ്ലാസ്റ്റിൻ along with the calcium ions and by adding some factors in blood, clotting factors അല്ലേ മക്കളെ. സോ അതിനെയും കൂടി ആഡ് ചെയ്തിട്ട് അവർ എന്ത് ചെയ്യും? They conduct a series of reactions which results in the formation of an enzyme complex called എന്താണ് മക്കളെ? ത്രോംബോകൈനേസ്. ഓക്കെ, സോ ഒരു എൻസൈം കോംപ്ലക്സ് ഉണ്ടാക്കും. ആ എൻസൈം കോംപ്ലക്സിന്റെ പേരെന്താ? ത്രോംബോകൈനേസ്. സോ മക്കളെ ത്രോംബോപ്ലാസ്റ്റിനും കാൽസ്യം അയോൺസും ബ്ലഡിലുള്ള ക്ലോട്ടിംഗ് ഫാക്ടേഴ്സും കൂടെ ചേർന്ന് ഒരു എൻസൈം കോംപ്ലക്സ് ഉണ്ടാക്കുന്നു. ആ എൻസൈം കോംപ്ലക്സിന്റെ പേരാണ് എന്ത് മക്കളെ? ത്രോംബോകൈനേസ് മക്കളെ. സോ ഈ ത്രോംബോകൈനേസ് എന്ന് പറഞ്ഞ എൻസൈം കോംപ്ലക്സ് എന്തിനാണ് സാറേ ഉണ്ടാക്കി വെച്ചതെന്ന് ചോദിച്ചാൽ, ദ കാറ്റലൈസസ് ദ കൺവേർഷൻ ഓഫ് പ്രോത്രോംബിൻ ഇൻടു ത്രോംബിൻ. ഈ എന്താണ് സാറേ ഈ പ്രോത്രോംബിൻ? മക്കളെ ഞാൻ പറയാം, നമുക്ക് രണ്ട് മടിയന്മാരുണ്ട് ഇവിടെ. ഓക്കെ, ഒന്ന് പ്രോത്രോംബിനാണ്. ഒന്ന് ഇതാ മക്കളെ, ഈ പ്രോത്രോംബിനാണ് ഒരു മടിയൻ എന്ന് പറയുന്നത്. ഈ പ്രോത്രോംബിനാണ്. വേറൊരു മടിയൻ എന്ന് പറയുന്നത് ഈ ഫൈബ്രിനോജനാണ്. ഓക്കെ, രണ്ട് മടിയന്മാരുണ്ട്. ഒരു പ്രോത്രോംബിൻ, ഒന്ന് പ്രോത്രോംബിനാണ്, മറ്റത് ഫൈബ്രിനോജനാണ്. മടിയന്മാരെന്ന് വിളിക്കാൻ കാരണം വേറെ ഒന്നുമല്ല മക്കളെ, ഇവർ രണ്ടുപേരും ഇനാക്റ്റീവാണ്. ഓക്കെ, ഇവർ രണ്ടുപേരും ഇനാക്റ്റീവ് ഫോമിലാണ് ഉണ്ടാവുക. അപ്പൊ ക്ലോട്ടിങ്ങിന് ആവശ്യമായുള്ള സാധനങ്ങൾ ബ്ലഡിൽ ഏത് രൂപത്തിലാണ് ഉണ്ടാവുക? ഇനാക്റ്റീവ് ആയിട്ടാണ് ഉണ്ടാവുക. ആ ഒരു പോയിന്റ് നമ്മൾ ഓർത്ത് വെക്കണം. ഓക്കെ മക്കളെ, സോ ഈ ത്രോംബോകൈനേസ് എന്ന് പറഞ്ഞ ഇപ്പം നമുക്ക് കിട്ടിയ എൻസൈം കോംപ്ലക്സ് ഇല്ലേ, അവര് ബ്ലഡിലുള്ള പ്രോത്രോംബിനെ ഒന്ന് ആക്റ്റീവ് ആക്കും, ത്രോംബിനാക്കി മാറ്റും. ഓക്കെ, പ്രോത്രോംബിനെ എന്താക്കി മാറ്റും? ത്രോംബിനാക്കി മാറ്റും. ത്രോംബിൻ ആക്റ്റീവാണ്. പ്രോത്രോംബിൻ ഇനാക്റ്റീവ് ആയിരുന്നു, അതിനെ ആക്റ്റീവ് ആയിട്ടുള്ള ത്രോംബിനാക്കി മാറ്റി. അതിനും കാൽസ്യം അയോൺസിന്റെ ഹെൽപ്പ് ഉണ്ട് മക്കളെ. അതിനും എന്തിന്റെ ഹെൽപ്പ് ഉണ്ട്? കാൽസ്യം അയോൺസിന്റെ ഹെൽപ്പ് ഉണ്ട്. അപ്പം അവിടെ നിങ്ങൾക്ക് വരാവുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, യെസ് ത്രോംബോകൈനേസ്. യെസ് മക്കളെ, ത്രോംബോകൈനേസ് ആണ് എൻസൈം കോംപ്ലക്സ്, കാസ്കേഡ് റിയാക്ഷൻ ഒക്കെ നിങ്ങൾക്ക് അറിയാം. യെസ് മക്കളെ, സോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രോത്രോംബിൻ എവിടെ നിന്ന് വന്നു സാറേ? ബ്ലഡിൽ ഈ പ്രോത്രോംബിൻ എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ലിവർ ലിവറാണ് ഉണ്ടാക്കുന്നത്. അത് മക്കൾ ഓർത്ത് വെച്ചോ. പ്രോത്രോംബിൻ ഉണ്ടാക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം ലിവറാണ് സാറേ ലിവറിലാണ് പ്രോത്രോംബിൻ ഉണ്ടാക്കുന്നത്. പ്രോത്രോംബിൻ ഉണ്ടാക്കുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ, പ്രോത്രോംബിൻ ഉണ്ടാക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ മക്കളെ ലിവറിലാണ്. ഓക്കെ, സോ പ്രോത്രോംബിൻ ഇസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ലിവർ മക്കളെ. പ്രോത്രോംബിൻ ഉണ്ടാകുന്നത് എവിടെയാണ്? ലിവറിലാണ്. നമ്മുടെ ലിവർ ബ്രോ ആണ് ഈ പ്രോത്രോംബിൻ ഉണ്ടാക്കുന്നത്. സോ ആ പ്രോത്രോംബിൻ നമ്മുടെ ബ്ലഡിൽ ഉണ്ടാവും. ആ പ്രോത്രോംബിനെ ത്രോംബിനാക്കി മാറ്റും ത്രോംബോകൈനേസ് എന്ന് പറഞ്ഞ എൻസൈം കോംപ്ലക്സ്. ഇപ്പം നമുക്ക് ത്രോംബിൻ കിട്ടി. ഓക്കെ ആണല്ലോ. ആ ത്രോംബിൻ
ബ്ലഡിൽ തന്നെ വേറൊരു മടിയനുണ്ട്, അവൻ്റെ പേരെന്താ? ഫൈബ്രിനോജൻ. ഫൈബ്രിനോജൻ ഇനാക്റ്റീവ് ഫോമാ. സോ ആ ഫൈബ്രിനോജനെ ത്രോംബിനാണ് എന്താക്കി മാറ്റുക? ഫൈബ്രിനാക്കി മാറ്റുക. ത്രോംബിനാണ് ഫൈബ്രിനോജനെ ഫൈബ്രിനാക്കി മാറ്റുക. ത്രോംബിനാണ് ഫൈബ്രിനോജൻ എന്താക്കി മാറ്റുക? ഫൈബ്രിനാക്കി മാറ്റുക. അപ്പോൾ ഈ ഫൈബ്രിൻ എന്ന് പറയുന്നത് മക്കളെ പോളിമറൈസേഷന് വിധേയമാകും. ഫൈബ്രിൻ നാരുകൾ ഉണ്ടാവും, ഫൈബ്രിൻ ത്രെഡുകൾ ഉണ്ടാവും. ആ ഫൈബ്രിൻ ത്രെഡുകൾ കുറേ വല പോലെ ഫൈബ്രിൻ മെഷ് വർക്ക് ഫോം ചെയ്യും. ഫൈബ്രിൻ മെഷ് വർക്ക് ഫോം ചെയ്യും. ഫൈബ്രിൻ മെഷ് വർക്ക് ഫോം ചെയ്യും. ഓക്കെ, കുറേ ഫൈബ്രിൻ ത്രെഡുകൾ ചേർന്ന് ഫൈബ്രിൻ വലകൾ, ഫൈബ്രിൻ മെഷ് വർക്ക് ഫോം ചെയ്യും. അതിൻ്റെ ഉള്ളിൽ ഡാമേജ്ഡ് ആയിട്ടുള്ള ഡെഡ് ആയിട്ടുള്ള ബ്ലഡ് സെൽസ് ഒക്കെ എൻട്രാപ്പ് ചെയ്ത് കിടക്കും മക്കളെ. സോ കുറേ നമ്മുടെ ഫൈബ്രിൻ ത്രെഡുകൾ, ഫൈബ്രിൻ നാരുകൾ ഇങ്ങനെ വല പോലെ ഫൈബ്രിൻ മെഷ് വർക്ക് ഫോം ചെയ്യും. അതിൻ്റെ ഉള്ളിൽ ഡാമേജ്ഡ് ബ്ലഡ് സെൽസ്, ഡെഡ് ആയിട്ടുള്ള ബ്ലഡ് സെൽസ് എൻട്രാപ്പ് ചെയ്യപ്പെടും. ഓക്കെ, അങ്ങനെയാണ് ബ്ലഡ് ക്ലോട്ട് ആവുന്നത്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു മക്കൾക്ക്. സോ ഇത്രയേ ഉള്ളൂ. ചുരുക്കം പറഞ്ഞാൽ ഇൻജോയ് ടിഷ്യൂവും നമ്മുടെ പ്ലേറ്റ്ലെറ്റ്സും എന്ത് റിലീസ് ചെയ്യും? നമ്മുടെ ത്രോംബോപ്ലാസ്റ്റിൻ. അതായത് നമുക്ക് 2 പേരുകൾ കൊടുക്കാം. പ്ലേറ്റ്ലെറ്റ്സ് റിലീസ് ചെയ്യുന്നതിന് പ്ലേറ്റ്ലെറ്റ് ത്രോംബോപ്ലാസ്റ്റിൻ, അതുപോലെ തന്നെ ടിഷ്യൂസ് റിലീസ് ചെയ്യുന്നതിന് ടിഷ്യൂ ത്രോംബോപ്ലാസ്റ്റിൻ. ഓക്കെ, ത്രോംബോപ്ലാസ്റ്റിൻ റിലീസ് ചെയ്തു. ഈ ത്രോംബോപ്ലാസ്റ്റിൻ എന്താ ചെയ്യുക? ത്രോംബോപ്ലാസ്റ്റിൻ കാൽസ്യം അയോൺസിനെ കൂട്ടുപിടിച്ചിട്ട് ഒരു സീരീസ് ഓഫ് റിയാക്ഷൻസ് അല്ലെങ്കിൽ കാസ്കേഡ് മെക്കാനിസം ഒക്കെ നടത്തി ബ്ലഡിലുള്ള കുറേ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിനെയൊക്കെ കൂട്ടുപിടിച്ച് കുറേ മെക്കാനിസംസും റിയാക്ഷൻസും ഒക്കെ നടത്തി മക്കളെ അവസാനം എന്തുണ്ടാക്കും? ഒരു ത്രോംബോകൈനേസ് എന്ന് പറഞ്ഞ ഒരു എൻസൈം കോംപ്ലക്സ് ഉണ്ടാക്കുന്നു. ഈ ത്രോംബോകൈനേസ് എന്ന് പറഞ്ഞ എൻസൈം കോംപ്ലക്സ് ബ്ലഡിൽ ഇനാക്റ്റീവ് ആയിട്ട് കിടക്കുന്ന പ്രോത്രോംബിനെ പിടിച്ച് ത്രോംബിനാക്കി മാറ്റും ഇൻ ദി പ്രസൻസ് ഓഫ് കാൽസ്യം അയോൺസ്. ദിസ് ത്രോംബിൻ വിൽ കൺവേർട്ട് എന്ത് മക്കളെ? ഫൈബ്രിനോജൻ ഇൻടു ഫൈബ്രിൻ. Fibrin forms fibrin threads, and these fibrin threads will form fibrin meshwork in which the damaged and dead blood cells get entrapped. ഞാൻ ഇവിടെ ഡയഗ്രാം വരച്ചു വെച്ചിട്ടുണ്ട് മക്കൾക്ക്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇതാണ് കൊയാഗുലേഷൻ ഓഫ് ബ്ലഡ്. യെസ്, ഡെഡ് സെൽസ് ഉണ്ടാവും, അത് തന്നെ മക്കളെ. യെസ്, സോ കൊയാഗുലേഷൻ അല്ലെങ്കിൽ ബ്ലഡ് ക്ലോട്ടിങ് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ യെസ്, ഈ കാര്യം മക്കൾ ഒന്ന് ഓർത്തു വെക്കണം. വൈറ്റമിൻ കെ ബ്ലഡ് ക്ലോട്ടിങ്ങിന് വേണ്ടി സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ്? ചോദിച്ചാൽ മക്കൾ മറക്കരുത്, വൈറ്റമിൻ കെ ആണ്. ബ്ലഡ് ക്ലോട്ടിങ്ങിന് വേണ്ടി സഹായിക്കുന്ന അയോൺ ഏതാന്ന് ചോദിച്ചാൽ കാൽസ്യം അയോൺ. വൈറ്റമിൻ ഏതാന്ന് ചോദിച്ചാൽ വൈറ്റമിൻ കെ. എന്തിനാ സാറേ വൈറ്റമിൻ കെ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ ലിവർ ബ്രോ അല്ലേ പ്രോത്രോംബിൻ ഉണ്ടാക്കുന്നത്. സോ ലിവറിന് പ്രോത്രോംബിൻ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ഏതാന്ന് ചോദിച്ചാൽ വൈറ്റമിൻ കെ ആണ്. വൈറ്റമിൻ കെ ഈസ് എസെൻഷ്യൽ ഫോർ ബ്ലഡ് ക്ലോട്ടിംഗ് ആസ് ഇറ്റ് ഈസ് നെസസറി ഫോർ ദ സിന്തസിസ് ഓഫ് പ്രോത്രോംബിൻ ഇൻ ദ ലിവർ. യെസ്, സോ ക്ലോട്ടിംഗ് കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ലിംഫ് എന്നാണ്. എന്താണ് ലിംഫ് എന്നതിലേക്കാണ് നമ്മൾ പോകുന്നത്. സോ മക്കളെ, ലിംഫിന്റെ ബ്രാക്കറ്റിൽ ഞാൻ കൊടുത്തു വെച്ചിട്ടുണ്ട് ടിഷ്യൂ ഫ്ലൂയിഡ് എന്ന് അല്ലേ. അപ്പോൾ സാറേ ടിഷ്യൂ ഫ്ലൂയിഡോ? അതാണോ ലിംഫ്? യെസ്, അതേ മക്കളെ, ടിഷ്യൂ ഫ്ലൂയിഡാണ് ലിംഫ്. ഞാൻ കാണിച്ചു തരാം മക്കൾക്ക്. ഇവിടെ ശ്രദ്ധിച്ചോ, നോക്കിക്കോ ദാ. ഇപ്പോൾ നമ്മുടെ ബ്ലഡ് വെസൽസ് അല്ലെങ്കിൽ കാപ്പിലറീസ് വഴി ബ്ലഡ് ഇങ്ങനെ പോവുകയാണ് മക്കളെ. കാപ്പിലറീസ് വഴി ബ്ലഡ് ഇങ്ങനെ പോവുകയാണ്. കാപ്പിലറീസ് വഴി മുന്നോട്ട് പോവുകയാണ് കേട്ടോ. ബ്ലഡ് ഇങ്ങനെ കാപ്പിലറീസ് വഴി മുന്നോട്ട് പോവുകയാണ്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കാപ്പിലറീസിൻ്റെ വോളൊക്കെ ഒരു എൻഡോത്തീലിയൽ ലെയർ മാത്രമേ ഉള്ളൂ, ഒരു തിൻ എൻഡോത്തീലിയം മാത്രമേ നമ്മളെ കാപ്പിലറീസിനുള്ളൂ എന്നൊക്കെ നമുക്കറിയാം അല്ലേ മക്കളെ. സോ സിംഗിൾ ലെയർ ഓഫ് എൻഡോത്തീലിയം അല്ലേ, നമ്മൾ സിംഗിൾ ലെയർ ഓഫ് സ്ക്വാമസ് എപ്പിത്തീലിയൽ സെൽസ്, അത് നമ്മൾ എൻഡോത്തീലിയം എന്നൊക്കെ പറയും. ആ ഒരൊറ്റ ലെയർ മാത്രമേ നമ്മളെ കാപ്പിലറീസിനുള്ളൂ. വളരെ ചെറിയ ബ്ലഡ് വെസൽസ് ആണ്, സ്മോളസ്റ്റ് ബ്ലഡ് വെസൽസ് ആണ് കാപ്പിലറീസ് എന്ന് പറയുന്നത്. സ്മോളസ്റ്റ് ബ്ലഡ് വെസൽസ് ആണ് എന്ത് മക്കളെ? കാപ്പിലറീസ് എന്ന് പറയുന്നത്. സോ ഈ കാപ്പിലറീസിൻ്റെ വോളിലൂടെ എന്ത് പുറത്തോട്ടെന്നറിയോ? കുറച്ച് വെള്ളവും വാട്ടർ സോല്യബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസസും കുറച്ച് ല്യൂക്കോസൈറ്റ്സും മെയിനായിട്ട് ലിംഫോസൈറ്റ്സ് ആണ് മക്കളെ. സം ല്യൂക്കോസൈറ്റ്സും. ഓക്കെ, RBC ഉണ്ടോ? ഇല്ല. പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ടോ? ഇല്ല. സോ RBC ഇല്ല മക്കളെ, പ്ലേറ്റ്ലെറ്റ്സും ഇല്ല. എന്തൊക്കെയാണ്? വാട്ടർ സോല്യബിൾ സബ്സ്റ്റൻസസ്, പിന്നെ സം ല്യൂക്കോസൈറ്റ്സ്. മെയിനായിട്ട് ഏത് ല്യൂക്കോസൈറ്റാ? മെയിനായിട്ട് ഏത് WBC എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ലിംഫോസൈറ്റ്സ്. ഓക്കെ, സോ കുറച്ച് ല്യൂക്കോസൈറ്റ്സ്,
മെയിൻലി ലിംഫോസൈറ്റ്സ്. ഇവര് ഈ ഒരു നമ്മുടെ ഈ ബ്ലഡ് കാപ്പിലറീസിന്റെ വോളിൽ കൂടെ സൈഡിലോട്ട് ഇറങ്ങും. സാറേ സൈഡിലോട്ട് ഇറങ്ങുന്ന വെച്ചാൽ എങ്ങോട്ട് ഇറങ്ങുന്ന ഈ പറയണേ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഇവിടെയൊക്കെ ചുറ്റും മക്കളെ ഇവിടെ സെല്ലുകൾ ഉണ്ടെന്ന് വിചാരിച്ചോ, ഇവിടെയൊക്കെ സെല്ലുണ്ടെന്ന് വിചാരിച്ചോ, ഇവിടെയൊക്കെ സെല്ലുകൾ ഉണ്ടെന്ന് വിചാരിച്ചോ മക്കളെ, ഇവിടെയൊക്കെ സെല്ലുകളുണ്ട്. സോ ഒരു ടിഷ്യൂവിൻ്റെ സെല്ലിൻ്റെ ഇടയിലുള്ള സ്പേസിലേക്കാണ് ഈ ഇറങ്ങി വരുന്നത്. ആരൊക്കെ? കുറച്ച് വാട്ടർ സോലബിൾ സബ്സ്റ്റൻസസ്, പിന്നെ സം ല്യൂക്കോസൈറ്റ്സ്. ഓക്കെ, സോ ഇത് ഈ ഒരു ഫ്ലൂയിഡ് ടിഷ്യൂ സ്പേസിൽ എത്തിക്കഴിഞ്ഞാൽ, ടിഷ്യൂസിലുള്ള സെല്ലുകളുടെ ഇടയിൽ എത്തിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? ടിഷ്യൂ ഫ്ലൂയിഡ്. അത് നമ്മൾ എന്ത് വിളിക്കും? ടിഷ്യൂ ഫ്ലൂയിഡ്. എന്ത് വിളിക്കും മക്കളെ? ടിഷ്യൂ ഫ്ലൂയിഡ്. ഓക്കെ, സോ ടിഷ്യൂ ഫ്ലൂയിഡ് ഇവിടെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് കേട്ടോ. സോ മക്കളെ ടിഷ്യൂ ഫ്ലൂയിഡ് ഇവിടെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണെടാ. എടാ ടിഷ്യൂ ഫ്ലൂയിഡ് ഇവിടെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണെടാ. നമുക്ക് ടിഷ്യൂ ഫ്ലൂയിഡ് ഇങ്ങനെ ബ്ലൂ കളറിൽ ഞാനിങ്ങനെ മാർക്ക് ചെയ്യാം. സോ ടിഷ്യൂ ഫ്ലൂയിഡ് ഇവിടെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണെടാ. ഓക്കെ, എടാ ഇങ്ങനെ നിറഞ്ഞു നിന്ന് കഴിഞ്ഞാൽ ഇപ്പം ഒരു ടാങ്കിൽ വെള്ളം നിറഞ്ഞാൽ വെള്ളം പുറത്തോട്ട് പോലെ മക്കളെ. അതേപോലെ ടിഷ്യൂ ഫ്ലൂയിഡ് ഇങ്ങനെ ഫോം ചെയ്ത് ഈ ടിഷ്യൂ ഫ്ലൂയിഡ് എങ്ങോട്ടേ പോകണ്ടേ? ഇതിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമല്ലോ. കാപ്പിലറീസ് തിന്നാണല്ലോ. സോ അതിലൂടെ ബ്ലഡ് പോകുമ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ടിഷ്യൂ ഫ്ലൂയിഡ് അവിടെ നിറഞ്ഞുകൊണ്ടിരിക്കില്ലേ? അപ്പം അതിനെ ഡ്രെയിൻ ചെയ്യണം. എങ്ങോട്ടെങ്കിലും ഒന്ന് നമ്മൾ ഒരു ഡ്രെയിനേജ് അല്ലെങ്കിൽ ഒരു ഡ്രെയിൻ ചെയ്ത് കൊടുക്കണം എങ്ങോട്ടെങ്കിലും, അല്ലേ? അതെങ്ങോട്ടാണ് ഈ ഡ്രെയിനേജ് എന്നാണ് നമ്മൾ നോക്കുന്നത്. സോ ഒരു ഗ്രൂപ്പ് ഓഫ് വെസൽസ്, അതിന് നമ്മൾ ലിംഫാറ്റിക് വെസൽസ് എന്ന് പറയും മക്കളെ. സോ ആ വെസൽസ് ഇപ്പം ഞാനിവിടെ വരച്ചു തരാം മക്കളെ. ലിംഫാറ്റിക് വെസൽസ് ആണേ. കുറേ വെസൽസ് ഇങ്ങനെ വന്ന് ജോയിൻ ചെയ്യുന്നു. ഓക്കെ, ഇതൊക്കെ എന്ത് വെസൽസ് ആണ്? ലിംഫാറ്റിക് വെസൽസ് ആണ്. ലിംഫാറ്റിക് വെസൽസ് ആണ് മക്കളെ. സോ ഈ ലിംഫാറ്റിക് വെസൽസ് വഴി ഈ ടിഷ്യൂ ഫ്ലൂയിഡ് ഇങ്ങനെ ഇറങ്ങി വരും. ഈ ടിഷ്യൂ ഫ്ലൂയിഡ് ലിംഫാറ്റിക് വെസൽസ് വഴി ഇങ്ങനെ ഇറങ്ങി വരും. ലിംഫാറ്റിക് വെസൽസ് വഴി ഈ ടിഷ്യൂ ഫ്ലൂയിഡ് ഇറങ്ങി വരും. സാറേ ഈ ലിംഫാറ്റിക് വെസൽസ് എങ്ങോട്ടാ പോകുന്നത് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും മക്കളെ, ഈ ലിംഫാറ്റിക് വെസൽസ് എങ്ങോട്ടാണ് ജോയിൻ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും വെയിൻസിലേക്കാണ് ജോയിൻ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ മക്കളെ. സോ ഈ വെയിൻസ് സ്വാഭാവികമായിട്ടും ഇനി ഡിയോക്സിനേറ്റഡ് ബ്ലഡിനെയൊക്കെ കൊണ്ടുപോകുന്ന വെയിൻസ് ആണ്. വെയിൻസ് നേരെ എങ്ങോട്ട് പോകും? നമ്മുടെ ഹാർട്ടിലേക്ക് പോകും. ആ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, സാർ ഇതിലെവിടെ ലിംഫ് എന്ന് ചോദിച്ചാൽ, എടാ ഈ ടിഷ്യൂ ഫ്ലൂയിഡ് ലിംഫാറ്റിക് വെസൽസിൻ്റെ ഉള്ളിലെത്തുമ്പോൾ അതിനെ നമ്മൾ വിളിക്കും ലിംഫ്. ടിഷ്യൂ ഫ്ലൂയിഡ് ലിംഫാറ്റിക് വെസൽസിൻ്റെ ഉള്ളിലെത്തുമ്പോൾ അതിനെ നമ്മൾ വിളിക്കും ലിംഫ്. ടിഷ്യൂ ഫ്ലൂയിഡ് ലിംഫാറ്റിക് വെസൽസിൻ്റെ ഉള്ളിലെത്തുമ്പോൾ അതിനെ നമ്മൾ വിളിക്കും ലിംഫ്. ലിംഫ്. സോ മക്കളെ, ലിംഫ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ബ്ലഡ് പോകുന്ന വഴിക്ക് കുറച്ച് വാട്ടർ സോലബിൾ സബ്സ്റ്റൻസസും കുറച്ച് ല്യൂക്കോസൈറ്റ്സും ടിഷ്യൂ സ്പേസിലേക്ക് ഇറങ്ങി നിൽക്കും. ഓക്കെ, കാരണം തിന്നാണ് നമ്മുടെ കാപ്പിലറീസിൻ്റെ എൻഡോത്തീലിയം എന്ന് പറയുന്നത്. സോ ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്ന ടിഷ്യൂ ഫ്ലൂയിഡ് കുറച്ച് കൂടി കഴിയുമ്പോൾ അത് ഡ്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഗ്രൂപ്പ് ഓഫ് വെസൽസ് വരും. ലിംഫാറ്റിക് വെസൽസ് എന്ന് നമ്മൾ പറയും. എങ്ങോട്ടാണ് ആ വെസൽസ് ഡ്രെയിൻ ചെയ്യുന്നത്? വെയിൻസിലേക്കാണ് ആ വെസൽസ് നമ്മുടെ ടിഷ്യൂ ഫ്ലൂയിഡിനെ ഡ്രെയിൻ ചെയ്യുന്നത്. ആ വെസൽസിൻ്റെ ഉള്ളിലുള്ള ടിഷ്യൂ ഫ്ലൂയിഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലിംഫ് എന്ന് പറയുന്നത്. സോ ഏറ്റവും കൂടുതൽ ലിംഫിൻ്റെ ഫോർമേഷൻ ഉണ്ടാവുന്ന നമ്മുടെ ബോഡീൻ്റെ ഉള്ളിലുള്ള പാർട്സിനെയാണ് നമ്മൾ ലിംഫോയിഡ് ഓർഗൻസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. സോ മക്കളെ, ലിംഫിൻ്റെ ഫോർമേഷൻ ഉണ്ടാവുന്ന ഓർഗൻസ് ആണെന്ന് ലിംഫോയിഡ് ഓർഗൻസിനെ കുറിച്ച് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ പഠിക്കും. ഓക്കെ, കൂടുതലായിട്ടും ലിംഫോസൈറ്റ്സ് ഒക്കെ കാണപ്പെടും ഈ ലിംഫോയിഡ് ഓർഗൻസിലാണ് ഒരുപാട് ലിംഫോസൈറ്റുകൾ ഉണ്ടാവുന്നത്. അതിലേക്കൊക്കെ നമ്മൾ വരാം. സോ നമുക്കൊന്ന് നോക്കാം മക്കളെ. സോ ശ്രദ്ധിക്കുക, ലിംഫ് ഇസ് എ കളർലെസ്. മക്കളെ, എടാ RBC ഇല്ലാന്ന് ഞാൻ പറഞ്ഞു, പ്ലേറ്റ്ലെറ്റ്സ് ഇല്ലാന്ന് ഞാൻ പറഞ്ഞു. RBC ഉണ്ടായിരുന്നെങ്കിൽ കളർ ഉണ്ടായേനെ. സോ RBC ഇല്ല, ആകെ വൈറ്റ് ബ്ലഡ് കോർപ്പസൽസ് ആയിട്ടുള്ള കുറച്ച് ലിംഫോസൈറ്റ്സ് ഒക്കെ അല്ലേ ഉള്ളൂ മക്കളെ. സോ ലിംഫ് colorless fluid present in the lymphatic system. As the blood passes through the capillaries, some water along with many small water soluble substances and some leukocytes move out into the spaces between the cells of tissues, leaving the larger proteins and most of the formed elements. അപ്പോൾ larger proteins വന്നിട്ടില്ല, most of the formed elements, RBC, platelets പോലുള്ള formed elements ഒന്നും വന്നിട്ടില്ല. മക്കളെ ശ്രദ്ധിക്കണേ, പ്രോട്ടീൻസ് ഇല്ല കേട്ടോ. ലാർജർ പ്രോട്ടീൻസ് വന്നോ? ഇല്ല. ലാർജർ പ്രോട്ടീൻസ് വന്നോ? ഇല്ല മക്കളെ. സോ ലാർജർ പ്രോട്ടീൻസും മോസ്റ്റ് ഓഫ് ദ ഫോംഡ് എലമെന്റ്സും ഒഴിവാക്കിക്കൊണ്ട് ബാക്കിയുള്ള ആൾക്കാർ താഴത്തോട്ട് വരും. This fluid released out is called the interstitial fluid or tissue fluid. It has the same mineral distribution as that in plasma. ശ്രദ്ധിച്ചോ, it has the same mineral distribution as that in plasma. നമ്മുടെ പ്ലാസ്മയിൽ മിനറൽ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണോ? കാരണം വാട്ടർ സോലബിൾ സബ്സ്റ്റൻസ് ഒക്കെ താഴത്തോട്ട് വന്നില്ലേ മക്കളെ. സോ പ്ലാസ്മേന്റെ മിനറൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണോ
അത് തന്നെയായിരിക്കും നമ്മുടെ ലിംഫിൻ്റെ മിനറൽ ഡിസ്ട്രിബ്യൂഷനും. മക്കൾ മറക്കരുത്, ലിംഫിൻ്റെ മിനറൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് പ്ലാസ്മേൻ്റെ മിനറൽ ഡിസ്ട്രിബ്യൂഷൻ്റെ സെയിം ആണ്. കാരണം വാട്ടർ സോലുബിൾ ആയുള്ള സബ്സ്റ്റൻസ് ഒക്കെ ഈ ലിംഫിലേക്ക് വന്നിട്ടുണ്ട്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. യെസ്, ഓക്കെ മക്കളെ, യെസ്, ഉഷാർ ഉഷാർ ഉഷാർ, യെസ്, സെറ്റ് സെറ്റ്, യെസ്, ഓക്കെ മക്കളെ. ഓക്കെ, നമുക്ക് നോക്കാം. A network of lymphatic vessels collect this fluid and drains it back to the major veins. The fluid present in the lymphatic system is called the lymph. അല്ലേ, ലിംഫാറ്റിക് സിസ്റ്റത്തിലുള്ള ഫ്ലൂയിഡിനെയാണ് ലിംഫ് എന്ന് വിളിക്കാം. ലിംഫ് കണ്ടെയ്ൻസ് ലിംഫോസൈറ്റ്സ് ഞാൻ പറഞ്ഞു നേരത്തെ, ലിംഫോസൈറ്റ്സ്, ലിംഫോയിഡ് ഓർഗൻസ്. The organs which secrete lymph are called lymphoid organs. So ലിംഫ് സെക്രീറ്റ് ചെയ്യുന്ന ഓർഗൻസ് ആണ് ലിംഫോയിഡ് ഓർഗൻസ്. സിമ്പിൾ ആണ്. These include, മക്കളെ ഇവിടെയാണ്, ദീസ് ഇൻക്ലൂഡ്, ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഇവിടെ ലിംഫിനോട് പറഞ്ഞിട്ടുണ്ട്, ടോൺസിൽ, തൈമസ്, സ്പ്ലീന്, പേയേഴ്സ് പാച്ചസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ലിംഫോയിഡ് ഓർഗൻസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ലിംഫോയിഡ് ഓർഗൻസിനെ നിങ്ങൾ നീറ്റിന് പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ്. സോ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം, നിങ്ങൾ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസസ് ചാപ്റ്ററിലൊക്കെ ലിംഫോയിഡ് ഓർഗൻസ് വീണ്ടും പഠിക്കുന്നുണ്ട്. ലിംഫോയിഡ് ഓർഗൻസ് 2 ടൈപ്പ് ഉണ്ടെന്ന് നിങ്ങൾ ആ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസും അതുപോലെ സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസും ഉണ്ട് അല്ലേ. പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട് അല്ലേ. പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട് മക്കളെ. പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസും ഉണ്ട്, സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസും ഉണ്ട്. ഓക്കെ ആണല്ലോ. സോ പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസ് ആണ് മക്കളെ ബോൺ മാരോയും തൈമസും. ബോൺ മാരോയും തൈമസും എന്താണ്? പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസ്. എന്താ സാറേ പ്രൈമറി ലിംഫോയിഡ് ഓർഗൻ? ഒന്നുമില്ല മക്കളെ. പ്രൈമറി ലിംഫോയിഡ് ഓർഗൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് ലിംഫോസൈറ്റ്സിൻ്റെ ഫോർമേഷൻ ഉണ്ടാകുന്നത്. ഇവിടെയാണ് ലിംഫോസൈറ്റ്സിൻ്റെ ഫോർമേഷനും മെച്ചുറേഷനും നടക്കുന്നത്. അപ്പോൾ സാറേ സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസോ? എടാ, ലിംഫോസൈറ്റ്സിൻ്റെ ഫോർമേഷനും മെച്ചുറേഷനൊക്കെ ഈ പ്രൈമറി ലിംഫോയിഡ് ഓർഗനിൽ നടന്നതിന് ശേഷം ഈ ലിംഫോസൈറ്റ്സ് മൈഗ്രേറ്റ് ചെയ്യും. എങ്ങോട്ടാണ് പോവുക? ഈ സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസിലേക്ക് പോയി നിൽക്കും. മനസ്സിലാവുന്നുണ്ടോ? സോ അത് ഉണ്ടാവുന്നതും മെച്ചുറേഷൻ നടക്കുന്നതും ലിംഫോസൈറ്റ്സിൻ്റെ ഫോർമേഷനും മെച്ചുറേഷൻ നടക്കുന്നത് പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസിലേക്കും, പിന്നെ ഇത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു എങ്ങോട്ട്? സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഏതൊക്കെയാണ് സാറേ സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻ? എടാ, ഈ ബോൺ മാരോയും തൈമസും ഒഴികെയുള്ള ബാക്കി എല്ലാവരും നിങ്ങൾ എഴുതി വെച്ചോ. പേയേഴ്സ് പാച്ചസ് ഇൻ സ്മോൾ ഇൻറ്റസ്റ്റൈൻ, പേയേഴ്സ് പാച്ചസ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റും സ്പ്ലീൻ പറയാൻ പറ്റും, ലിംഫ് നോഡ്സ് പറയാൻ പറ്റും, ടോൺസിൽസ് പറയാൻ പറ്റും. ഓക്കെ, സോ ലിംഫോയിഡ് ഓർഗൻസിൻ്റെ ലിസ്റ്റ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലിംഫ് നോഡ്സ്, ടോൺസിൽസ്, തൈമസ്, സ്പ്ലീന് ആൻഡ് പേയേഴ്സ് പാച്ചസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ടോൺസിൽസ് ഒക്കെ നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും മക്കളെ. പ്രൈമറി ലിംഫോയിഡ് ഓർഗൻ ഏതാണെന്ന് ചോദിച്ചാൽ ബോൺ മാരോയും തൈമസും ആണ്. പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസ് എന്ന് ചോദിച്ചാൽ മക്കളെ യെസ് പ്രൈമറി ആൻഡ് സെക്കൻഡറി. യെസ് മക്കളെ, യെസ്. സോ ബോൺ മാരോയും തൈമസും ആണ് പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസ്. മക്കളെ. സോ ലിംഫോയിഡ് ഓർഗൻസിനെ കുറിച്ച് നമ്മൾ കണ്ടു. ഇനി എന്താണ് ലിംഫിൻ്റെ ഫംഗ്ഷൻ? എന്തിനാണ് ഇങ്ങനെ ഒരു ഫ്ലൂയിഡ് ഉണ്ടാവുന്നത്? നമ്മൾ ഇപ്പം തന്നെ കണ്ടു അല്ലേ. ബ്ലഡിൽ നിന്നുള്ള ഗ്യാസസ്, അതുപോലെ ബ്ലഡിൽ നിന്നുള്ള ന്യൂട്രിയൻസ്, ഇതൊക്കെ സെല്ലിന് കൊടുക്കുന്ന ആളാണ് ആര്? ലിംഫ് എന്ന് പറയുന്നത്. ബ്ലഡിൽ നിന്നുള്ള ഗ്യാസസും അതുപോലെ ബ്ലഡിൽ നിന്നുള്ള ന്യൂട്രിയൻസ്, ഓക്സിജൻ, ന്യൂട്രിയൻസ്, ഇതൊക്കെ നേരെ സെല്ലുകൾക്ക് കൊടുക്കുന്നത് ആരാണ്? ലിംഫാണ്. സോ ഒരു മിഡിൽ മാൻ, നമ്മുടെ ലാലേട്ടൻ്റെ സിനിമ 12th മാൻ എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. ഇവിടെ ലിംഫ് മിഡിൽ മാൻ ആണ് അല്ലേ. ലിംഫ് ആക്ട്സ് എ മിഡിൽ മാൻ ബിറ്റ്വീൻ ദ ബ്ലഡ് ആൻഡ് ദ സെൽസ്, ബ്ലഡ് ആൻഡ് ടിഷ്യൂസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ടിഷ്യൂസും ബ്ലഡിൻ്റെയും ഇടയിലുള്ള നടുക്ക് നിൽക്കുന്ന ഒരു മിഡിൽ മാൻ ആയിട്ട്, ഒരു ഹംസമായിട്ട് ആര് നിൽക്കും മക്കളെ? നമ്മുടെ ലിംഫ് നിൽക്കും. സോ മക്കളെ, ന്യൂട്രിയൻസും ഓക്സിജനും ഒക്കെ നമ്മുടെ ടിഷ്യൂസിന് അവൈലബിൾ ആക്കുക ആരാണ്? നമ്മുടെ ലിംഫാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇപ്പം നിങ്ങൾക്ക് ആ ചാപ്റ്റർ ഇല്ല, എടുത്ത് കളഞ്ഞു. ഡൈജഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമുക്കൊരു അവിടെ ഒരു ഡയഗ്രം ഒക്കെ ഉണ്ടായിരുന്നു. ഇൻറ്റസ്റ്റൈനൽ വില്ലിൻ്റെ ഉള്ളിൽ, ലാക്റ്റിയൽസിൻ്റെ ഉള്ളിൽ ലിംഫ് ഉണ്ട്. ആ ലിംഫിലേക്കാണ് ഫാറ്റിൻ്റെ ഡൈജഷൻ കഴിഞ്ഞതിന് ശേഷം അബ്സോർപ്ഷൻ നടക്കുന്നത്. ഇൻറ്റസ്റ്റൈനൽ വില്ലിയിലുള്ള ലാക്റ്റിയൽസിലേക്കാണ് ലിംഫിലേക്കാണ് ഫാറ്റിൻ്റെ ഡൈജഷൻ കഴിഞ്ഞിട്ട് അബ്സോർപ്ഷൻ നടക്കുന്നത് എന്ന് ആ ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഹോർമോൺസ് ഇല്ലേ മക്കളെ, എൻഡോക്രൈൻ ഗ്ലാൻസിൻ്റെ സെക്രീഷൻസ് ആണെന്ത്? ഹോർമോൺസ്. എൻഡോക്രൈൻ ഗ്ലാൻസിൻ്റെ സെക്രീഷൻസ് ആണെന്ത്? ഹോർമോൺസ്. എൻഡോക്രൈൻ ഗ്ലാൻസിൻ്റെ സെക്രീഷൻസ് ആണ് ഹോർമോൺസ്. ഹോർമോൺസ് ഒക്കെ എവിടെയാണ് കാണുക? ലിംഫിലാണ് കാണുക. ഹോർമോൺസ് ഒക്കെ എവിടെയാണ് കാണുക മക്കളെ? ലിംഫാണ്. സോ ലിംഫ് ഇസ് എ കാരിയർ ഫോർ ഹോർമോൺസ്. ഓക്കെ, സോ നമ്മൾ പറഞ്ഞ പോയിന്റ്സ് ആണ് എഴുതി വെച്ചിട്ടുള്ളത്. ലിംഫ് ആക്ട് ആസ് എ മിഡിൽ മാൻ ബിറ്റ്വീൻ ദ ബ്ലഡ് ആൻഡ് ദ സെൽസ്. ഇറ്റ് ഹെൽപ്സ് ഇൻ എക്സ്ചേഞ്ച് ഓഫ് ന്യൂട്രിയൻസ് ആൻഡ് ഗ്യാസസ് ബിറ്റ്വീൻ ദ ബ്ലഡ് ആൻഡ് ദ സെൽസ്. Lymph is a carrier for hormones. Fats are absorbed through lymph in the lacteals present in the intestinal villi.
ലിംഫോസൈറ്റ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ ദ ഇമ്മ്യൂൺ റെസ്പോൺസസ് ഓഫ് ദ ബോഡി. സാറേ അത് പറഞ്ഞില്ലല്ലോ. എടാ അത് പറയേണ്ട കാര്യമുണ്ടോ? ലിംഫോസൈറ്റ്സ് നമ്മൾ ഓൾറെഡി WBCയിൽ പഠിച്ചതാണ് അല്ലേ? ലിംഫോസൈറ്റ്സ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്ന ഒരാളാണ് നമ്മുടെ ലിംഫോസൈറ്റ്സ് എന്ന് പറയുന്നത്. 2 ടൈപ്പ് ഉണ്ട് നമുക്കറിയാം, ബി ലിംഫോസൈറ്റ്സും ടി ലിംഫോസൈറ്റ്സും അല്ലേ? ബോൺ മാരോയിലുള്ള ആണ് ഏതും, ബോൺ മാരോയിൽ ഉണ്ടാവുന്നതാണ് ഏത് മക്കളെ? നമ്മുടെ ബി ലിംഫോസൈറ്റ്സ് എന്ന് പറയുന്നതും തൈമസ് ഗ്ലാൻഡായിട്ട് അസോസിയേറ്റ് ചെയ്തതാണ് ആര്? മെച്ചുറേഷനൊക്കെ തൈമസ് ഗ്ലാൻഡിൽ നടക്കുന്ന ആൾക്കാരാണ് ആര് മക്കളെ? നമ്മുടെ ടി ലിംഫോസൈറ്റ്സും. ബി ലിംഫോസൈറ്റ്സ് ആന്റിബോഡി ഉണ്ടാക്കാൻ സാധിക്കുമ്പോൾ ടി ലിംഫോസൈറ്റ്സ് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയാണ് നമ്മളെ ടി ലിംഫോസൈറ്റ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യണത്. ബി ലിംഫോസൈറ്റ്സ് ആന്റിബോഡി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, ആന്റിബോഡി മീഡിയേറ്റഡ് അല്ലെങ്കിൽ ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി അല്ലെ? ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റിയിലാണ് ആർക്ക് റോൾ മക്കളെ? ടി ലിംഫോസൈറ്റ്സ്. സാറേ ടി ലിംഫോസൈറ്റ്സ് ആന്റിബോഡീസ് ഉണ്ടാക്കുന്നുണ്ടോ? ടി ലിംഫോസൈറ്റ്സ് ആന്റിബോഡി ഉണ്ടാക്കല്ല, അവർ ബി ലിംഫോസൈറ്റ്സിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആന്റിബോഡി ഫോർമേഷന് വേണ്ടിയിട്ട്. ആ പോയിന്റ് മക്കൾ മറക്കരുതേ. അവർ ബി ലിംഫോസൈറ്റ്സിനെ ഒന്ന് ആന്റിബോഡി ഫോർമേഷന് വേണ്ടി ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആര്? ടി ലിംഫോസൈറ്റ്സ്. ഓക്കെ മക്കളെ. സോ ടി ലിംഫോസൈറ്റ്സ് ഡയറക്റ്റ് ആയിട്ട് മെയിൻ എന്താ ഫംഗ്ഷൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി. ബി ലിംഫോസൈറ്റ്സ് ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റിയാണ്, ആന്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയാണ്. ടി ലിംഫോസൈറ്റ്സ് ബി ലിംഫോസൈറ്റ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ട്? ആന്റിബോഡി ഫോർമേഷന് വേണ്ടിയിട്ട്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. യെസ് മക്കളെ, യെസ് പറയുന്നുണ്ട്, സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി എന്നൊക്കെ പറയുന്നുണ്ട് മക്കള്. യെസ് ഓക്കെ. ഇനി ജസ്റ്റ് ഈ ഒരു ഡയഗ്രത്തിൽ ഇത്രയും ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ജസ്റ്റ് നിങ്ങൾക്ക് ആ ലിംഫോയിഡ് ഓർഗൻസിൻ്റെ പൊസിഷൻ ഒന്ന് മനസ്സിലാൻ വേണ്ടിയിട്ട് മക്കളെ. ജസ്റ്റ് ടോൺസൽസ്, തൈമസ്, സ്പ്ലീന്, ബോൺ മാരോ, നമ്മുടെ സ്റ്റൊമക്കിനോട് അടുത്തൊക്കെയാണ് സ്പ്ലീനൊക്കെ ഉള്ളത്. സോ ജസ്റ്റ് ആ ഒരു ഡയഗ്രം ലിംഫ് വെസൽസ്, ലിംഫ് നോഡ്സും ഒക്കെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ മക്കളെ. നമുക്ക് ഈ കടല വീക്കം ഒക്കെ വരുമല്ലോ, നമുക്ക് എന്തെങ്കിലും മുറിവ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ടീത്തിന് എന്തെങ്കിലും ഡാമേജ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഉള്ളിൽ പസ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ താടിയലിന് താഴെ ഒരു വീക്കം വരും അല്ലേ? സോ നമ്മുടെ ഗ്രോയിൻ റീജിയനിൽ നമ്മുടെ കാലിലൊക്കെ എന്തെങ്കിലും മുറിവൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ വീക്കങ്ങൾ വരും. അതൊക്കെ ഈ ലിംഫ് നോഡ് ബൾജാവുന്നതാണ്. ഓക്കെ, ലിംഫ് നോഡ് വീർക്കാൻ കാരണം അവിടെ ഒരുപാട് ലിംഫോസൈറ്റ്സ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ അതിലേക്കൊന്നും നമുക്ക് പോകണ്ട, നമ്മളിതിലേക്ക് മാത്രം ചുരുങ്ങുകയാണ്. യെസ്, സോ നമ്മൾ നീറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരികയാണ്. സോ മക്കളെ, അടുത്തത് ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റം. മക്കളെ, ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ ഹാർട്ട് വരും. എന്തായാലും ഹാർട്ട് വരുമല്ലോ, ഹാർട്ടല്ലേ ബ്ലഡിനെ പമ്പ് ചെയ്യുന്ന ആളല്ലേ. പിന്നെ അതായിട്ട് അസോസിയേറ്റ് ചെയ്ത ബ്ലഡ് വെസൽസ് വരും അല്ലേ മക്കളെ? സോ ഹാർട്ട്, ബ്ലഡ് വെസൽസ്, ബ്ലഡ്, ഹാർട്ട്, ബ്ലഡ് വെസൽസ്, ബ്ലഡ്, ഈ 3 ആൾക്കാർ ചേർന്നതാണ് നമ്മുടെ എന്ത് മക്കളെ? ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. സോ മക്കളെ, ഹാർട്ടിനെ കുറിച്ചാണ് ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഇത് നമ്മൾ വായിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ജസ്റ്റ് ഹാർട്ടിനെ കുറിച്ച് പൊതുവായിട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കാം കേട്ടോ. യെസ്, സോ മക്കൾ ശ്രദ്ധിച്ചോ, ഞാനിവിടെ ഹാർട്ടിൻ്റെ ഒരു ഡയഗ്രാം വരയ്ക്കുകയാണ്. സോ മക്കളെ, ഇതാണ് നമ്മുടെ ഹാർട്ട് എന്ന് പറയുന്നത് കേട്ടോ. സോ ഇതാണ് നമ്മുടെ ഹാർട്ട്. ഓക്കെ, ഒന്ന് യെസ് മക്കളെ. സോ ഇതാണ് നമ്മുടെ ഹാർട്ട് എന്ന് പറയുന്നത്. മക്കളെ, ഹാർട്ട് മീസോഡെർമലി ഡിറൈവ്ഡ് ഓർഗനാണ്. നമ്മുടെ 3 ജേം ലേയേഴ്സ് എന്നാണ്, നമ്മളൊക്കെ ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസംസ് ആണ് നമുക്കറിയാം. 3 ജേം ലേയേഴ്സ് എന്നാണ് നമ്മളെ ഹാർട്ട് ഉണ്ടാക്കിയുള്ളത്. ഹാർട്ടല്ല, നമ്മളെ ബോഡി ഉണ്ടാക്കിയുള്ളത്. എക്ടോഡേം, എൻഡോഡേം, മീസോഡേം. അതിൽ തന്നെ മീസോഡേമിൽ നിന്നാണ് നമ്മുടെ ഹാർട്ട് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. മീസോഡെർമലി ഡിറൈവ്ഡ് ഓർഗൻ ആണെന്ന് മക്കളെ നമ്മുടെ ഹാർട്ട് എന്ന് പറയുന്നത്. ഹാർട്ടിന് പ്രൊട്ടക്റ്റീവ് കവറിങ് ഉണ്ട്. ഹാർട്ടിന് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒരു കവറിങ് ഉണ്ട്. അത് നമ്മൾ എന്ത് വിളിക്കും? പെരികാർഡിയം. പെരികാർഡിയം ഡബിൾ ലെയേർഡ് ആണ് മക്കളെ. പെരികാർഡിയം ഡബിൾ ലെയേർഡ് ആണ്. ആ പെരികാർഡിയൽ ലേയേഴ്സിന്റെ ഇടയിൽ പെരികാർഡിയൽ ഫ്ലൂയിഡ് ഉണ്ട്. എന്തുണ്ട്? പെരികാർഡിയത്തിന്റെ ഇടയിൽ എന്തുണ്ട്? പെരികാർഡിയൽ ഫ്ലൂയിഡ് ഉണ്ട്. പെരികാർഡിയത്തിന്റെ ഉള്ളിൽ പെരികാർഡിയൽ ഫ്ലൂയിഡ് ഉണ്ട്. പെരികാർഡിയൽ ലേയേഴ്സ് ഡബിൾ ലെയർ ആണ് മക്കളെ. അതിൻ്റെ ഇടയിൽ എന്തുണ്ട്? പെരികാർഡിയൽ ഫ്ലൂയിഡ് ഉണ്ട്. ഇത് മക്കൾ ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി നമ്മൾ ഹാർട്ട് നോക്കുകയാണെങ്കിൽ ഹാർട്ടിന് 4 ചേമ്പർ ഉണ്ട്, 2 ഏട്രിയം ഉണ്ട്. ഇത് നമ്മൾ റൈറ്റ് ഏട്രിയം എന്ന് വിളിക്കാം, ഇതിനെ ലെഫ്റ്റ് ഏട്രിയം എന്ന് വിളിക്കാം, ഇതിനെ ലെഫ്റ്റ് വെൻട്രിക്കിൾ എന്ന് വിളിക്കാം, ഇതിനെ റൈറ്റ് വെൻട്രിക്കിൾ എന്ന് വിളിക്കാം അല്ലേ? സോ മക്കളെ, 2 ഏട്രിയത്തിൻ്റെ ഇടയിലുള്ള ഈ സെപ്റ്റം, ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? ഇന്റർ ഏട്രിയൽ സെപ്റ്റം. 2 ഏട്രിയത്തിൻ്റെ ഇടയിലുള്ള സെപ്റ്റം ഇന്റർ ഏട്രിയൽ സെപ്റ്റം. യെസ്, പെരികാർഡിയൽ ഫ്ലൂയിഡ് എന്നൊക്കെ പറയുന്നുണ്ട്. യെസ്, 2 ഏട്രിയ, 2 വെൻട്രിക്കിൾ, 2 ഏട്രിയത്തിൻ്റെ ഇടയിൽ ഇന്റർ ഏട്രിയൽ സെപ്റ്റം. 2 ഏട്രിയത്തിൻ്റെ ഇടയിൽ മക്കളെ ഇന്റർ ഏട്രിയൽ സെപ്റ്റം. 2 വെൻട്രിക്കിളിൻ്റെ ഇടയിൽ ഇന്റർ വെൻട്രിക്കുലാർ സെപ്റ്റം. 2 വെൻട്രിക്കിളിൻ്റെ ഇടയിൽ ഇന്റർ വെൻട്രിക്കുലാർ സെപ്റ്റം.
interventricular septum. Interventricular septum. Interventricular septum. ഓക്കെ, അപ്പോൾ ഏട്രിയത്തിൻ്റെയും വെൻട്രിക്കിളിൻ്റെയും ഇടയിലുള്ള ഏട്രിയത്തിൻ്റെയും വെൻട്രിക്കിളിൻ്റെയും ഇടയിൽ നമുക്കൊരു ലെയർ ഉണ്ട്, ഒരു സെപ്റ്റം ഉണ്ട്. ഒരു സെപ്റ്റം ഉണ്ട്, ഏട്രിയത്തിൻ്റെയും വെൻട്രിക്കിളിൻ്റെയും ഇടയിൽ ഒരു സെപ്റ്റം ഉണ്ട്. ഇതിനെ നമ്മൾ എന്താ വിളിക്കുക? ഏട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റം. ഏട്രിയത്തിൻ്റെയും വെൻട്രിക്കിളിൻ്റെയും ഇടയിലുള്ള സെപ്റ്റം ഏട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റം. ഏട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റം. ഏട്രിയോ, യെസ്, എക്സാക്ട്ലി, യെസ്, പറയുന്നുണ്ട് മക്കൾ, പറയുന്നുണ്ട്, ഗൗരിയൊക്കെ പറയുന്നുണ്ട്. ഏട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റം, യെസ് 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 പറയുന്നുണ്ട്. യെസ്, ഏട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റം. സോ മക്കളെ, ഏട്രിയത്തിൻ്റെയും വെൻട്രിക്കിളിൻ്റെ ഇടയിൽ ഏട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റം. മക്കളെ, ഇതിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം, നമ്മൾ ലെഫ്റ്റ് സൈഡിലാണ് എന്ത് വാൽവ്? ബൈക്കസ്പിഡ് വാൽവ് ഉള്ളത് മക്കളെ. ആക്ച്വലി ഇത് കസ്പിഡ് എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മൾ ഹാർട്ടിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ മക്കളെ, എൻ്റെ കയ്യിൽ ഞാനിങ്ങനെ ഹാർട്ട് വെച്ചിട്ടുണ്ട്. ഹാർട്ടിൻ്റെ മുകളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും. അതായത് രമണ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ കാണാൻ പറ്റും. ഇവിടെ ഒരു കസ്പ്, ഇവിടെ ഒരു കസ്പ്, ഇവിടെ ഒരു കസ്പ്. ഓക്കെ, സോ ഇതിലെ ഓരോ കസ്പിനെയും എനിക്കിങ്ങനെ തുറന്നു വെക്കാൻ പറ്റും. ഇതിനെങ്ങനെ തുറക്കാം, ഇതിനെ ഇങ്ങനെ തുറക്കാം, ഇതിനെവിടെ ഈ ഒരു കോർണറിൽ പിടിച്ച് ഇതിനെ ഇങ്ങോട്ട് തുറക്കാം. അങ്ങനെ തുറന്നു കഴിയുമ്പോഴാണ് ഇതെല്ലാം ഇങ്ങനെ തുറന്നിരിക്കുന്ന സമയത്താണ് ഈ ആ ഒരു പാർട്ടിൽ കൂടെ ഒരു ഹോൾ നമുക്ക് വിസിബിൾ ആവുക. അതുവഴിയാണ് നമ്മൾ ബ്ലഡ് പോവുക. ഓക്കെ, സോ ഈ പീസ് അല്ലെങ്കിൽ ഫ്ലാപ്പ് ഓഫ് ടിഷ്യൂനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? കസ്പ് എന്ന് പറയാ. ഈ തിൻ ഫ്ലാപ്പ് ഓഫ് ടിഷ്യൂനെയാണ് നമ്മൾ കസ്പ്. ഇതൊരു കസ്പ്. അങ്ങനെ 3 കസ്പുകളുള്ള വാൽവ് ട്രൈകസ്പിഡ് വാൽവ്. അപ്പോൾ സാറേ 2 കസ്പ് ഉള്ളതോ? അതാണ് മക്കളെ, ഇത് 2 കസ്പ്. ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്, രണ്ടിനെയും നമുക്ക് ഇങ്ങനെ തുറന്നു വെക്കാൻ പറ്റും. ഓക്കെ, സോ ഇതിനെ ബൈകസ്പിഡ് വാൽവ് എന്ന് പറയും. ഓക്കെ, സോ മക്കളെ, ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ഹാർട്ടിൽ, അതായത് ഈ പാർട്ടിൽ മക്കളെ, ഇവിടെ എന്തായിരിക്കും? ബൈകസ്പിഡ് വാൽവാണ്. ഇവിടെ മക്കളെ ബൈകസ്പിഡ് വാൽവിൻ്റെ വേറൊരു പേരാണ് മിട്രൽ വാൽവ്. മറക്കരുത് മക്കളെ, ബൈകസ്പിഡ് വാൽവിൻ്റെ വേറൊരു പേരാണ് മിട്രൽ വാൽവ്. എക്സാമിന് മിട്രൽ വാൽവ് എന്നാണ് ചോദ്യം വരിക. ഓക്കെ, സോ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ഹാർട്ടിലാണ് ഏത് വാൽവ് കാണുന്നത് മക്കളെ? മിട്രൽ വാൽവ് അല്ലെങ്കിൽ ബൈകസ്പിഡ് വാൽവ് കാണുന്നത്. റൈറ്റ് സൈഡിലപ്പോൾ ഏതായിരിക്കും? ട്രൈകസ്പിഡ് വാൽവ്. റൈറ്റ് സൈഡിൽ ഏതായിരിക്കും? ട്രൈകസ്പിഡ് വാൽവ്. റൈറ്റ് സൈഡ് ഓഫ് ദ ഹാർട്ടിൽ ഏതാണ്? ട്രൈകസ്പിഡ് വാൽവ്. ട്രൈകസ്പിഡ് വാൽവ്. ഓക്കെ, സോ മക്കളെ, അത് കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ വാൽവുകൾ മക്കളെ, ഈ വെൻട്രിക്കിൾ, ഈ 2 വെൻട്രിക്കിളിലും ഇപ്പം ഞാനിവിടെ ജസ്റ്റ് 1, 2 എന്നിടാം. ഓക്കെ, 1, 2 എന്നിടാം. ഇതിനെ ഞാൻ 1 എന്നിട്ടു, ഇതിനെ 2 എന്നിട്ടു. ഈ 2 വെൻട്രിക്കിളും സിസ്റ്റോളിൻ്റെ സമയത്ത്, കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് തിരിച്ച് ബ്ലഡ് കയറിപ്പോവാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. എന്നാൽ ഇങ്ങനെ കയറിപ്പോവാൻ പാടില്ല, അല്ലേ? ഇങ്ങനെ കയറിപ്പോവാൻ പാടില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യുക? അപ്പോൾ നമ്മൾ ചെയ്യുന്ന പരിപാടിയാണ് ഈ വാൽവുകളെ താഴെ നമ്മളെ വെൻട്രിക്കുലാർ മസ്കുലേച്ചറിൽ ഇങ്ങനെ കുറേ ഇറഗുലാരിറ്റീസ് ഒക്കെ ഉണ്ടാവും മക്കളെ. വെൻട്രിക്കുലാർ മസ്കുലേച്ചറിൽ ഇങ്ങനെ കുറേ ഇറഗുലാരിറ്റീസ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, സോ ഇവിടെ കുറച്ച് ഈ ഇറഗുലാരിറ്റീസിൻ്റെ കൂടെ ചില മസിൽസ് ഇങ്ങനെ കുറച്ച് കൂടുതലായിട്ട് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റും. അങ്ങനെയുള്ള മസിൽസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പാപ്പില്ലറി മസിൽസ്. എന്ത് മസിൽസ്? പാപ്പില്ലറി മസിൽസ്. എന്താണ്? പാപ്പില്ലറി മസിൽസ്. ആ ഇറഗുലാരിറ്റീസിനെ നമ്മൾ കോളംനെ കാർനെ എന്നൊക്കെ വിളിക്കും, പക്ഷേ നിങ്ങൾക്ക് അതൊന്നും ഇപ്പം അങ്ങനെ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ജസ്റ്റ് പാപ്പിലറി മസിൽസ് മക്കൾ ഓർത്ത് വയ്ക്കുക. ഈ പാപ്പിലറി മസിൽസിൻ്റെ അടുത്തൊക്കെ കുറേ ഇറഗുലാരിറ്റീസ് ഉണ്ടാവും, അതിനെയാണ് കോളംനെ കാർനെ എന്ന് വിളിക്കുക. സോ ഈ പാപ്പിലറി മസിൽസിലേക്ക് നമ്മൾ ഈ വാൽവുകളെ കെട്ടിയിടും. പാപ്പിലറി മസിൽസിലേക്ക് ഇവിടെ വാൽവുകൾ ഉണ്ടാകുമ്പോൾ ഈ വാൽവുകളെ നമ്മൾ പാപ്പിലറി മസിൽസിലേക്ക് കെട്ടിയിടും. നമ്മൾ ഈ വാൽവുകളെയൊക്കെ കെട്ടിയിടും. ഓക്കെ, സോ ആ കെട്ടിയിടുന്ന കയറുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോഡേ ടെൻഡിനെ അല്ലെങ്കിൽ കോഡാ ടെൻഡിനെ, എങ്ങനെ വേണമെങ്കിലും പറഞ്ഞു. ഓക്കെ, സോ കോഡാ ടെൻഡിനെ. ഓക്കെ ആണല്ലോ മക്കളെ? ഓക്കെ, സോ കോഡാ ടെൻഡിനെ എന്താന്ന് എക്സാമിന് ചോദിക്കും.
സോ ഈ ഫ്ലാപ്പുകളെ ആ പൊസിഷനിൽ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ്. കാരണം വെൻട്രിക്കുലർ സിസ്റ്റോളിന്റെ സമയത്ത് വെൻട്രിക്കിൾ രണ്ടും കൂടി പിടിച്ച് ഞെക്കുന്ന സമയത്ത്, ഈ വെൻട്രിക്കിൾ രണ്ടും ഞെങ്ങുന്ന സമയത്ത് തിരിച്ച് ബ്ലഡ് കയറി പോവാതിരിക്കാൻ, തിരിച്ച് ഏട്രിയത്തിലേക്ക് ബ്ലഡ് കയറി പോവാതിരിക്കാൻ, വാൽവുകൾ ഒന്ന് ഡിഫ്ലക്റ്റ് ആയി പോവാതിരിക്കാൻ, വാൽവുകൾ ഇരുമ്പോണ്ട് ഉണ്ടാക്കിയ ഒന്നല്ലല്ലോ മക്കളെ. സോ ബാക്കോട്ട് ഒന്ന് ഡിഫ്ലക്റ്റ് ആയി പോവാതിരിക്കാൻ വേണ്ടി വാൽവുകളെ താഴെയുള്ള പാപ്പിലറി മസിൽസ് ആയിട്ട് കണക്ട് ചെയ്ത് വെക്കുന്നു. ആര് മക്കളെ? കോഡേ ടെൻഡിനെ. കോഡേ ടെൻഡിനെ, കോഡേ ടെൻഡിനെ. യെസ് മക്കളെ. സോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ആണ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് നന്നായി ശ്രദ്ധിക്കാം മക്കളെ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇതാ, ഹാർട്ടിൽ നിന്ന് വരുന്ന ബ്ലഡ് വെസൽസ് ഏതൊക്കെയാണ്? ഹാർട്ടിൽ നിന്ന് വരുന്ന ബ്ലഡ് വെസൽസ് ഏതൊക്കെയാണ്? സോ ഒരു ഏട്രിയം ഞാനിവിടെ വരച്ചു, ഒരു വെൻട്രിക്കിൾ ഞാനിവിടെ വരച്ചു, ഒരു ഏട്രിയം ഞാനിവിടെ വരച്ചു, ഒരു വെൻട്രിക്കിൾ ഞാനിവിടെ വരച്ചു. ഓക്കെ. സോ അതിൽ വേറൊരു കാര്യം മക്കൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഏറ്റവും തിക്കായിട്ടുള്ള വോള് ഏത് ചേമ്പറിനാണെന്ന് ചോദിക്കും. ഏറ്റവും തിക്കായിട്ടുള്ള വോൾ ഏത് ചേമ്പറിനാണെന്ന് ചോദിക്കും. ഹാർട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ത് മസിൽ വെച്ചാണ് മക്കളെ? കാർഡിയാക് മസിൽ വെച്ചിട്ടാണ്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം. അതിൽ ഏത് ചേമ്പറിന്റെ വാളിലാണ് തിക്നെസ് കൂടുതൽ ചോദിച്ചാൽ നിങ്ങൾ പറയണം ലെഫ്റ്റ് വെൻട്രിക്കിൾ ആണ് ഏറ്റവും തിക്കറായിട്ടുള്ള പാർട്ട്. ലെഫ്റ്റ് വെൻട്രിക്കിളിനാണ് ഏറ്റവും കൂടുതൽ തിക്നെസ്. ഓക്കെ. സോ എന്തിനാ സാറേ ലെഫ്റ്റ് വെൻട്രിക്കിൾ ഏറ്റവും കൂടുതൽ തിക്നെസ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, എടാ ലെഫ്റ്റ് വെൻട്രിക്കിൾ നിന്നാണ് ലാർജസ്റ്റ് ആർട്ടറി അയോട്ട സ്റ്റാർട്ട് ചെയ്യുക. ലെഫ്റ്റ് വെൻട്രിക്കിൾ നിന്നാണ് എന്ത് സ്റ്റാർട്ട് ചെയ്യുക മക്കളെ? അയോട്ട, ലാർജസ്റ്റ് ആർട്ടറി സ്റ്റാർട്ട് ചെയ്യുക മക്കളെ. സോ ശരിക്ക് ഈ അയോട്ട എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ ചോദിച്ചാൽ ശരിക്കും എങ്ങനെയാണെന്ന് വെച്ചാൽ മക്കളെ, ശരിക്ക് പറഞ്ഞാണ്ടല്ലോ അത് ഇങ്ങനെ പോവും. ഇവിടെ ഒരു അയോട്ടിക് ആർച്ച് എന്ന് പറഞ്ഞ ഒരു ആർച്ചൊക്കെ ഉണ്ടാക്കിയിട്ടാണ് പോവുക. ഇങ്ങനെയാണ് അയോട്ട പോവുക. പക്ഷേ ഇങ്ങനെ അയോട്ട ഞാനിവിടെ വരച്ചു കഴിഞ്ഞാൽ വേറെ ബ്ലഡ് വെസലും കൂടി വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ അടിക്കും. അപ്പോൾ ഞാനിപ്പോൾ എന്ത് ചെയ്യും? ഞാനിപ്പോൾ തൽക്കാലം പഠിക്കാൻ വേണ്ടി, ഓർത്തിരിക്കാൻ വേണ്ടി എൻ്റെ മക്കൾക്ക് ഞാനിങ്ങനെ അയോട്ട ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ച് തരും. ഓക്കെ, ദിസ് ഇസ് അയോട്ട. ഓക്കെ. അപ്പോൾ ലെഫ്റ്റ് വെൻട്രിക്കിൾ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ബ്ലഡ് വെസൽ ഏതാണെന്ന് ചോദിച്ചാൽ മക്കൾ പറയണം അയോട്ടയാണ്. ഓക്കെ ആണല്ലോ. ഇനി റൈറ്റ് വെൻട്രിക്കിൾ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ബ്ലഡ് വെസൽ ഏതാണെന്ന് ചോദിക്കും. അതും ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പൾമണറി ട്രങ്ക് എന്ന് പറഞ്ഞൊരു ട്രങ്ക് ഇങ്ങനെ ഉണ്ടാവും. എന്നിട്ട് ഈ പൾമണറി ട്രങ്ക് മുകളിൽ വെച്ച് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. അതാണ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് പൾമണറി ആർട്ടറി. പൾമണറി ട്രങ്ക് മുകളിലോട്ട് ഇങ്ങനെ പോയിട്ട് പൾമണറി ട്രങ്ക് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് പൾമണറി ആർട്ടറി ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ മക്കളിപ്പോൾ ഇത്ര പഠിച്ചാൽ മതി. പൾമണറി ആർട്ടറി ഇവിടുന്ന് റൈറ്റ് വെൻട്രിക്കിൾ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ പൾമണറി ട്രങ്ക് റൈറ്റ് വെൻട്രിക്കിൾ നിന്ന് സ്റ്റാർട്ട് ചെയ്യും എന്നൊന്ന് പഠിച്ചു വെച്ചാൽ മതി. അപ്പം ഞാൻ തൽക്കാലം പഠിക്കാൻ വേണ്ടി, എൻ്റെ മക്കൾക്ക് പഠിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഇങ്ങനെ വരയ്ക്കുകയാണ്. ഇവിടെ മനസ്സിലാവാൻ വേണ്ടി മാത്രം ഞാൻ ഇങ്ങനെ വരയ്ക്കുകയാണ്. ദിസ് ഈസ് ദ പൾമണറി ട്രങ്ക് ഓർ പൾമണറി ആർട്ടറി. സാറേ പൾമണറി വെയിൻ അല്ലേ? അല്ലാട്ടോ പൾമണറി ആർട്ടറി. പൾമണറി ആർട്ടറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി ഓൺലി ആർട്ടറി വിച്ച് ക്യാരി deoxygenated blood. All arteries carry oxygenated blood except pulmonary artery. ഓക്കെ. സോ നമുക്ക് ഇനി ബാക്കി 2-3 ബ്ലഡ് വെസൽസ് കൂടെ പറഞ്ഞതിന് ശേഷം ഞാൻ സർക്കുലേഷൻ പറഞ്ഞുതരാം മക്കളെ. ഇവിടെ ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് കുറച്ച് ബ്ലഡ് വെസൽസ് വരുന്നുണ്ട്. ലെഫ്റ്റ് വെൻട്രിക്കിൾസിലേക്ക് കുറച്ച്, എത്ര സാറേ ഈ കുറച്ചെന്ന് പറഞ്ഞാൽ എത്ര എണ്ണമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഈ ലൈവ് കാണുന്ന പല പിള്ളേർക്കും അറിയുന്നുണ്ടാവില്ല എത്ര പൾമണറി വെയിൻ ഉണ്ടെന്ന്. 4 പൾമണറി വെയിനാണ് മക്കളെ, 4 പൾമണറി വെയിൻസ് ആണ്. സോ ഈ വരുന്നത് പൾമണറി വെയിൻസ് ആണ് മക്കളെ, പൾമണറി വെയിൻസ് ആണ്. ലെഫ്റ്റ് ഏട്രിയത്തിൽ എത്ര പൾമണറി വെയിൻസ് വന്ന് ഓപ്പൺ ചെയ്യുന്നുണ്ട്? 4 പൾമണറി വെയിൻസ് വന്ന് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഓക്കെ. സാറേ റൈറ്റ് ഏട്രിയത്തിൽ സുപ്പീരിയർ വീനക്കാവ എന്ന് പറഞ്ഞ ഒരു വീനക്കാവ വെയിൻസ് അല്ലേ മക്കളെ? സോ ഞാൻ ബ്ലൂവിൽ വരയ്ക്കാം, ദാറ്റ് ഇസ് ബെറ്റർ. യെസ്. സോ സുപ്പീരിയർ വീനക്കാവ എന്ന് പറഞ്ഞൊരു ബ്ലഡ് വെസൽ ഇവിടെ ഒന്ന് ഓപ്പൺ ചെയ്യുന്നുണ്ട്. സുപ്പീരിയർ വീനക്കാവ. അതേപോലെ താഴന്ന് ഒരു ബ്ലഡ് വെസൽ ഒന്ന് ഓപ്പൺ ചെയ്യുന്നുണ്ട്. സോ സ്വാഭാവികം ദാറ്റ് ഇസ് ഇൻഫീരിയർ വീനക്കാവ. സോ സുപ്പീരിയർ വീനക്കാവയും ഇൻഫീരിയർ വീനക്കാവയും എവിടെ ഒന്ന് ഓപ്പൺ ചെയ്യുന്നുണ്ട്? റൈറ്റ് ഏട്രിയം. പിന്നെ വേറൊരു ബിരുദനെ ഞാൻ പഠിപ്പിച്ചു തരാം.
അവൻ നമ്മുടെ ഹൃദയത്തിൽ ഒരു സ്പെഷ്യൽ പ്ലേസ് വേണം. അവൻ്റെ പേരാണ് കൊറോണറി സൈനസ്. അവൻ്റെ പേരാണ് കൊറോണറി സൈനസ്. ഞാനിപ്പോൾ തൽക്കാലം ഇങ്ങനെയാണ് വരച്ചു വയ്ക്കുന്നത്. അതെന്താണെന്നൊക്കെ മക്കൾക്ക് ഞാൻ പറഞ്ഞുതരാം. കൊറോണറി സൈനസ് കേട്ടോ, കൊറോണറി സൈനസ്, കൊറോണറി സൈനസ്. ഓക്കെ, മക്കൾക്ക് ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലേ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. കൊറോണറി സൈനസ് എന്നാണ് നമ്മൾ തന്നെ വിളിക്കുക. കൊറോണറി സൈനസ് എന്താണ് അതെന്നൊക്കെ മക്കൾക്ക് ഞാൻ പറഞ്ഞു തരും. ഓക്കെ, സോ മക്കളെ, നമ്മുടെ ഹാർട്ടിൽ എങ്ങനെയാണ് ഈ സർക്കുലേഷൻ നടക്കുന്നത് എന്നൊന്ന് നമുക്ക് നോക്കാം. നമുക്ക് അയോട്ട വെച്ച് സ്റ്റാർട്ട് ചെയ്യാം മക്കളെ. ഓക്കെ, ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ഹാർട്ട് ക്യാരീസ് ഓക്സിജനേറ്റഡ് ബ്ലഡ്. മക്കൾ മറക്കരുത്, ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ഹാർട്ട് ക്യാരീസ് ഓക്സിജനേറ്റഡ് ബ്ലഡ്. ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ഹാർട്ട് ക്യാരീസ് ഓക്സിജനേറ്റഡ് ബ്ലഡ്. മറക്കരുത്, ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ഹാർട്ട് ക്യാരീസ് ഓക്സിജനേറ്റഡ് ബ്ലഡ്. ഓക്കെ, സോ ഓക്സിജൻ കണ്ടെയ്നിങ് ബ്ലഡ് ആണ്. അതിനാണ് നമ്മൾ പ്യുവർ ബ്ലഡ് എന്നൊക്കെ ഒരു ഓമന പേരൊക്കെ വിളിക്കുന്നത്. സംഭവം പ്യുവർ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഓക്സിജൻ ഉള്ളതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അല്ലാതെ ഇമ്പ്യൂരിറ്റീസ് അങ്ങനെയൊന്നുമല്ല മക്കളെ. ഇപ്പോൾ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടോയെന്ന് വെച്ചാൽ ബ്ലഡിലുള്ള ഇമ്പ്യൂരിറ്റീസ് ഒക്കെ അതിലുണ്ട്. ഓക്കെ, നമ്മൾ വേസ്റ്റ് പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ പ്യുവർ ബ്ലഡ് എന്ന് വിളിക്കുന്നത്, വി ആർ മീനിങ് ദാറ്റ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ലോട്ട്സ് ഓഫ് ഓക്സിജൻ. ഒരുപാട് ഓക്സിജൻ ഉണ്ട് മക്കളെ. ഓക്കെ, സോ ഒരുപാട് ഓക്സിജൻ ഉള്ള പ്യുവർ ബ്ലഡ് ആണ് അയോട്ട വഴി പോകുന്നത്. അയോട്ട ഇനി എന്ത് ചെയ്യും? അയോട്ട കുറേ ആർട്ടറികളായിട്ട് ഡിവൈഡ് ചെയ്യും. ചെറിയ ചെറിയ ആർട്ടറികളായിട്ട് അയോട്ട ഡിവൈഡ് ചെയ്യും. ചെറിയ ചെറിയ ആർട്ടറികളായിട്ട് അയോട്ട ഡിവൈഡ് ചെയ്യും. സോ അയോട്ട എന്തായിട്ട് ഡിവൈഡ് ചെയ്യും? ആർട്ടറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ലാർജസ്റ്റ് ആർട്ടറിയാണ് അയോട്ട. പിന്നെ അയോട്ട ചെറിയ ചെറിയ ആർട്ടറികളായിട്ട് ഡിവൈഡ് ചെയ്യും. ഈ ആർട്ടറികൾ ചെറിയ ചെറിയ ആർട്ടീരിയോളുകളായിട്ട് ഡിവൈഡ് ചെയ്യും. ഈ ആർട്ടറികൾ ചെറിയ ചെറിയ ആർട്ടീരിയോളുകളായിട്ട് ഡിവൈഡ് ചെയ്യും. ആർട്ടീരിയോൾ സ്മോളസ്റ്റ് മക്കളെ, ചെറിയ ചെറിയ ആർട്ടറികളാണ്, ചെറിയ ചെറിയ ആർട്ടറികളാണ് ആർട്ടീരിയോൾസ്. ആർട്ടീരിയോൾസ് പിന്നെ എന്തായിട്ട് മാറും? കാപ്പിലറീസ് ആയിട്ട് മാറും. ആർട്ടീരിയോസ് പിന്നെ എന്തായിട്ട് മാറും? കാപ്പിലറീസ് ആയിട്ട് മാറും മക്കളെ. ഇതിനെ ഞാൻ കാപ്പിലറീസ് എന്ന് വിളിക്കുന്നു. ആർട്ടീരിയോസ് എന്തായിട്ട് മാറും? കാപ്പിലറീസ് ആയിട്ട് മാറും. കാപ്പിലറീസ് ജോയിൻ ചെയ്തിട്ട് എന്താ ഫോം ചെയ്യുക? വെന്യൂൾസ് മക്കളെ. വെന്യൂൾസ്, ചെറിയ ചെറിയ വെയിനുകളെ, കുഞ്ഞു കുഞ്ഞു വെയിനുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് വെന്യൂൾസ്. സോ ചെറിയ ചെറിയ വെയിനുകൾ ജോയിൻ ചെയ്യുകയാണ് ഇവിടെ മക്കളെ. ചെറിയ ചെറിയ വെയിനുകൾ ഇവിടെ ജോയിൻ ചെയ്യുകയാണ്. വെന്യൂൾസ് ജോയിൻ ചെയ്ത് മക്കളെ, വെന്യൂസ് ജോയിൻ ചെയ്ത് വെയിൻസ് ഉണ്ടാവും. വെന്യൂൾസ് ജോയിൻ ചെയ്ത വെയിൻസ് ഉണ്ടാവും. വെന്യൂസ് ജോയിൻ ചെയ്ത വെയിൻസ് ഉണ്ടാവും. വലിയ വലിയ വെയിനുകൾ, ഓരോ ഭാഗത്തു നിന്നും വരുന്ന വെയിനുകൾ ജോയിൻ ചെയ്തിട്ട് പല പല വെയിനുകൾ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ വരുന്ന വെയിനുകൾ ജോയിൻ ചെയ്തിട്ട് മക്കളെ, അവിടെ നിന്ന് ഇവിടുന്നൊക്കെ വരുന്ന വെയിനുകൾ ജോയിൻ ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യുന്നു? വീനക്കാവ. ഇൻഫീരിയർ വീനക്കാവയും സുപ്പീരിയർ വീനക്കാവയും ഹാർട്ടിന്റെ മോളിൽ നിന്നുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഡിയോക്സിനേറ്റഡ് ബ്ലഡ് കൊണ്ടുവരുന്നു. എന്ത് മക്കളെ? സുപ്പീരിയർ വീനക്കാവ. ഹാർട്ടിന്റെ ലെവലിൽ നിന്ന് താഴെയുള്ള ഓർഗൻസിൽ നിന്നുള്ള ബ്ലഡ് കൊണ്ടുവരുന്നു. ഇൻഫീരിയർ വീനക്കാവ. സോ സുപ്പീരിയർ വീനക്കാവയും ഇൻഫീരിയർ വീനക്കാവയുണ്ട്. സുപ്പീരിയർ വീനക്കാവയും ഇൻഫീരിയർ വീനക്കാവയുണ്ട്. ഡിയോക്സിനേറ്റഡ് ബ്ലഡ് തിരികെ ഹാർട്ടിലേക്ക് കൊണ്ടുവരാൻ. ഓക്കെ മക്കളെ, സോ ഒന്നുകൂടി പറഞ്ഞുതരാം. നമ്മുടെ ഓക്സിനേറ്റഡ് ബ്ലഡ് അത് ലെഫ്റ്റ് വെൻട്രിക്കിൾ. നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതി പോകാം അല്ലേ മക്കളെ? സോ മക്കളെ ശ്രദ്ധിക്കുക. ഇതാ നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിൾ. ആദ്യം എന്താണ്? ലെഫ്റ്റ് വെൻട്രിക്കിൾ. നമ്മൾ എഴുതിയതാണ് നമ്മളിപ്പോൾ കണ്ട കാര്യങ്ങളാണ് എഴുതുന്നത്. ലെഫ്റ്റ് വെൻട്രിക്കിൾ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ എങ്ങോട്ടാ ബ്ലഡ് പോയത്? ലെഫ്റ്റ് വെൻട്രിക്കിൾ നിന്ന് അയോട്ട. ഓക്സിജനേറ്റഡ് ആണേ ബ്ലഡ്, ഓക്സിജനേറ്റഡ് ആണേ അയോട്ട. ഇനി അയോട്ട കഴിഞ്ഞാൽ എങ്ങോട്ടാ പോവുക? അയോട്ടയിൽ നിന്ന് ആർട്ടറീസ് മക്കളെ, ആർട്ടറീസ്. സോ ആർട്ടറീസ് പിന്നെ എങ്ങോട്ടാ ബ്ലഡ് പോവുക? എങ്ങോട്ടാ പോവുക? ആർട്ടീരിയോൾസ് എങ്ങോട്ടാ ബ്ലഡ് പോവുക? ആർട്ടീരിയോസ് കാപ്പിലറീസ്. എങ്ങോട്ടാ ബ്ലഡ് പോവുക? കാപ്പിലറീസ് കഴിഞ്ഞാൽ പിന്നെ ഡിയോക്സിനേറ്റഡ് ബ്ലഡ് ആണ്. കാപ്പിലറീസ് എന്നാണ്. യെസ് കാപ്പിലറീസ് എന്താണ് നീ ചോദിച്ചത്? കാപ്പിലറീസ് ഡിവൈഡ് ചെയ്തിട്ട് ടിഷ്യൂ ആവുമോ? എടാ, കാപ്പിലറീസ് ഡിവൈഡ് ചെയ്തിട്ട് ടിഷ്യൂ ആവുമല്ല. ടിഷ്യൂവിൻ്റെ അടുത്ത് കൂടെ ബ്ലഡ് വെസൽസ് പോകുന്ന സമയത്ത് ആർട്ടീരിയോൾസ് നിന്നും ചെറിയ ആർട്ടീരിയോളിനെക്കാളും ചെറിയ സാധനങ്ങളാണ് കാപ്പിലറീസ് എന്ന് പറയുന്നത്.
ആർട്ടീരിയോസിന് ചെറിയ ചെറിയ ഡിവിഷൻസ് ഉണ്ടായിട്ട് എന്തായി മാറും? കാപ്പിലറീസ് എന്ന് പറഞ്ഞ കാപ്പിലറീസിന് ഒരു സിംഗിൾ ലെയർ ഉള്ളൂ, അതിന് എൻഡോത്തീരിയൽ ലൈനിങ് മാത്രമേ ഉള്ളൂ. ആ കാപ്പിലറീസ് ആണ് ടിഷ്യൂസിന് വേണ്ട ഓക്സിജനും അതുപോലെ ന്യൂട്രിയൻസ് ഒക്കെ കാപ്പിലറീസ് ആണ് കൊടുക്കുക. ആ കാപ്പിലറീസ് ആണ് ടിഷ്യൂസ് എന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ചു മേടിക്കുക. ഞാൻ പറഞ്ഞുതരാം മക്കളെ, ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് മക്കളെ ഇത് കാപ്പിലറീസ്, ഇതൊരു ആർട്ടറി ആണെങ്കിൽ ആർട്ടറി ഡിവൈഡ് ചെയ്ത് ആർട്ടീരിയോളുകൾക്ക് പിന്നെയും ഡിവൈഡ് ചെയ്തത് വളരെ ചെറിയ ബ്ലഡ് വെസലുകളാവുന്നു. ദാറ്റ് ഇസ് കാപ്പിലറീസ് കഴിഞ്ഞ് പിന്നെന്താ കാപ്പിലറീസ്, കുറേ കാപ്പിലറികൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ജോയിൻ ചെയ്തിട്ട് മക്കളെ, കുഞ്ഞു കാപ്പിലറീസ് ജോയിൻ ചെയ്തിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത് മക്കളെ? എങ്ങോട്ടാണ് പിന്നെ ബ്ലഡിനെ കൊണ്ടുവരുന്നത്? വെന്യൂൾസ്. അപ്പോൾ കാപ്പിലറി എന്ന് പറയുന്നത് സൈറ്റ് ഓഫ് ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്ചേഞ്ചും കാര്യങ്ങളൊക്കെ കാപ്പിലറീസ് വെച്ചിട്ടാണ് മക്കളെ. സോ ടിഷ്യൂസിന് ഓക്സിജൻ കൊടുക്കുന്നതും ടിഷ്യൂസിന് കാർബൺ ഡൈ ഓക്സൈഡ് മേടിക്കുന്നതും ഒക്കെ ആരാണ്? കാപ്പിലറീസ് ആണ്. ഓക്കെ, മക്കളെ. യെസ്, അത് തന്നെയാണ് മക്കളെ, ഇത് ശരിയാണ്, ഇപ്പൊ പറഞ്ഞത് ശരിയാണ് കേട്ടോ. കാപ്പിലറീസ് ടിഷ്യൂസിന്റെ അടുത്ത് കൂടെ എന്ത് പോകും മക്കളെ? കാപ്പിലറീസ് അല്ലേ? കാപ്പിലറീസിന് വേണ്ട സാധനങ്ങളൊക്കെ ടിഷ്യൂലേക്ക് പോകും, അല്ലാതെ ബ്ലഡ് കംപ്ലീറ്റ് ടിഷ്യൂലേക്ക് പോകില്ല കേട്ടോ. ആ മീനിങ്ങിൽ എടുക്കല്ലേ കേട്ടോ. നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, ടിഷ്യൂലേക്ക് നമ്മുടെ വാട്ടർ സോലബിൾ സബ്സ്റ്റൻസ് ഒക്കെയാണ് പോവുക, അല്ലാതെ കാപ്പിലറീസിന് ബ്ലഡ് ടിഷ്യൂലേക്ക് പോകും, അങ്ങനെ പഠിക്കരുത്. ഓക്കെ, കാപ്പിലറീസിന് പിന്നെ നേരെ എങ്ങോട്ടാ പോവുക? വെന്യൂൾ, ബ്ലഡ് വെസൽസിന്റെ കണക്ഷൻ ആണത് മക്കളെ. കാപ്പിലറീസ് കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ടാ പോവുക? വെന്യൂളിലേക്കാണ് പോവുക. ഓക്കെ, എന്നിട്ട് നമ്മുടെ ടിഷ്യൂസിന് ഇവിടെ എക്സ്ചേഞ്ച് മാത്രമാണ് നടക്കുക മക്കളെ. ഇവിടെ കാപ്പിലറീസ് ഉണ്ടെങ്കിൽ ചുറ്റും ടിഷ്യൂസും ഉണ്ടെങ്കിൽ, ഇവിടെ ശ്രദ്ധിക്കുക മക്കളെ, ടിഷ്യൂസ് ഇവിടെ ചുറ്റും ഉണ്ടെങ്കിൽ ഇവിടെ ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ എക്സ്ചേഞ്ച് നടക്കും മക്കളെ. അതിനുശേഷം തിരിച്ച് കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിച്ചതിന് ശേഷം കാപ്പിലറീസ് വെന്യൂസിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്, ബ്ലഡ് വെന്യൂസിലേക്കാണ് പോകുന്നത്. എന്നിട്ട് വെന്യൂസ് നിന്നാണ് വെയിനിലേക്ക് പോകുന്നത്, വെയിനിൽ നിന്നാണ് വീനക്കാവയിലേക്ക് പോകുന്നത്, വീനക്കാവയിൽ നിന്നാണ് വീണ്ടും ഹാർട്ടിലേക്ക് എത്തുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ മക്കൾക്ക് ചോദിക്കാം കേട്ടോ. ഓക്കെ, ബ്ലഡ് വെസൽ കൂടെ പോവുള്ളൂ കേട്ടോ, ടിഷ്യൂസിലേക്ക് എക്സ്ചേഞ്ച് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, സോ കാപ്പിലറീസിൽ നിന്ന് ബ്ലഡ് എങ്ങോട്ടാണ് പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെന്യൂളിലേക്കാണ് പോകുന്നത്. ഓക്കെ, കാപ്പിലറീസിലാണ് എവിടെ വെച്ചിട്ടാണ് ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്ചേഞ്ച് നടക്കുന്നതെന്ന് ചോദിച്ചാൽ കാപ്പിലറീസും ടിഷ്യൂസും തമ്മിലാണ് ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്ചേഞ്ചും ന്യൂട്രിയൻസിൻ്റെ എക്സ്ചേഞ്ചും അതുപോലെ വേസ്റ്റ് പ്രൊഡക്ട്സിൻ്റെ എക്സ്ചേഞ്ചും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഓക്കെ എന്ന് വിചാരിക്കുന്നു. യെസ് മക്കളെ, സോ ശ്രദ്ധിക്കുക. അപ്പോൾ ആർട്ടറീസ് കഴിഞ്ഞാൽ ആർട്ടറീസിൻ്റെ ചെറിയ ബ്രാഞ്ചാണ് ആർട്ടീരിയോസ്, കാപ്പിലറീസ് കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ടാണ്? പിന്നെ ഇനി ഇംപ്യൂർ ബ്ലഡ് ആയ അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടന്റ് കൂടുതലുള്ള ബ്ലഡ് ആയതുകൊണ്ട് ഞാൻ വെന്യൂൾസ് എന്ന് കൊടുക്കുന്നു. വെന്യൂസ് ജോയിൻ ചെയ്ത് എന്തായി മാറും മക്കളെ? വെയിൻസ് ആയി മാറും. വെയിൻസ് ജോയിൻ ചെയ്ത് വീനക്കാവയായി മാറും. വീനക്കാവ എങ്ങോട്ട് ഓപ്പൺ ചെയ്യും മക്കളെ? വീനക്കാവ റൈറ്റ് ഏട്രിയത്തിലേക്ക് ഓപ്പൺ ചെയ്യും. ഇതാണ് മക്കളെ സിസ്റ്റമിക് സർക്കുലേഷൻ. ഇതാണ് മക്കളെ സിസ്റ്റമിക് സർക്കുലേഷൻ എന്ന് പറയുന്നത്. ഈ സർക്കുലേഷനെ നമ്മൾ ഗ്രേറ്റർ സർക്കുലേഷൻ എന്ന് നമ്മൾ വിളിക്കും. സിസ്റ്റമിക് സർക്കുലേഷൻ നമ്മൾ എന്താ വിളിക്കുക? ഗ്രേറ്റർ സർക്കുലേഷൻ. വലിയ സർക്കുലേഷൻ ആണ്. കാരണം നമ്മുടെ ബോഡിയുടെ എല്ലാ പാർട്സിലേക്കും ബ്ലഡ് കൊടുക്കുന്ന സർക്കുലേഷൻ ആണ് ഇത് നമ്മുടെ സിസ്റ്റമിക് സർക്കുലേഷൻ അല്ലെങ്കിൽ ഗ്രേറ്റർ സർക്കുലേഷൻ. ദിസ് ഇസ് കോൾഡ് സിസ്റ്റമിക് സർക്കുലേഷൻ അല്ലെങ്കിൽ ഗ്രേറ്റർ സർക്കുലേഷൻ. സിസ്റ്റമിക് സർക്കുലേഷൻ അല്ലെങ്കിൽ ഗ്രേറ്റർ സർക്കുലേഷൻ. സിസ്റ്റമിക് സർക്കുലേഷൻ അല്ലെങ്കിൽ ഗ്രേറ്റർ സർക്കുലേഷൻ എന്ന് വിളിക്കാം. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഇതാണ് നമ്മുടെ ഹാർട്ടിൻ്റെ ലെഫ്റ്റ് വെൻട്രിക്കിൾ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നടന്ന ഈ ഒരു പരിപാടി എന്ന് പറയുന്നത്, നമ്മുടെ യാത്ര എന്ന് പറയുന്നത്. ലെഫ്റ്റ് വെൻട്രിക്കിൾ നമ്മുടെ യാത്ര തുടങ്ങി, നമ്മുടെ എല്ലാ ബോഡി പാർട്സിലേക്കും പോയി, ആർട്ടറികളൊക്കെ കറങ്ങി, വെയിൻസ് ഒക്കെ കറങ്ങി, തിരിച്ച് റൈറ്റ് ഏട്രിയത്തിൽ ഡിയോക്സിജനേറ്റഡ് ബ്ലഡുമായി നമ്മൾ എത്തുന്നു. ഇതിനെയാണ് നമ്മൾ സിസ്റ്റമിക് സർക്കുലേഷൻ അല്ലെങ്കിൽ സിസ്റ്റമിക് സർക്കുലേഷൻ, ഗ്രേറ്റർ സർക്കുലേഷൻ എന്ന് പറയുന്നത്. മക്കളെ, ഈ സിസ്റ്റമിക് സർക്കുലേഷനിലേക്ക് ഉള്ള ബ്ലഡിനെ കൊണ്ടുപോകുന്ന ആ ഒരു സൈഡ് ഓഫ് ദ ഹാർട്ടിനെ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ഹാർട്ടിനെ നമ്മൾ സിസ്റ്റമിക് ഹാർട്ട് എന്നും വിളിക്കും. ഓക്കെ, സിസ്റ്റമിക് ഹാർട്ട് എന്നും നമ്മൾ വിളിക്കും ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ഹാർട്ടിനെ. സിസ്റ്റമിക് സർക്കുലേഷൻ അവിടെ നിന്നാണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ദാറ്റ്സ് വൈ. ഓക്കെ, അടുത്തത് മക്കളെ, ഈ നമ്മൾ റൈറ്റ് സൈഡ് ഓഫ് ദ ഹാർട്ടിലേക്ക് നോക്കുകയാണ്. റൈറ്റ് സൈഡ് ഓഫ് ദ ഹാർട്ടിൽ റൈറ്റ് വെൻട്രിക്കിൾ നിന്നാണ് പൾമണറി ആർട്ടറി. റൈറ്റ് വെൻട്രിക്കിൾ നിന്നാണ് പൾമണറി ആർട്ടറി സ്റ്റാർട്ട് ചെയ്യുന്നത് മക്കളെ. പൾമണറി ആർട്ടറി മാറിപ്പോരുത്, പൾമണറി വെയിനായി പോരുത് മക്കൾക്ക്. പൾമണറി ആർട്ടറി നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം മക്കളെ. യെസ്,
യെസ്, നമുക്ക് നമ്മുടെ ഹാർട്ടിൻ്റെ റൈറ്റ് വെൻട്രിക്കിൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം മക്കളെ. റൈറ്റ് വെൻട്രിക്കിൾ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റൈറ്റ് വെൻട്രിക്കിൾ നിന്ന് ബ്ലഡ് എങ്ങോട്ട് പോകും? പൾമണറി ആർട്ടറി. ശരിക്കും പൾമണറി ട്രങ്ക് ആണ്. നിങ്ങൾക്ക് ഓപ്ഷൻസിൽ പൾമണറി ട്രങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പേടിക്കണ്ട. പൾമണറി ട്രങ്ക് ഡിവൈഡ് ചെയ്തിട്ടാണ് പൾമണറി റൈറ്റ് ആൻഡ് ലെഫ്റ്റ് പൾമണറി ആർട്ടറി ആയി മാറുന്നത്. നമുക്ക് രണ്ട് ലങ്സ് ഇല്ലേ മക്കളെ? രണ്ട് ലങ്സ് ഇല്ലേ? സോ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് പൾമണറി ആർട്ടറി ആയി മാറുന്നത് ആക്ച്വലി പൾമണറി ട്രങ്ക് ആണ്. പക്ഷേ ആസ് പെർ NCERT നമുക്ക് ഇങ്ങനെ പഠിക്കാം. ഇപ്പോൾ പൾമണറി ആർട്ടറി നേരെ ബ്ലഡ് എങ്ങോട്ടാണ് കൊണ്ടുപോവുക? ഡിയോക്സിനേറ്റഡ് ബ്ലഡ് ആണേ, ലങ്സിലേക്കാണ് പൾമണറി ആർട്ടറി ബ്ലഡ് കൊണ്ടുപോവുക. ലങ്സിൽ നിന്ന് ഓക്സിജൻ കുറേ കിട്ടി. ലങ്സിൽ നിന്ന് എന്ത് കിട്ടും? ഓക്സിജൻ കിട്ടും അല്ലേ? ഇനി പൾമണറി വെയിൻ, 4 പൾമണറി വെയിൻ വഴി എവിടെ എത്തും? ലെഫ്റ്റ് ഏട്രിയം. മക്കളെ ലെഫ്റ്റ് ഏട്രിയത്തിലെത്തി. ഓക്കെ, നമ്മൾ ലെഫ്റ്റ് ഏട്രിയത്തിലെത്തി. ഇതിനെയാണ് നമ്മൾ പൾമണറി സർക്കുലേഷൻ എന്ന് വിളിക്കുക. പൾമണറി സർക്കുലേഷൻ എന്ന് വിളിക്കുക. അല്ലെങ്കിൽ ലെസ്സർ സർക്കുലേഷൻ എന്ന് വിളിക്കുക. മറ്റേത് ഗ്രേറ്റർ അല്ലായിരുന്നോ? സോ ദിസ് ഇസ് ലെസ്സർ സർക്കുലേഷൻ. പൾമണറി സർക്കുലേഷൻ അല്ലെങ്കിൽ ലെസ്സർ സർക്കുലേഷൻ എന്ന് വിളിക്കാം. ഈ ഫ്ലോ ചാർട്ട് മക്കൾക്ക് മാറിപ്പോകരുത്. റൈറ്റ് വെൻട്രിക്കിൾ, പൾമണറി ആർട്ടറി, ലങ്സ്, പൾമണറി വെയിന്, ലെഫ്റ്റ് ഏട്രിയം. പൾമണറി വെയിൻ ഇങ്ങോട്ട് മാറ്റി എഴുതാം അല്ലേ മക്കളെ? നമ്മൾ ബാക്കിയെല്ലാം അങ്ങനെയല്ല എഴുതിയത്. സോ പൾമണറി വെയിൻ ഞാൻ ഇങ്ങോട്ട് മാറ്റി എഴുതുകയാണ്. പൾമണറി വെയിൻ നേരെ ഇങ്ങോട്ട് കൊണ്ടുവരും. ലെഫ്റ്റ് ഏട്രിയം മുടുക്കനായി. ലെഫ്റ്റ് ഏട്രിയത്തിൽ നല്ല ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ്. ലങ്സിൽ നിന്ന് ഓക്സിജൻ ഒക്കെ കിട്ടി നല്ല മുടുക്കനായിട്ടുള്ള ബ്ലഡ് ആണ് നമ്മുടെ ലെഫ്റ്റ് ഏട്രിയത്തിലെത്തുന്നത്. ലെഫ്റ്റ് ഏട്രിയത്തിലെത്തി കഴിഞ്ഞാൽ ഇനി ആ ബ്ലഡ് നേരെ ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് വരും. അവിടെ നേരെ അയോട്ട, ബാക്കി ആർട്ടറീസ്, ആർട്ടീരിയോസ്, പിന്നെ നേരെ ആർട്ടീരിയോസ് കഴിഞ്ഞാൽ കാപ്പിലറീസിൽ വെച്ച് നമുക്ക് ടിഷ്യൂസിനോട് വേണ്ട ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ കൊടുക്കും. വേറെ മെറ്റീരിയൽസ് ഒക്കെ എക്സ്ചേഞ്ച് ഒക്കെ നടക്കും. അതിനുശേഷം ഈ ബ്ലഡ് നേരെ ഇനി എങ്ങോട്ട് പോകും മക്കളെ? ഡിയോക്സിനേറ്റഡ് ബ്ലഡ് നേരെ എങ്ങോട്ട് പോകും മക്കളെ? നമ്മുടെ വെന്യൂൾസിലേക്ക് പോവും. വെന്യൂസ് ജോയിൻ ചെയ്ത് വെയിൻസ് അല്ലേ മക്കളെ? വെയിൻസ് ആണ് ഫോം ചെയ്യുന്നത്. വെയിൻസ് ജോയിൻ ചെയ്തിട്ട് വീനക്കാവ ഫൈനലി എങ്ങോട്ടാണ് വരുന്നത് മക്കളെ? റൈറ്റ് ഏട്രിയം. അതായിരുന്നു സിസ്റ്റമിക് സർക്കുലേഷൻ അല്ലേ മക്കളെ? അത് സിസ്റ്റമിക് സർക്കുലേഷൻ ആയിരുന്നു അല്ലേ? സോ ഇവിടെ നമ്മൾ പൾമണറി സർക്കുലേഷൻ. സോ സിസ്റ്റമിക്കും ഉണ്ട്, പൾമണറി ഉണ്ട്, രണ്ട് സർക്കുലേഷനുള്ളതുകൊണ്ട് നമ്മുടെ സർക്കുലേഷനെ ഡബിൾ സർക്കുലേഷൻ എന്ന് വിളിക്കുന്നു. ഓക്കെ, സോ മക്കൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഒന്ന് വായിച്ചു നോക്കാം. ഹാർട്ട് ഈസ് മീസോഡെർമലി ഡിറൈവ്ഡ് ഓർഗൻ. ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദി തൊറാസിക്. ഹാർട്ടിൻ്റെ ലൊക്കേഷൻ മക്കളെ, ഹാർട്ടിൻ്റെ ലൊക്കേഷൻ ഏകദേശം ഇവിടെയായിട്ട് വരും. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഡയഫ്രത്തിൻ്റെ മുകൾ ഭാഗം തൊറാസിക് കാവിറ്റി, ഡയഫ്രത്തിൻ്റെ താഴത്തിൻ്റെ ഓക്കേടാ. യെസ് ബ്രോ, യെസ്. സോ എല്ലാവരും ലൈവിൽ സ്റ്റേ അടിച്ചിരിക്കുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക, ഉഷാറായിട്ട് പഠിക്കാം. ഓക്കെ മക്കളെ, സോ നമ്മുടെ ഹാർട്ടിൻ്റെ പൊസിഷനാണ് ഞാൻ പറയുന്നത്. സോ നമ്മുടെ ഡയഫ്രത്തിൻ്റെ മുകളിലോട്ടുള്ള ഭാഗത്തിനെ നമ്മൾ തൊറാസിക് കാവിറ്റി എന്ന് വിളിക്കുന്നു. ഡയഫ്രത്തിൻ്റെ താഴെയാണ് നമ്മുടെ അബ്ഡോമിനൽ കാവിറ്റി അല്ലെങ്കിൽ അബ്ഡോമൻ വരുന്നത്. സോ തൊറാസിക് കാവിറ്റിയിലാണ് നമ്മൾ ഹാർട്ട് വെച്ചുള്ളത്. തൊറാസിക് ക്യാവിറ്റിൽ എവിടെയാണ് സാറേ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും മീഡിയാസ്റ്റിനത്തിൽ. എവിടെയായി മീഡിയാസ്റ്റിനം എന്ന് ചോദിച്ചാൽ ഞാൻ പറയും 2 ലങ്സിൻ്റെ ഇടയിലുള്ള സ്പേസ് ആണ് മീഡിയാസ്റ്റിനം. ആ ലങ്സിൻ്റെ ഇടയിലുള്ള സ്പേസിൽ റൈറ്റ് സൈഡ് ആണോ ലെഫ്റ്റ് സൈഡ് ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ലെഫ്റ്റിലോട്ട് ഒന്ന് ടിൽറ്റ് ചെയ്തിട്ടാ. ഓക്കെ, സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാനിവിടെ പ്രത്യേകിച്ച് പേരൊന്നും ഞാൻ എടുക്കുന്നില്ല. ഇത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം മക്കളെ. നമ്മുടെ ഇത് റൈറ്റ് ലങ്ങും അതുപോലെ ഇത് ലെഫ്റ്റ് ലങ്ങും ആണെങ്കിൽ ഈ ലെഫ്റ്റ് ലങ്ങിൽ ഇവിടെ കാർഡിയാക് നോച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു പാർട്ട് ഉണ്ടാവും. ലെഫ്റ്റ് ലങ്ങിൽ ഇവിടെ ശ്രദ്ധിച്ചോളൂ. യെസ്, കാർഡിയാക് നോച്ച് എന്ന് പറഞ്ഞ ഒരു നോച്ച് ഉണ്ടാവും മക്കളെ. സോ ഈ കാർഡിയാക് നോച്ചിലാണ് ഹാർട്ട് ഇരിക്കുക. അപ്പോൾ നിങ്ങളോട് ചോദിക്കും ഏത് ലങ്സിനോട് ചേർന്നിട്ടാണ് ഹാർട്ട് ഉള്ളത്? ലെഫ്റ്റ് ലങ്ങിനോട് ചേർന്നിട്ടാണ്. ലെഫ്റ്റ് ലങ്ങിൽ ഈ ലങ്ങിൻ്റെ ഇടയിലുള്ള സ്പേസിന് ഇതിനെയാണ് നമ്മൾ മെഡിയാസ്റ്റിനം എന്ന് പറയുക. ഈ ഒരു
ലെഫ്റ്റ് ലങ്ങിലുള്ള ഈ ഒരു നോച്ചിനെയാണ് നമ്മൾ കാർഡിയാക് നോച്ച് എന്ന് പറയുക. സോ ലെഫ്റ്റ് ലങ്ങിൽ കാർഡിയാക് നോച്ചിലാണ്, ലെഫ്റ്റ് ലങ്ങിനോട് ചേർന്ന കാർഡിയാക് നോച്ചിലാണ് എന്ത് കാണുക? ഹാർട്ട് കാണുക. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. സോ തൊറാസിക് കാവിറ്റി, യെസ് തൊറാസിക് കാവിറ്റിയിൽ ബിറ്റ്വീൻ ടു ലങ്സ് എന്നൊക്കെ പറയുന്നുണ്ട് പിള്ളേർ. യെസ് ബിറ്റ്വീൻ ടു ലങ്സ്, അതിനാണ് മെഡിയാസ്റ്റിനം എന്ന് പറയാം. സോ ആ മെഡിയാസ്റ്റിനം എന്ന് പറഞ്ഞ സ്പേസിൽ നമ്മുടെ കാർഡിയാക് നോച്ചിലാണ് എന്ത് കാണുക? ഹാർട്ട് കാണുക. യെസ്, നമ്മുടെയൊക്കെ ഹാർട്ടിൻ്റെ സൈസ് എന്താണ്? ഒരു ക്ലഞ്ച്ഡ് ഫിസ്റ്റിൻ്റെ സൈസാണെന്ത് ഹാർട്ടിൻ്റെ സൈസ് എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് ദ സൈസ് ഓഫ് എ ക്ലഞ്ച്ഡ് ഫിസ്റ്റ്, നമ്മൾ ചുരുട്ടിപ്പിടിച്ച മുഷ്ടി അല്ലേ. സോ ഇറ്റ് ഹാസ് ദ സൈസ് ഓഫ് എ ക്ലഞ്ച്ഡ് ഫിസ്റ്റ് മക്കളെ, ക്ലഞ്ച്ഡ് ഫിസ്റ്റ്. It is protected by pericardium. Pericardium is a double layered membrane. In between the two layers there is a space called the pericardial cavity which is filled with the pericardial fluid. The entire heart is made of cardiac muscles. നമ്മൾ പറഞ്ഞ സെയിം പോയിന്റ്സ് ആണ്. ബാക്കി നമ്മൾ ഈ ഡയഗ്രാം ഒക്കെ മക്കൾ വായിച്ചു നോക്കുക. ഓക്കെ, യെസ്. അടുത്തത് സ്ട്രക്ചർ ഓഫ് ഹാർട്ട്. ഹാർട്ട് ഹാസ് 4 chambers, 2 atria and 2 ventricles. Atria are the small upper chambers and ventricles are the large lower chambers. The wall of the ventricles are much thicker than that of the atria. The interatrial septum separates the right and left atria. The interventricular septum separates the left and right ventricles. The atrium and the ventricle of the same side are separated by atrioventricular septum. നമ്മൾ കണ്ടു. ഓക്കെ, സോ മക്കൾക്ക് ശരിക്കും അതിൻ്റെ പൊസിഷൻ മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഡയഗ്രാം ഒക്കെ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടുന്ന് അയോട്ട ഇങ്ങനെയാണ് പോവുക, അതുപോലെ പൾമണറി ട്രങ്ക് ഇങ്ങനെ വരുന്നതും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അയോട്ട ഇവിടെ ഇങ്ങനെ പോയിട്ട് അയോട്ടിക് ആർച്ചൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പൾമണറി ട്രങ്ക് ഇങ്ങനെ റൈറ്റ് വെൻട്രിക്കിൾ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പൾമണറി ആർട്ടറി, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് പൾമണറി ആർട്ടറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് ഇതാ പൾമണറി വെയിൻസ് ഇങ്ങനെ വരുന്നുണ്ട്. അതുപോലെ റൈറ്റ് ഏട്രിയത്തിലേക്ക് സുപ്പീരിയർ വീനക്കാവ ഇങ്ങനെ വരുന്നുണ്ട്, ഇൻഫീരിയർ വീനക്കാവ ഇങ്ങനെ വരുന്നുണ്ട്. ഇതാണ് ഈ ഹാർട്ട്. പെരികാർഡിയം പുറത്തുള്ള ലെയറാണ്. ഓക്കെ, സോ നമ്മൾ പഠിക്കാൻ വേണ്ടി വേറൊരു ഡയഗ്രാം ഞാൻ വരച്ച് തന്നിട്ടുണ്ടായിരുന്നു. സോ മക്കൾക്ക് അത് റെഫർ ചെയ്യാം. ഓക്കെ, ഇതാണ് ആക്ച്വൽ ഡയഗ്രാം എന്ന് പറയുന്നത്. യെസ്, വെസൽസ് ഓഫ് ദ ഹാർട്ട്. ഇതൊക്കെ നമ്മൾ പഠിച്ച പോയിന്റ്സ് ആണ് മക്കളെ. ഇനി നമ്മൾ പഠിച്ച പോയിന്റ്സ് ആണ്. പഠിച്ച പോയിന്റ്സ് ഞാൻ ജസ്റ്റ് പെട്ടെന്ന് വായിച്ച് പോവുകയാണ് ചെയ്യുക. ദ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഏട്രിയ റിസീവ് ബ്ലഡ് ഫ്രം ഡിഫറെന്റ് ബോഡി പാർട്സ്. ദ റൈറ്റ് ഏട്രിയം റിസീവ്സ് deoxygenated blood from the all parts of the body through the superior and inferior vena cava. Pulmonary veins bring oxygenated blood to the left atrium from the lungs. The right and left atria pour blood into the right and left ventricles respectively. ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. From the right ventricles arises a pulmonary trunk which soon bifurcates to form and right and left pulmonary arteries. Pulmonary arteries supply deoxygenated blood to the lungs. The left ventricle give rise to aorta through which the oxygenated blood is supplied to the different body parts. Valves of the heart. ഇതൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. Atrioventricular septum of both sides are provided with an opening through which the atrium and ventricle of the same side are connected. The opening between the right atrium and the right ventricle is guarded by tricuspid valve, a valve formed of 3 muscular flaps or cusps. The opening between the left atrium and the left ventricle is guarded by bicuspid or mitral valve, a valve formed of 2 cusps. എന്താ കസ്പ് എന്നൊക്കെ ഇപ്പം എൻ്റെ മക്കൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞു തന്നു. ഓക്കെ, so the pointed ends of the tricuspid and bicuspid valves are attached to the wall of ventricle through cords called codae tendineae. ഇത് ചോദിക്കും. codae tendineae ഉറപ്പായിട്ടും ചോദിക്കും. വാൽവുകളെ ആ പൊസിഷനിൽ പിടിച്ചു നിർത്തുന്ന കയറുകളുടെ പേരാണ് എന്ത് മക്കളെ? codae tendineae. ആ വാൽവുകൾ ബാക്ക് ഫ്ലിപ്പ് ആയി പോവാതിരിക്കാൻ, പുറകോട്ട് അങ്ങ് പോവാതിരിക്കാൻ, വെൻട്രിക്കിളിൽ പ്രഷർ വരുമ്പോൾ തിരിച്ച് പുറകോട്ട് വാൽവുകൾ പോവാതിരിക്കാൻ വേണ്ടി വാൽവുകളെ താഴെയുള്ള നമ്മുടെ വെൻട്രിക്കിളിൻ്റെ വാളിലുള്ള പാപ്പിലറി മസിൽസുമായിട്ട് കണക്ട് ചെയ്ത് കെട്ടിവെച്ചിരിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? ആ കയറുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് codae tendineae. ഓക്കെ, the opening of the pulmonary artery and the aorta are provided with semilunar valves. സാറേ അത് പറഞ്ഞില്ലല്ലോ. ശരിയാണ്, അത് ഞാൻ പറഞ്ഞിട്ടില്ല മക്കളെ. സോ ഇനി നമ്മൾ ശ്രദ്ധിക്കുക. ഹാർട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് നമ്മുടെ അയോട്ട സ്റ്റാർട്ട് ചെയ്യും അല്ലേ. സോ അയോട്ടയിൽ ഞാനൊരു വാൽവ് വയ്ക്കുന്നു. അയോട്ടയിൽ ഞാനൊരു വാൽവ് ഇവിടെ സെറ്റ് ചെയ്ത് തരാം മക്കളെ. അയോട്ടയിൽ ഒരു വാൽവ് സെറ്റ് ചെയ്ത് തരാം. അയോട്ടയിൽ ഇവിടെ ഒരു വാൽവ് വയ്ക്കുന്നു. അതുപോലെ ഇവിടെ നിന്ന് നമ്മുടെ പൾമണറി ആർട്ടറി വരും. പൾമണറി ആർട്ടറിയിലും ഞാനൊരു വാൽവ് സെറ്റ് ചെയ്യുന്നു. സോ അയോട്ടയിലുള്ള വാൽവിൻ്റെ പേരെന്താ? സെമി ലൂണർ വാൽവ്. പൾമണറി ആർട്ടറിയിലോ സാറേ? പൾമണറി ആർട്ടറിയിലോ? അതും സെമി ലൂണർ വാൽവ്. അയോട്ടയിലും പൾമണറി ആർട്ടറിയിലും ഉള്ള വാൽവാണ് ഇത് മക്കളെ, സെമി ലൂണർ വാൽവ്. Okay, so the openings of the pulmonary artery and the aorta are provided with the semilunar valves. The valves in the heart allows the flow of blood only in one direction. അപ്പോൾ വാൽവിൻ്റെ ഫംഗ്ഷൻ നമുക്ക് അവിടെ കിട്ടി. നമുക്ക് അറിയാം
തിരിച്ച് ബ്ലഡ് ഫ്ലോ ഉണ്ടാവാൻ പാടില്ല. ഒരേ ഡയറക്ഷനിൽ തന്നെ ബ്ലഡ് ഫ്ലോ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ആളാണ് നമ്മുടെ വാൽവുകൾ എന്ന് പറയുന്നത്, വാൽവ്സ്. ഓക്കെ, that is from the atria to the ventricles and from the ventricles to the pulmonary artery or aorta. These valves prevent any backward flow. Backward flow blood prevent ചെയ്യുന്ന ആളാണ് ആര്? വാൽവ്സ്. ഓക്കെ, അടുത്തത് മക്കളെ നോഡൽ ടിഷ്യൂ ഓർ കണ്ടക്റ്റീവ് സിസ്റ്റം ഓഫ് ഹാർട്ട്. മക്കളെ ഹാർട്ടിന് ബീറ്റ് ചെയ്യാൻ ഞാനൊരു പേജ് ഇവിടെ എക്സ്ട്രാ എടുക്കുകയാണ് മക്കളെ. യെസ്, ഹാർട്ടിന് ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. സോ ഹാർട്ടിന് ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മക്കളെ ശ്രദ്ധിക്കുക, ഹാർട്ടിന് ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും ഇമ്പൾസ് വേണമല്ലോ. മക്കൾ ശ്രദ്ധിച്ചോ, ദാ ഹാർട്ട് ഞാനിവിടെ വരയ്ക്കുന്നുണ്ടേ. സോ മക്കളെ ഹാർട്ടിന് ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമ്പൾസ് ആവശ്യമുണ്ടല്ലോ അല്ലേ, സോ ഈ ഇമ്പൾസ് എവിടെയാണ് ജനറേറ്റ് ചെയ്യുന്നത്? അതിവിടെയാണ്. upper right corner of the right atrium. upper മുകളിൽ, റൈറ്റ് കോർണറിൽ എവിടത്തെ റൈറ്റ് കോർണർ? റൈറ്റ് ഏട്രിയം. ഓക്കെ, സോ അപ്പർ റൈറ്റ് കോർണർ ഓഫ് ദി റൈറ്റ് ഏട്രിയത്തിൽ ഇവിടെ ഒരു നോഡൽ ടിഷ്യൂ ഉണ്ട്. അതിന്റെ പേരാണ് സൈനോ ഏട്രിയൽ നോഡ്, എസ് എ നോഡ്, സൈനോ ഏട്രിയൽ നോഡ്. അപ്പർ റൈറ്റ് കോർണർ ഓഫ് ദി റൈറ്റ് ഏട്രിയത്തിൽ ഒരു എസ് എ നോഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ലോവർ ലെഫ്റ്റ് കോർണർ ഓഫ് ദി റൈറ്റ് ഏട്രിയം. ഇവിടെ നിങ്ങൾക്ക് ഒരു നോഡ് കാണാൻ പറ്റും. ദാറ്റ് ഇസ് എ വി നോഡ്, ഏട്രിയോ വെൻട്രിക്കുലാർ നോഡ്. സോ എ വി നോഡ് എന്താണ്? എ വി നോഡ്. ഓക്കെ, സോ എസ് എ നോഡും എ വി നോഡും രണ്ട് നോഡുകളുണ്ട് നമുക്ക് മക്കളെ. സോ രണ്ടും റൈറ്റ് ഏട്രിയത്തിലാണ് കാണുന്നുള്ള കാര്യം മക്കൾ മറക്കരുത്. അപ്പർ റൈറ്റ് കോർണർ ഓഫ് ദി റൈറ്റ് ഏട്രിയം എസ് എ നോഡും, ലോവർ ലെഫ്റ്റ് കോർണർ ഓഫ് ദി റൈറ്റ് ഏട്രിയം എ വി നോഡും. ക്ലിയർ ആണ് നമുക്ക്, ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, സോ സാറേ എന്താണ് ഈ നോഡുകൾ? സാറേ നോഡ് എന്ന് പറയുന്നുണ്ടല്ലോ, എന്താണ് ഈ നോഡ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും നോഡൽ ടിഷ്യൂ എന്ന് പറയുന്നത് സാർ ഇതെന്താ, നെർവ്സ് ആണോ? അല്ല, ഇത് സ്പെഷ്യലൈസ്ഡ് മസിൽസാ, ഇത് സ്പെഷ്യലൈസ്ഡ് കാർഡിയാക് മസിൽസാ. ഹാർട്ടിൽ തന്നെയുള്ള ചില സ്പെഷ്യലൈസ്ഡ് കാർഡിയാക് മസിൽസിനെയാണ് നമ്മൾ എന്ന് പറയാ നോഡൽ ടിഷ്യൂ. നോഡൽ ടിഷ്യൂ. ഓക്കെ, അപ്പോൾ ഹാർട്ടിനെ ബീറ്റ് ചെയ്യാനുള്ള ഇമ്പൾസ് ഉണ്ടാക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ ഹാർട്ട് തന്നെയാണ്. ഹാർട്ടിന് ബീറ്റ് ചെയ്യാനുള്ള ഇമ്പൾസ് ഒക്കെ ഉണ്ടാക്കുന്നത് ആര് തന്നെയാണ്? ഹാർട്ട് തന്നെയാണ്. ഇപ്പം നമ്മുടെ വേറെ മസിൽസിനെയൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള ഇമ്പൾസ് ഒക്കെ നമ്മുടെ ബ്രെയിനിൽ നിന്നൊക്കെ ആയിരിക്കും വരുന്നത്. പക്ഷെ ഹാർട്ടിനെ ബീറ്റ് ചെയ്യാനുള്ള ഇമ്പൾസ് ഉണ്ടാക്കാൻ വേറൊരുത്തൻ്റെ സഹായം, പുറമേ നിന്നുള്ള ഒരുത്തൻ്റെ സഹായവും നമ്മുടെ ഹാർട്ടിന് ആവശ്യമില്ല. ഈ വണ്ടി തള്ളാൻ പുറത്തുനിന്നുള്ള ഒരുത്തൻ്റെ സഹായം എനിക്ക് ആവശ്യമില്ല, ഞാൻ മാത്രം മതി എന്ന് ആര് പറയും? നമ്മുടെ ഹാർട്ട് പറയും. മനസ്സിലായോ? സോ ഹാർട്ടിന് ബീറ്റ് ചെയ്യാൻ പുറത്തുള്ള ഒരാളുടെ സഹായവും വേണ്ട. ഹാർട്ട് മസിൽസ് അല്ലെങ്കിൽ നമ്മുടെ കാർഡിയാക് മസിൽസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഹ്യൂമൻ ഹാർട്ട് ഇസ് മയോജനിക് ഹാർട്ട് മസിൽസ്, കാർഡിയാക് മസിൽസ് തന്നെയാണ് ഹാർട്ട് ബീറ്റ് ചെയ്യാനുള്ള ഇമ്പൾസ്, ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാവുന്നത്. സോ ഹ്യൂമൻ ഹാർട്ട് ഇസ് മയോജനിക് എന്ന് നമ്മൾ പറയും. ഹ്യൂമൻ ഹാർട്ട് ഇസ് മയോജനിക്. ഹാർട്ടിന്റെ കാർഡിയാക് മസിൽസ് തന്നെയാണ് ഹാർട്ടിന് ബീറ്റ് ചെയ്യാനുള്ള ഇമ്പൾസസ് ജനറേറ്റ് ആവുന്നത്. സോ നമ്മുടെ കാർഡിയാക് മസിൽസിൽ ഉള്ള ചില സ്പെഷ്യൽ നോഡൽ ടിഷ്യൂസ് എന്ന് പറയുന്നത് അവർ ഓട്ടോ എക്സൈറ്റബിൾ ആണ്. സ്വന്തമായിട്ട് എക്സൈറ്റേഷൻ ഇമ്പൾസസ് ഉണ്ടാക്കാൻ ആർക്ക് പറ്റും? കാർഡിയാക് മസിൽസിന് പറ്റും. ചില കാർഡിയാക് മസിൽസിന്, സ്പെഷ്യലൈസ്ഡ് കാർഡിയാക് മസിൽസിന് പറ്റും. അങ്ങനെയുള്ള കാർഡിയാക് മസിൽസിനെ നമ്മൾ വിളിക്കുന്നു നോഡൽ ടിഷ്യൂ. ഓക്കെ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, സോ നമ്മുടെ മയോജനിക് ഹാർട്ടാണ്. പിന്നെ നിങ്ങൾ ലോവർ ഓർഗാനിസംസിനൊക്കെ നോക്കുകയാണെങ്കിൽ ന്യൂറോജനിക് ഹാർട്ടൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഓക്കെ, കുറേയൊക്കെ തള്ളിയാലേ പഠിക്കുള്ളൂടാ. ഓക്കെ, സോ മക്കളെ, സോ ന്യൂറോജനിക് ഹാർട്ട് നമ്മൾ ലോവർ വെർട്ടിബ്രേസിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ഹ്യൂമൻ ഹാർട്ട് ഇസ് മയോജനിക് ഹാർട്ട്. ഹ്യൂമൻ ഹാർട്ട് ഇസ് മയോജനിക് ഹാർട്ട്. ഓക്കെ മക്കളെ, സോ
ഞാനൊരു കാര്യം പറഞ്ഞുതരാം മക്കളെ. നിങ്ങൾക്ക് പല പിള്ളേർക്കും വരുന്നൊരു മിസ്റ്റേക്കാണ്, നമ്മൾ റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് ഇമ്പൾസസ് എങ്ങനെ പോകുന്നു എന്ന് ചോദ്യം വരും. എസ് എ നോഡിൽ ജനറേറ്റ് ആവുന്ന ഇമ്പൾസസ് റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് എങ്ങനെ പോകാൻ ചോദിക്കും. മക്കളെ ഒന്നുമില്ല, കാർഡിയാക് മസിൽസ് വഴി നേരെ ഇങ്ങോട്ട് പോയിക്കോളും, ഒരു കുഴപ്പമില്ല. ഓക്കെ, പക്ഷേ നമ്മുടെ ഏട്രിയത്തിൽ നിന്ന് എങ്ങനെയാണ് വെൻട്രിക്കിൾസിലേക്ക് ഈ ഇമ്പൾസസ് വരുന്നതെന്ന് ചോദിച്ചാൽ അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. അവിടെ ഏട്രിയത്തിൻ്റെ വെൻട്രിക്കിളിൻ്റെ ഇടയിൽ അവിടെ നമുക്ക് ഒരു ഇൻസുലേറ്റിംഗ് ലെയർ ഉണ്ട്. നമുക്ക് ആ ഇൻസുലേറ്റിംഗ് ലെയറിനെ കുറിച്ച് പഠിക്കാനില്ല. പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കുക, നിങ്ങൾക്കും എനിക്കും ഒക്കെ ഏട്രിയത്തിൻ്റെയും വെൻട്രിക്കിളിൻ്റെ ഇടയിൽ ഒരു ഇൻസുലേറ്റിംഗ് ലെയർ ഉണ്ട്. ആ ഇൻസുലേറ്റിംഗ് ലെയർ അവിടെ നിൽക്കുന്ന കാരണം എസ് എ നോഡിൽ ഉണ്ടാവുന്ന ഇമ്പൾസ് ഒന്നും താഴത്തോട്ട് വരൂല. ഓക്കെ, സോ ആ ഇൻസുലേറ്റിംഗ് ലെയറിനെ ബൈപ്പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എ വി നോഡിനെ സെറ്റ് ചെയ്തുള്ളത്. സോ എസ് എ നോഡിൽ ഉണ്ടാകുന്ന ഇമ്പൾസസ് ഏട്രിയത്തിൽ നിന്ന് വെൻട്രിക്കിളിലേക്ക് ആര് വഴി വരുന്നു എന്ന് ചോദിച്ചാൽ എ വി നോഡ് അതിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്നവനാണ്. ലോവർ ലെഫ്റ്റ് കോർണർ ഓഫ് ദി റൈറ്റ് ഏട്രിയത്തിൽ ആരിയിരിക്കുന്നു? നമ്മുടെ ഹീറോ എ വി നോഡ് ഇരിക്കുന്നു. സോ എ വി നോഡിലേക്ക് ഇമ്പൾസസ് വരുന്നു. ഓക്കെ, എ വി നോഡിലേക്ക് വരുന്ന ഇമ്പൾസസ് എങ്ങോട്ടാണ് സാറേ പോകുന്നത് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, എ വി നോഡിലേക്ക് വരുന്ന ഇമ്പൾസസ് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിച്ചാൽ എ വി ബണ്ടിൽ. എ വി ബണ്ടിൽ, ഈ ബണ്ടിലിനെ നമ്മൾ എന്താ വിളിക്കുക? എ വി ബണ്ടിൽ എന്ന് വിളിക്കും. എ വി ബണ്ടിൽ അത് ഏട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റത്തിലൂടെ, ശ്രദ്ധിക്കണം മക്കളെ, ടെക്സ്റ്റിലുള്ള സെന്റൻസ് ആണ്, ത്രൂ ദി ഏട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റം. ഏട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റത്തിലൂടെയാണ് ആ എ വി ബണ്ടിൽ വരുന്നത്. ആൻഡ് ഇറ്റ് എമർജസ്, എന്നിട്ട് എവിടെ വന്ന് എമർജ് ചെയ്യും? ഇത് ഏട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റത്തിൽ കൂടെ ഈ എ വി ബണ്ടിൽ ഇങ്ങനെ വന്നിട്ട് അവർ വന്ന് എമർജ് ചെയ്യും. എവിടെ വന്ന് എമർജ് ചെയ്യും? എവിടെ വന്ന് എമർജ് ചെയ്യും? എവിടെ വന്ന് എമർജ് ചെയ്യും മക്കളെ? എവിടെ വന്ന് എമർജ് ചെയ്യും? എവിടെ വന്ന് എമർജ് ചെയ്യും? എവിടെ വന്ന് എമർജ് ചെയ്യും മക്കളെ? ഇന്റർ വെൻട്രിക്കുലാർ സെപ്റ്റത്തിന്റെ മുകളിൽ വന്നിട്ട് മക്കളെ, ഇന്റർ വെൻട്രിക്കുലാർ സെപ്റ്റത്തിന്റെ മുകളിൽ വന്ന് ഇവരെ എമർജ് ചെയ്യും. ടെക്സ്റ്റ് ബുക്കിലെ സെന്റൻസ് ആണ്, ഒരിക്കലും മാറിപ്പോകരുത്, നിങ്ങൾക്കുള്ള ട്രാപ്പാണ് അവിടെ. ഓക്കെ മക്കളെ, സോ ശ്രദ്ധിക്കുക, ത്രൂ ദി ഏട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റം ആണ് അവർ വരുന്നത്. ആൻഡ് ഇറ്റ് എമർജസ് ഓൺ ദി ടോപ്പ് ഓഫ് ദി ഇന്റർ വെൻട്രിക്കുലാർ സെപ്റ്റം. അങ്ങനെ എമർജ് ചെയ്താൽ ഇനി ഇവർ രണ്ടായിട്ട് മാറുകയാണ് മക്കളെ. ഇവർ ഇനി രണ്ടായിട്ട് മാറുകയാണ്. റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബണ്ടിൽ ഓഫ് ഹിസ്. ഇത് ലെഫ്റ്റ് ബണ്ടിൽ ഓഫ് ഹിസ്, ലെഫ്റ്റ് ബണ്ടിൽ ഓഫ് ഹിസ്, ആൻഡ് ദിസ് ഇസ് റൈറ്റ് ബണ്ടിൽ ഓഫ് ഹിസ്. അത് സയൻറ്റിസ്റ്റിൻ്റെ പേരാണ് ഹിസ് എന്നുള്ളത് മക്കളെ. സോ റൈറ്റ് ബണ്ടിൽ ഓഫ് ഹിസ്. ഓക്കെ, സോ റൈറ്റ് ബണ്ടിൽ ഓഫ് ഹിസും ലെഫ്റ്റ് ബണ്ടിൽ ഓഫ് ഹിസും. യെസ്, എക്സാക്ട്ലി മാൻ. ബണ്ടിൽ ഓഫ് ഹിസ്, യെസ്, ബണ്ടിൽ ഓഫ് ഹിസ്, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ബണ്ടിൽ ഓഫ് ഹിസ്. സോ ഈ ബണ്ടിൽ ഓഫ് ഹിസ് ഇനി താഴെ വെൻട്രിക്കുലാർ മസ്കുലേച്ചറിൽ വന്ന് ഇങ്ങനെ പറക്കുക. വെൻട്രിക്കലിൻ്റെ മസിൽസിൽ വന്ന് ഇങ്ങനെ പറക്കുകയാണ് മക്കളെ, പറന്ന് നടക്കുകയാണ് മക്കളെ. ഈ പറക്കുന്ന ഫൈബേഴ്സ്, ഈ വെൻട്രിക്കുലാർ മസ്കുലേച്ചറിൻ്റെ മുകളിൽ ഇങ്ങനെ പറക്കുന്ന ഫൈബേഴ്സ് ആണ് പർക്കിഞ്ചെ ഫൈബേഴ്സ്. പർക്കിഞ്ചെ ഫൈബേഴ്സ് മക്കളെ, പറക്കുന്ന ഫൈബേഴ്സ് ആണിത്. പർക്കിഞ്ചെ ഫൈബേഴ്സ്. ബ്രോ എടാ ചാർജ് കുറവാന്ന് കാണിക്കുന്നുണ്ട്. യെസ്, സോ മക്കളെ, Purkinje fibers മക്കളെ, Purkinje fibers. So Purkinje fibers. Okay മക്കളെ, so Purkinje fibers. So yes, okay fine, okay, thank you. So Purkinje fibers മക്കളെ. അപ്പോൾ വെൻട്രിക്കുലാർ മസ്കുലേച്ചറിൽ കംപ്ലീറ്റ് സ്പ്രെഡ് ആയി കിടക്കുന്നത് എന്താണ്? പർക്കിഞ്ചെ ഫൈബേഴ്സ് ആണ്. വെൻട്രിക്കുലാർ മസ്കുലേച്ചറിൽ കംപ്ലീറ്റ് സ്പ്രെഡ് ആയി കിടക്കുന്നത് എന്താണ്? പർക്കിഞ്ചെ ഫൈബേഴ്സ് ആണ്. ഓക്കെ അല്ലേ? യെസ് മക്കളെ. സോ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ എസ് എ നോഡിൽ നിന്ന് ഇപ്പം എങ്ങനെയാണ് ഏട്രിയത്തിൽ നിന്ന് വെൻട്രിക്കിളിലേക്ക് ഇമ്പൾസ് വരുന്നതെന്ന് ചോദിച്ചാൽ എസ് എ നോഡിൽ നിന്ന് എ വി നോഡിലേക്ക്, എ വി നോഡിൽ നിന്ന് എ വി ബണ്ടിലേക്ക്, എ വി ബണ്ടിൽ നിന്ന് ബണ്ടിൽ ഓഫീസ്, അതായത് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബണ്ടിൽ ഓഫീസിലേക്ക്, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബണ്ടിൽ ഓഫീസിൽ നിന്ന് പർക്കിഞ്ചെ ഫൈബേഴ്സ്. ഇങ്ങനെയാണ് നമ്മുടെ ആ ഇമ്പൾസ് കണ്ടക്ഷൻ. നിങ്ങളോട് പക്ഷേ ചോദിക്കുന്നത് റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ റൂട്ടല്ല മക്കളെ, ജസ്റ്റ് കാർഡിയാക് മസിൽസ് വഴി ഈ റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് ഇങ്ങനെ നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റും ഇമ്പൾസസ്. അപ്പോൾ നിങ്ങളോട് ചോദ്യം വരികയാണ്, ഏട്രിയം കോൺട്രാക്ട് ചെയ്തു, ഏട്രിയൽ സിസ്റ്റോളിന് വേണ്ട ഇമ്പൾസ് ഒന്നും ഏട്രിയം കോൺട്രാക്ട് ചെയ്തു, പക്ഷേ വെൻട്രിക്കിൾ കോൺട്രാക്ട് ചെയ്യുന്നതിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എ വി നോഡിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടാവും, അതുകൊണ്ടാണ് വെൻട്രിക്കിളിലേക്ക് വരാത്തത് ഇമ്പൾസ്. ഓക്കെ, സോ അങ്ങനത്തെ ചോദ്യം വന്നു കഴിഞ്ഞാൽ മക്കൾ എഴുതുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ നമുക്ക് നോക്കാം മക്കളെ. നോഡൽ ടിഷ്യൂ ഓർ കണ്ടക്റ്റീവ് സിസ്റ്റം ഓഫ് ദ ഹാർട്ട്. The heart rhythm is maintained by conductive system. It includes SA node, sino, atrial node.
It is present in the right upper corner of the right atrium, atrioventricular node. It is seen in the lower left corner of the right atrium, close to the atrioventricular septum. Close to the atrioventricular septum. Atrioventricular septum. മാറിപ്പോരുതേ മക്കളെ? Yes. Atrioventricular bundle, AV bundle. It continues from the AV node. It passes through the atrioventricular septum. It emerges on the top of the interventricular septum. ഞാൻ പറഞ്ഞു തന്നു. Bundle of his AV bundle of his. Bundle of his. ഇവിടെ നമുക്കൊരു ലൈൻ കൊടുക്കാം എന്നാലേ നമുക്ക് ക്ലിയർ ആവൂ. Bundle of his. Yes. എന്താണ് bundle of his? എന്താണ് bundle of his? AV bundle immediately divides into a right and left bundle. Purkinje fibers. Bundle of his give rise to minute fibers throughout the ventricular musculature and are called Purkinje fibers. Purkinje fibers. The nodal tissue has the ability to generate action potential without any external stimuli. That it is auto-excitable. That is, it is auto-excitable. The number of action potentials that could be generated in a minute varies at different parts of the nodal system. SA നോഡിന് ഇമ്പൾസ് ഉണ്ടാക്കാൻ പറ്റും, AV നോഡിനൊക്കെ പറ്റും. പക്ഷേ എത്ര ഇമ്പൾസസ് ഉണ്ടാക്കാൻ പറ്റും ഒരു മിനിറ്റിൽ, എത്ര ഇമ്പൾസസ് ഉണ്ടാക്കാൻ പറ്റും, അത് നോഡൽ സിസ്റ്റത്തിന് അല്ലെങ്കിൽ നോഡൽ ടിഷ്യൂവിൻ്റെ ഓരോ ഭാഗത്തും വാരി ചെയ്തിരിക്കും. ഓരോ നോഡൽ ടിഷ്യൂവിനും എത്ര ഇമ്പൾസ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് വാരി ചെയ്തിരിക്കും. ഓക്കെ, ഏറ്റവും കൂടുതൽ ഇമ്പൾസ് ഉണ്ടാക്കാൻ പറ്റിയത് SA നോഡിനാണ്. 70 to 75 ബീറ്റ്സ് പെർ മിനിറ്റ് ആണ് മക്കളെ. ഓക്കെ, സോ 70 to 75 പെർ മിനിറ്റ് ആണ് ആരുണ്ടാക്കണത്? നമ്മുടെ SA നോഡിന് ഉണ്ടാക്കാൻ പറ്റിയ ആക്ഷൻ പൊട്ടൻഷ്യൽസ്. ഓക്കെ, എത്ര ആക്ഷൻ പൊട്ടൻഷ്യൽ SA നോഡിന് ഉണ്ടാക്കാൻ പറ്റും? 70 to 75 പെർ മിനിറ്റ്. എത്ര ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാക്കാൻ പറ്റും SA നോഡിന്? 70 to 75 ആക്ഷൻ പൊട്ടൻഷ്യൽസ് പെർ മിനിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ആക്ഷൻ പൊട്ടൻഷ്യൽ പ്ലസ് 30 മില്ലി വോൾട്ട് നിങ്ങൾ ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷനിലൊക്കെ പഠിക്കുന്നുണ്ട്. ഓക്കെ മക്കളെ? യെസ്. സോ the SA node can generate the maximum number of action potentials 70 to 75 per minute. It is responsible for initiating and maintaining the rhythmic contractile activity of the heart. Therefore, it is called the pacemaker. Pacemaker of the heart. അപ്പോൾ നിങ്ങൾ എക്സാമിന് ചോദിക്കുകയാണ്, ഒരു പേഷ്യൻറ്റിന് പേസ് മേക്കർ വെച്ചു, അല്ലെങ്കിൽ റിതം ശരിയല്ല, ഹാർട്ടിൻ്റെ റിതം ശരിയല്ല, എന്നിട്ട് അയാൾക്ക് സബ്ക്യൂട്ടേനിയസ് ഒക്കെ ആയിട്ട് അയാൾക്ക് പേസ് മേക്കർ വെച്ചു. അപ്പോൾ ഹാർട്ടിൻ്റെ ഏത് ഭാഗത്തിനാണ് കംപ്ലൈൻറ്റ് ചോദിച്ചാൽ നിങ്ങൾ പറഞ്ഞാൽ SA നോഡിലാണ്. കാരണം SA നോഡാണ് എന്ത്? പേസ് മേക്കർ ഓഫ് ദ ഹാർട്ട്. SA നോഡിലാണ് ഇമ്പൾസ് ഉണ്ടാവുന്നത്, അവിടെ നിന്നാണ് കംപ്ലീറ്റ് പിന്നെ സ്പ്രെഡായി പോകുന്നത്. ഓക്കെ, സോ our heart normally beats 70 to 75 times in a minute, average 72 beats per minute. 72 ബീറ്റ്സ് പെർ മിനിറ്റ്. ഈ ഹാർട്ട് ബീറ്റ് കൂടുന്നതിനെയാണ് നമ്മൾ ടാക്കികാർഡിയ എന്നൊക്കെ പറയാം. നമ്മുടെ പ്രൊമോ വീഡിയോയിൽ ഞാൻ ടാക്കികാർഡിയ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ, പിന്നെ ബ്രാക്കികാർഡിയ എന്ന് പറഞ്ഞ വേറൊരു ടൈപ്പൊക്കെ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ നമുക്ക് അതിലേക്ക് പോകേണ്ട ആവശ്യമില്ല, ശ്രദ്ധിക്കുക അവിടെ. ദ ഹ്യൂമൻ ഹാർട്ട് ഈസ് മയോജനിക് ആസ് എ ആക്ഷൻ പൊട്ടൻഷ്യൽ ഫോർ ഇറ്റ്സ് റിതമിസിറ്റി ഒറിജിനേറ്റ്സ് ഫ്രം എ മസിൽ. മസിലിൽ നിന്ന് അതിൻ്റെ റിതം മെയിൻറ്റെയിൻ ചെയ്യാൻ ആവശ്യമായ ആക്ഷൻ പൊട്ടൻഷ്യൽ മസിലിൽ നിന്നുണ്ടാകുന്നത് കൊണ്ട് ഹ്യൂമൻ ഹാർട്ട് ഈസ് മയോജനിക് ഹാർട്ട്. ഹവർ ഇറ്റ് ഈസ് റെഗുലേറ്റഡ് ബൈ ദ നെർവ്സ്. എന്താ സാറേ ആ പറഞ്ഞേ? ഇറ്റ് ഈസ് റെഗുലേറ്റഡ് ബൈ ദ നെർവ്സ്. അതെന്താ ഇറ്റ് ഈസ് റെഗുലേറ്റഡ് ബൈ ദ നെർവ്സ് എന്ന് എന്താ സാറേ പറയുന്നത് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, മക്കളെ ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാക്കുന്നതൊക്കെ ഓക്കെ, മയോജനിക്ക് നമ്മുടെ SA നോടാണ് ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാക്കുന്നത്, അതൊക്കെ ഓക്കെ. പക്ഷേ ഇത് എത്ര വേഗത്തിൽ ഉണ്ടാവണം? ഇപ്പോൾ നമുക്കൊരു എമർജൻസി സിറ്റുവേഷൻ, നിങ്ങളൊരു നായേനെ കണ്ടു, നമ്മുടെ ക്ലാസിക് എക്സാമ്പിൾ, നിങ്ങൾ ഓടുക, ആ സമയത്ത് നിങ്ങൾ ഹാർട്ട് റേറ്റ് കൂടും അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് SA നോഡിലേക്ക് കൂടുതൽ നമ്മൾ നന്നായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മളെ, അതായത് ഇതിൻ്റെ ഈ ഒരു റിതം മെയിൻറ്റെയിൻ ചെയ്യുന്നതും ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാവുന്നതും ഒക്കെ നമ്മുടെ SA നോഡ് തന്നെയാണ്. പക്ഷേ എന്താണ് അതിൻ്റെ റേറ്റ്? ഓക്കെ, അതിൻ്റെ റേറ്റ് എത്ര സ്പീഡിൽ ഈ സാധനങ്ങൾ ഉണ്ടാവണം എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ നെർവസ് സിസ്റ്റവും അതുപോലെ തന്നെ നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റവും ചേർന്നാണ്. നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് നമ്മുടെ കാർഡിയാക് സൈക്കിൾ നമുക്ക് നോക്കാം. കാർഡിയാക് സൈക്കിൾ ദ സീക്വൻഷ്യൽ. മക്കളെ, ഒരു ഹാർട്ട് ബീറ്റ് തൊട്ട് അടുത്ത ഹാർട്ട് ബീറ്റിൻ്റെ സ്റ്റാർട്ടിങ് വരെ, അടുത്ത ഹാർട്ട് ബീറ്റ് ബിഗിൻ ചെയ്യുന്നത് വരെയുള്ള ഇവൻസിനെയാണ് നമ്മൾ കാർഡിയാക് സൈക്കിൾ എന്ന് പറയാം. ദ സീക്വൻഷ്യൽ ഇവന്റ് ഇൻ ദ ഹാർട്ട് ഫ്രം ബിഗിനിങ് ഓഫ് വൺ ഹാർട്ട് ബീറ്റ് ടു ദി ബിഗിനിങ് ഓഫ് ദി നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹാർട്ട് ബീറ്റിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് അടുത്ത ഹാർട്ട് ബീറ്റിൻ്റെ സ്റ്റാർട്ടിങ് വരെയുള്ള ഇവൻറ്റ്സ്. ഓക്കെ, സോ ദ സീക്വൻഷ്യൽ ഇവന്റ് ഇൻ ദ ഹാർട്ട് ഫ്രം ദി ബിഗിനിങ് ഓഫ് വൺ ഹാർട്ട് ബീറ്റ് ടു ദി ബിഗിനിങ് ഓഫ് ദി നെക്സ്റ്റ് ഹാർട്ട് ബീറ്റ്. ഓക്കെ അല്ലേ മക്കളെ? ഒരു ഹാർട്ട് ബീറ്റിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് അടുത്ത ഹാർട്ട് ബീറ്റിൻ്റെ സ്റ്റാർട്ടിങ് വരെയുള്ളതാണ് കാർഡിയാക് സൈക്കിൾ. ഒരു ഹാർട്ട് ബീറ്റിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് അടുത്ത ഹാർട്ട് ബീറ്റിൻ്റെ സ്റ്റാർട്ടിങ് വരെ നടക്കുന്ന സീക്വൻഷ്യൽ ഇവൻറ്റ്സ് ഇൻ ദ ഹാർട്ട്,
അതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? കാർഡിയാക് സൈക്കിൾ. എടാ കാർഡിയാക് സൈക്കിളിൻ്റെ ഡ്യൂറേഷൻ 0.8 സെക്കൻഡ്സ് ആണ്. കാർഡിയാക് സൈക്കിളിൻ്റെ ഡ്യൂറേഷൻ മക്കളെ 1 സെക്കൻഡ് വരില്ല അല്ലേ? സോ 0.8 സെക്കൻഡ്സ് ആണ് കാർഡിയാക് സൈക്കിളിൻ്റെ ഡ്യൂറേഷൻ. 0.8 സെക്കൻഡ്സ്. ഓക്കെ. സോ കാർഡിയാക് സൈക്കിൾ എന്തൊക്കെയാണ് നടക്കുന്നത് നമുക്ക് നോക്കാം. It consists of systole and diastole of both atria and ventricles. The contraction phase is called the systole and the relaxation phase is called diastole. Contraction നമ്മൾ systole എന്ന് വിളിക്കും, relaxation നമ്മൾ എന്താ വിളിക്കുക? Diastole എന്ന് വിളിക്കും. Contraction നമ്മൾ systole എന്ന് വിളിക്കും, relaxation നമ്മൾ എന്താ വിളിക്കുക? Diastole എന്ന് വിളിക്കും. Okay, yes. When both the atria and ventricles, മക്കളെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ joint diastole എന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. joint diastole എന്ന് സ്റ്റാർട്ട് ചെയ്യും. All 4 chambers of heart are in relaxed state. ഞാനൊരു പേജ് എടുക്കാം മക്കളെ. Okay. All 4 chambers of heart are in relaxed state. എന്ന് വെച്ചാൽ ഇവിടെ ശ്രദ്ധിക്കുക മക്കളെ, ഇവിടെ ശ്രദ്ധിക്കുക. ഹാർട്ടിൻ്റെ 4 ചേമ്പറും 2 ഏട്രിയവും 2 വെൻട്രിക്കിളും റിലാക്സ്ഡ് സ്റ്റേറ്റിലാണ്. ഹാർട്ടിൻ്റെ 2 ഏട്രിയവും 2 വെൻട്രിക്കിളും റിലാക്സ്ഡ് സ്റ്റേറ്റിലാണ്. ഓക്കെ. സോ 4 ചേമ്പറും റിലാക്സ്ഡ് സ്റ്റേറ്റിലാണ്. ഓക്കെ അല്ലേ മക്കളെ? ബ്ലഡ് മൂവ്സ് ഫ്രീലി ഫ്രം ഏട്രിയ ടു വെൻട്രിക്കിൾസ്. റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് റൈറ്റ് വെൻട്രിക്കിളിലേക്ക് ബ്ലഡ് വരും, ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്കും ബ്ലഡ് വരും. ഓക്കെ. അപ്പം അങ്ങനെ ബ്ലഡ് വരണമെങ്കിൽ നമ്മുടെ ഏട്രിയോ വെൻട്രിക്കുലാർ വാൽവ്സ്, ഏതൊക്കെ ഏട്രിയോ വെൻട്രിക്കുലാർ വാൽവ്സ്? ബൈക്കസ്പിഡ് വാൽവും ട്രൈക്കസ്പിഡ് വാൽവും 2 ഭാഗങ്ങളിലും ഓപ്പൺ ആണ്. നമുക്ക് ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ ബൈക്കസ്പിഡ് വാൽവ് മിറ്റൽ വാൽവ്, റൈറ്റ് സൈഡിലാണെന്നുണ്ടെങ്കിൽ ട്രൈക്കസ്പിഡ് വാൽവും ഓപ്പൺ ആണ്. സോ ബ്ലഡ് മൂവ്സ് ഫ്രീലി ഫ്രം ഏട്രിയ ടു വെൻട്രിക്കിൾസ്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ. ഈ സമയത്ത് നമ്മുടെ അയോട്ടയിലും അതുപോലെ പൾമണറി ആർട്ടറിയിലുള്ള സെമി ലൂണാർ വാൽവ്സ് ഒക്കെ ക്ലോസ്ഡ് ആണ് മക്കളെ. സെമി ലൂണാർ വാൽവ്സ് ക്ലോസ്ഡ് ആണ്. ഓക്കെ. സോ ഇങ്ങനെ ബ്ലഡ് ഇവിടുന്ന് പോയിക്കൊണ്ടിരിക്കണമെങ്കിൽ എവിടെ നിന്ന് എങ്ങോട്ട് ബ്ലഡ് വന്ന് നിറയുന്നുണ്ടാവും? നമ്മുടെ വീനക്കാവയിൽ നിന്നുള്ള ബ്ലഡ് ഇവിടെ വന്ന് ഇങ്ങനെ നിറയുന്നുണ്ടാവും. അതുപോലെ പൾമണറി വെയിൻസ് എന്നുള്ള ബ്ലഡ് ഇവിടെ വന്നിട്ട് നിറയുന്നുണ്ടാവും. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? യെസ്. സോ ഇതാണ് ജോയിന്റ് ഡയസ്റ്റോൾ. ഇനി ഏട്രിയൽ സിസ്റ്റോൾ. ഏട്രിയൽ സിസ്റ്റോൾ സംഭവിക്കുമ്പോൾ 2 ഏട്രിയവും നന്നായിട്ട് കോൺട്രാക്ട് ചെയ്യും. 2 ഏട്രിയം കോൺട്രാക്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് ബ്ലഡ്, there will be a 30% increase in blood flow from atria to ventricles. ഏട്രിയത്തിൽ നിന്ന് വെൻട്രിക്കിളിലേക്ക് ഒരു 30%. ആ പേജ് ഒന്നുകൂടി വെക്കുമോ? ഏത് പേജാടാ? The human heart is myogenic as the action potential for its rhythmicity originates from a muscle. However, it is regulated by the nerves. It consists of cardiac cycle ആണെങ്കിൽ സിസ്റ്റോൾ ഉണ്ട്, ഡയസ്റ്റോൾ ഉണ്ട്. കോൺട്രാക്ഷൻ ഫേസിനെ സിസ്റ്റോൾ എന്നും റിലാക്സേഷൻ ഫേസിനെ ഡയസ്റ്റോൾ എന്നും പറയും. ഓക്കെ. ഓക്കെ. പിന്നെ കാർഡിയാക് സൈക്കിളിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ ആ പേജിലേക്ക് വീണ്ടും പോകും. ഓക്കെ, യെസ്. സോ ജോയിന്റ് ഡയസ്റ്റോൾ എന്താണെന്ന് നമുക്ക് മനസ്സിലായിരിക്കുന്നു. സോ ഏട്രിയം സിസ്റ്റോൾ ആണ്. ഏട്രിയം സിസ്റ്റോളിന്റെ സമയത്ത് എസ് എ ഓടുന്ന ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ വരും. മക്കൾ ശ്രദ്ധിക്കുക, എസ് എ ഓടുന്ന ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ വരും. 2 ഏട്രിയം സിസ്റ്റോളിൽ പോകും. അപ്പോൾ ഏട്രിയം നിന്ന് വെൻട്രിക്കിളിലേക്ക് വരുന്ന ബ്ലഡിന്റെ അളവ് ഒരു 30% ഇൻക്രീസ് ഉണ്ടാവും. ദർ വിൽ ബി എ 30% ഇൻക്രീസ് ഇൻ ബ്ലഡ് ഫ്ലോ ഫ്രം ഏട്രിയ ടു വെൻട്രിക്കിൾസ് മക്കളെ. സോ ഒരു 30% ബ്ലഡ് കൂടുതൽ വെൻട്രിക്കിൾസിലേക്ക് വന്നു. ഓക്കെ ആണല്ലോ? ഇതാണ് ഏട്രിയൽ സിസ്റ്റോൾ. ഏട്രിയൽ സിസ്റ്റോളിലാവുമ്പം ഒബ്വിയസ്ലി വെൻട്രിക്കിൾ എന്തിലായിരിക്കും? ഡയസ്റ്റോളായി കിടക്കുകയായിരിക്കും. ഓക്കെ ആണല്ലോ? ഓക്കെ ആണ്. അടുത്തത് വെൻട്രിക്കുലാർ സിസ്റ്റോൾ. മക്കളെ ശ്രദ്ധിച്ചോ, ഇനി താഴെ എത്തിയ 2 വെൻട്രിക്കിൾസും താഴെയുള്ള 2 വെൻട്രിക്കിൾസും ബ്ലഡ് ഇപ്പം എത്തി നിൽക്കുന്ന താഴെയുള്ള 2 വെൻട്രിക്കിൾസും താഴെയുള്ള ഈ 2 വെൻട്രിക്കിൾസും മക്കളേതാ? താഴെയുള്ള ഈ 2 വെൻട്രിക്കിൾസും ഈ 2 വെൻട്രിക്കിൾസും താഴെയുള്ള ഈ 2 വെൻട്രിക്കിൾസും ഈ 2 വെൻട്രിക്കിൾസും ഒരുമിച്ച് സിസ്റ്റോളിൽ പോവാണ്. അപ്പം തിരിച്ച് ബ്ലഡ് കയറി പോകാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവുമല്ലോ. തിരിച്ച് ബ്ലഡ് കയറി പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുമല്ലോ. അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി എ വി വാൽവുകൾ ബൈക്കാസ്പിഡ് വാൽവും ട്രൈക്കാസ്പിഡ് വാൽവും ക്ലോസ് ആവും. ബൈക്കാസ്പിഡ് വാൽവും ട്രൈക്കാസ്പിഡ് വാൽവും ക്ലോസ് ആവും. അപ്പോഴാണ് ഫസ്റ്റ് ഹാർട്ട് സൗണ്ട്, ദാറ്റ് ഇസ് ലബ് ഉണ്ടാവുക. ലബ്, ഫസ്റ്റ് ഹാർട്ട് സൗണ്ട് ലബ് ഉണ്ടാവുക. ഓക്കെ, ക്ലോഷർ ഓഫ് എ വി വാൽവ്സ്, ക്ലോഷർ ഓഫ് ബൈക്കാസ്പിഡ് ആൻഡ് ട്രൈക്കാസ്പിഡ് വാൽവ്സ് ഡ്യൂറിംഗ് വെൻട്രിക്കുലർ സിസ്റ്റോൾ. വെൻട്രിക്കുലർ സിസ്റ്റോൾ ആകുമ്പോൾ തിരിച്ച് ബ്ലഡ് കയറി പോകാതിരിക്കാൻ വേണ്ടി എ വി വാൽവുകൾ ക്ലോസ് ആവുന്നു. അപ്പോഴാണ് ഫസ്റ്റ് ഹാർട്ട് സൗണ്ട് ഉണ്ടാവുക, ദാറ്റ് ഇസ് ലബ്. ഓക്കെ എന്ന് വിചാരിക്കുന്നു. അടുത്തത്
ഈ വെൻട്രിക്കുലർ സിസ്റ്റോൾ നടക്കുമ്പോൾ മുകളിലേക്ക് പോകാൻ എന്തായാലും നമ്മളെ എ വി വാൽവുകൾ സമ്മതിക്കുന്നില്ല. എന്നാൽ പിന്നെ താഴത്തോട്ട് പോകണ്ടേ? അപ്പോൾ ആര് ഓപ്പൺ ആവും? നമ്മുടെ സെമി ലൂണാർ വാൽവുകൾ നൈസായിട്ട് ഓപ്പൺ ആവും. അത്ര നൈസ് അല്ലായിരുന്നു അല്ലേ ഞാൻ വായിച്ചത്? യെസ് മക്കളെ, സെമി ലൂണാർ വാൽവുകൾ നൈസായിട്ട് യെസ് യെസ്. സോ മക്കളെ, സെമി ലൂണാർ വാൽവുകൾ ഇതാ ഇതേപോലെ അങ്ങ് ഓപ്പൺ ആവും. സെമി ലൂണാർ വാൽവുകൾ ഇങ്ങനെ ഓപ്പൺ ആവും. സെമി ലൂണാർ വാൽവുകൾ ഓപ്പൺ ആകുമ്പം ബ്ലഡ് മൂവ്സ് ഫ്രം വെൻട്രിക്കിൾസ് ഇൻടു ലെഫ്റ്റ് വെൻട്രിക്കിൾ നിന്നാണെങ്കിൽ അയോട്ടയിലേക്ക് പോവും. റൈറ്റ് വെൻട്രിക്കിൾ നിന്നാണെങ്കിൽ പൾമണറി ആർട്ടറിയിലേക്കും പോവും. ലെഫ്റ്റ് വെൻട്രിക്കിൾ നിന്നാണെങ്കിൽ അയോട്ടയിലേക്കും, റൈറ്റ് വെൻട്രിക്കിൾ നിന്നാണെങ്കിൽ പൾമണറി ആർട്ടറിയിലേക്കും പോവും. മക്കൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, യെസ് കിട്ടി. ഓക്കേടാ യെസ്. ഓക്കെ ഫൈൻ. അപ്പോൾ അതാണ് വെൻട്രിക്കുലർ സിസ്റ്റോൾ. വെൻട്രിക്കുലർ സിസ്റ്റോളിലാകുമ്പം ഏട്രിയം എന്തിലായിരിക്കും? ഡയസ്റ്റോളിലായിരിക്കും. അവൻ അവിടെ ഡയസ്റ്റോൾ നടത്തിക്കോട്ടെ. ഓക്കെ ഫൈൻ, ലിമിറ്റ്. വെൻട്രിക്കുലർ സിസ്റ്റോൾ കഴിഞ്ഞ് വെൻട്രിക്കിൾ ഇങ്ങനെ പതുക്കെ റിലാക്സ് ചെയ്യുക. വെൻട്രിക്കിൾ ഇങ്ങനെ പതുക്കെ റിലാക്സ് ചെയ്യുമ്പോൾ വെൻട്രിക്കിൾ ഡയസ്റ്റോളിലാകുമ്പോൾ തിരിച്ച് ബ്ലഡ് കയറി വരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവില്ലേ മക്കളെ? വെൻട്രിക്കിൾ ഡയസ്റ്റോളിലാകുമ്പം അയോട്ടയിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ടും പൾമണറി ആർട്ടറിയിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ടും ബ്ലഡ് കയറി വരാനുള്ള ടെൻഡൻസി ഇല്ലേ? അപ്പോൾ അവിടെ സെമി ലൂണാർ വാൽവുകൾ ക്ലോസ് ആവും. സെമി ലൂണാർ വാൽവുകൾ എങ്ങോട്ടാ മോനെ പോണേ? ഈ മുന്നോട്ട് പോയോനല്ലേ, ഇനി തിരിച്ച് അന്നെ ഇങ്ങോട്ട് കയറ്റൂല എന്ന് പറഞ്ഞ് നമ്മുടെ സെമി ലൂണാർ വാൽവ് അങ്ങോട്ട് ക്ലോസ് ആവും. ദെൻ ദർ വിൽ ബി എ സെക്കൻഡ് ഹാർട്ട് സൗണ്ട് ദാറ്റ് ഈസ് കോൾഡ് ഡബ്. ഓക്കെ, സോ ഫസ്റ്റ് ഹാർട്ട് സൗണ്ട് ആണ് ലബ്. അതെപ്പോഴായിരുന്നു? വെൻട്രിക്കിൾ സിസ്റ്റോൾ ആകുമ്പോൾ തിരിച്ച് ബ്ലഡ് കയറി പോകാതിരിക്കാൻ വേണ്ടി നമ്മുടെ എ വി വാൽവുകൾ ക്ലോസ് ആകുമ്പോൾ ഫസ്റ്റ് ഹാർട്ട് സൗണ്ട് ലബ്. ആൻഡ് ഇപ്പോൾ നമ്മുടെ വെൻട്രിക്കിളിൻ്റെ വെൻട്രിക്കിൾ ജസ്റ്റ് റിലാക്സ് ചെയ്യുമ്പോഴേക്കും തിരിച്ച് അയോട്ടയിൽ നിന്നും പൾമണറി ആർട്ടറിയിൽ നിന്നും ബ്ലഡ് വരാതിരിക്കാൻ വേണ്ടി സെമി ലൂണാർ വാൽവുകൾ ക്ലോസ് ചെയ്യുന്നു. അപ്പോഴാണ് സെക്കൻഡ് ഹാർട്ട് സൗണ്ട് ഉണ്ടാവുക, ഡബ് ഉണ്ടാവുക. അപ്പം എൻ്റെ മക്കളോട് ചോദിക്കുകയാണ്, ഫസ്റ്റ് ഹാർട്ട് സൗണ്ട് ആയിട്ടുള്ള ലബ് എപ്പോഴാണ് ഉണ്ടാവുന്നതെന്ന് ചോദിച്ചാൽ, ലബ് എപ്പോഴാണ് ഉണ്ടാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെൻട്രിക്കുലാർ സിസ്റ്റോളിൻ്റെ സമയത്താണ്. ഡബ് ഉണ്ടാകുന്ന എപ്പോഴാണെന്ന് ചോദിച്ചാൽ പഠിക്കാൻ എളുപ്പമാണ്. അത് വെൻട്രിക്കുലാർ ഡയസ്റ്റോളിൻ്റെ സമയത്താണ്. ഓക്കെ, അപ്പോൾ വെൻട്രിക്കിൾ ഡയസ്റ്റോളിൽ നിൽക്കുന്ന സമയത്ത് ഏട്രിയ കുറച്ച് സമയം ഡയസ്റ്റോളിൽ തന്നെയായിരിക്കും. ഓക്കെ, വെൻട്രിക്കിൾ ഇപ്പം ഇനി ഡയസ്റ്റോളിലാണ്. അപ്പോൾ വെൻട്രിക്കിൾ ഡയസ്റ്റോളിലാകുമ്പം ഏട്രിയ കുറച്ച് സമയം, വെൻട്രിക്കിൾ സിസ്റ്റോൾ ആകുമ്പം ഏട്രിയ എന്തിലായിരുന്നു? ഡയസ്റ്റോളിലായിരുന്നു. ഇപ്പോൾ വെൻട്രിക്കിൾ ഡയസ്റ്റോളിലെത്തി, അപ്പോഴും ഏട്രിയ കുറച്ച് സമയം ഡയസ്റ്റോളിൽ തന്നെ ആയിരിക്കും. അപ്പോൾ ഏട്രിയവും വെൻട്രിക്കിളും ഡയസ്റ്റോളിലാണ്. ഇതിനെ നമ്മൾ ജോയിന്റ് ഡയസ്റ്റോൾ എന്ന് പറയുന്നു. വീണ്ടും all four chambers of heart are in relaxed state, joint diastole. അപ്പോൾ ചില പിള്ളേർ എന്നോട് ചോദിക്കും, ഡബ് ഉണ്ടാവണത് ജോയിന്റ് ഡയസ്റ്റോളിൻ്റെ സമയത്തല്ലേ സാറേ എന്ന് ചോദിക്കും. ഓക്കെ മക്കളെ, സോ ഞാൻ പറയും, നിങ്ങൾക്ക് ഓപ്ഷനിൽ ജോയിന്റ് ഡയസ്റ്റോളും വെൻട്രിക്കുലർ ഡയസ്റ്റോളും ഉണ്ടെങ്കിൽ നിങ്ങൾ വെൻട്രിക്കുലർ ഡയസ്റ്റോൾ ചൂസ് ചെയ്യണം. കാരണം വെൻട്രിക്കുലർ ഡയസ്റ്റോൾ ആവുന്നത് കൊണ്ടാണ് എന്ത് ക്ലോസ് ആവുന്നത്? സെമി ലൂണാർ വാൽവ്സ് ക്ലോസ് ആവുന്നത്. ജോയിന്റ് ഡയസ്റ്റോൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇല്ല എന്നൊന്നും എനിക്കൊരു എതിരഭിപ്രായവും ഇല്ല നിങ്ങളോട്. പക്ഷേ വെൻട്രിക്കുലർ ഡയസ്റ്റോളും ജോയിന്റ് ഡയസ്റ്റോളും ഓപ്ഷനിൽ വന്നാൽ നിങ്ങൾ ഏത് ചൂസ് ചെയ്യണം? വെൻട്രിക്കുലർ ഡയസ്റ്റോൾ ചൂസ് ചെയ്യണം. കാരണം വെൻട്രിക്കുലർ ഡയസ്റ്റോൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് തിരിച്ച് ബ്ലഡ് കയറി വരാതിരിക്കാൻ വേണ്ടിയിട്ട് സെമി ലൂണാർ വാൽവുകൾ ക്ലോസ് ആവുന്നത്. അപ്പോഴാണ് സെക്കൻഡ് ഹാർട്ട് സൗണ്ട് ഡബ് ഉണ്ടാവുന്നത്. ഈ ഹാർട്ട് സൗണ്ട് കേൾക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസാണ് സ്റ്റെത്തോസ്കോപ്പ്. ഓക്കെ, സ്റ്റെത്തോസ്കോപ്പ് അതിന് വേണ്ടിയാണ്, അതാണ് നിങ്ങളുടെ ഡ്രീം, അതിന് വേണ്ടിയാണ് നമ്മളെല്ലാവരും നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, യെസ്. സോ നമുക്ക് നോക്കാം. When both the atria and ventricles are in relaxed phase, it is referred to as joint diastole. During joint diastole, the blood flows from the pulmonary veins and vena cava into the left and the right atria. As the tricuspid and bicuspid valves are open, blood flows from the left and right atria into the left and the right ventricle. The semilunar valves are closed at the stage. Semilunar valves സംഭവം ക്ലോസ്ഡ് ആണല്ലോ, അയോട്ടയിലും പൾമണറി ആർട്ടറിയിലുള്ള. ജോയിന്റ് ഡയസ്റ്റോളിന്റെ കാര്യമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. കാർഡിയാക് സൈക്കിൾ ഇൻവോൾവ്സ് the following steps. Atrial systole, the SA node generates an action potential which stimulates both the atria to undergo a simultaneous contraction. മക്കളെ, രണ്ട് ഏട്രിയവും ഒരുമിച്ചാണ്. ആദ്യം റൈറ്റ് ഏട്രിയം പിന്നെ ലെഫ്റ്റ് ഏട്രിയം, അങ്ങനെയൊന്നല്ല. രണ്ട് ഏട്രിയവും ഒരുമിച്ചാണ് കോൺട്രാക്ട് ചെയ്യുന്നത് എന്ന് എൻ്റെ മക്കൾ മറക്കരുത്. അതുപോലെ രണ്ട് വെൻട്രിക്കിളും ഒരുമിച്ചാണ് കോൺട്രാക്ട് ചെയ്യുക, അല്ലാതെ റൈറ്റ് വെൻട്രിക്കിളും ലെഫ്റ്റ് വെൻട്രിക്കിളും അങ്ങനെ സെപ്പറേറ്റ് ഒന്നുമല്ല കേട്ടോ. So this increases the flow of blood into the ventricles by about 30%.
Ventricular systole. The action potential is conducted to the ventricular side by the AV node, AV bundle of His, and the Purkinje fibers. This causes the ventricular muscles to contract. Ventricular systole increases the ventricular pressure, causing the closure of tricuspid and bicuspid valves due to attempted backflow of blood into the atria. അപ്പോഴാണ് ഫസ്റ്റ് ഹാർട്ട് സൗണ്ട് ഉണ്ടാവുക ലബ്. വെൻട്രിക്കുലർ സിസ്റ്റോളിന്റെ സമയത്ത്. വെൻട്രിക്കുലർ ഡയസ്റ്റോളിന്റെ സമയത്താണത് ഡബ്. ഓക്കെ, യെസ്. As the ventricular pressure increases further, the semilunar valves guarding the pulmonary artery and the aorta are opened, allowing the blood in the ventricles to flow through these vessels. Atrial diastole. The atria undergo relaxation diastole coinciding with the ventricular systole. Ventricular diastole. The ventricles relax. The ventricular pressure force causing the closure of semilunar valves, which prevents the black flow of blood into the ventricles. As the ventricular pressure declines further, the tricuspid and bicuspid valves are pushed open. The blood now moves freely to the ventricles. The ventricles and atria are now again in a relaxed state, joint diastole. All four chambers of heart are in relaxed state, joint diastole. Okay, the heart beats 72 times per minute. The duration of a cardiac cycle is 0.8 seconds. അടുത്തത് എന്താണ് മക്കളെ? സ്ട്രോക്ക് വോളിയം. ഓക്കെ മക്കളെ കാർഡിയാക് സൈക്കിള് നമുക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മക്കൾക്ക് കാർഡിയാക് സൈക്കിള് ഇവിടെ താഴെ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. ഇനി ഉണ്ടാവില്ല, മക്കൾക്ക് ഡൗട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. കാരണം ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഞാനിപ്പോൾ നമ്മുടെ ലൈവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് നേരം എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ നമ്മുടെ നോർമൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ ഈ കാര്യം തന്നെ കാർഡിയാക് സൈക്കിളൊക്കെ 2-3 പ്രാവശ്യം പറയും അല്ലേ. ഇപ്പോൾ ലൈവ് ആകുമ്പോൾ മക്കൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ലൈവ് കഴിഞ്ഞാൽ ഈ റെക്കോർഡ് വേർഷൻ ഇവിടെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഉണ്ടാവും. സോ നിങ്ങൾക്ക് അത് വീണ്ടും എടുത്ത് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ സ്ലൈഡ്സും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് സുഖമായിട്ട് കൂളായിട്ട് പഠിക്കാം. ഓക്കെ മക്കളെ, സ്ട്രോക്ക് വോളിയം എന്താണ്? സ്ട്രോക്ക് വോളിയം, വോളിയം ഓഫ് ബ്ലഡ് പംപ്ഡ് ഔട്ട് ബൈ ഈച്ച് വെൻട്രിക്കിൾ. അത് ഒരു വെൻട്രിക്കിൾ. നിങ്ങളിപ്പോൾ ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെ കാര്യം മാത്രം എടുത്തോ. വോളിയം ഓഫ് ബ്ലഡ് പംപ്ഡ് ഔട്ട് ബൈ ഈച്ച് വെൻട്രിക്കിൾ ഡ്യൂറിങ് എ കാർഡിയാക് സൈക്കിൾ. ഒരു കാർഡിയാക് സൈക്കിളിൻ്റെ സമയത്ത് ഒരൊറ്റ വെൻട്രിക്കിളിൽ നിന്ന് പുറത്തോട്ട് വരുന്ന വോളിയം ഓഫ് ബ്ലഡിനെയാണ് നമ്മൾ സ്ട്രോക്ക് വോളിയം എന്ന് പറയാം. വോളിയം ഓഫ് ബ്ലഡ് പംപ്ഡ് ഔട്ട് ബൈ ഈച്ച് വെൻട്രിക്കിൾ. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, ബൈ 2 വെൻട്രിക്കിൾസ് എന്നൊക്കെ ആക്കി നിങ്ങൾക്ക് പണി തരും. ഈച്ച് വെൻട്രിക്കിൾ ഡ്യൂറിങ് എ കാർഡിയാക് സൈക്കിൾ ഇസ് കോൾഡ് സ്ട്രോക്ക് വോളിയം. ഇറ്റ് ഇസ് അപ്രോക്സിമേറ്റ്ലി 70 ml. 70 milliliter ആണ് സ്ട്രോക്ക് വോളിയം മക്കളെ, ആവറേജ് കേട്ടോ. സോ കാർഡിയാക് ഔട്ട്പുട്ട് ക്യാൻ ബി ഡിവൈഡ്. എന്താണ് കാർഡിയാക് ഔട്ട്പുട്ട് മക്കളെ? It is the volume of blood pumped out by each ventricle in 1 minute. ഇപ്പോൾ നമ്മൾ ഒരു കാർഡിയാക് സൈക്കിളിൽ 70 ml ആണെന്ന് കണ്ടു. അപ്പോൾ ഒരു മിനിറ്റിൽ 72 പ്രാവശ്യമാണ് നമ്മുടെ ഹാർട്ട് ബീറ്റ് അല്ലേ മക്കളെ? സോ ഇൻറ്റു 72 ചെയ്താൽ മതി. ഓക്കെ, സോ ഇൻറ്റു 72 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? കാർഡിയാക് ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ ഒരു മിനിറ്റിൽ എത്ര വോളിയം ഓഫ് ബ്ലഡ് നമ്മുടെ ഒരു വെൻട്രിക്കിൾ പമ്പ് ചെയ്യുന്നു, അതാണ് കാർഡിയാക് ഔട്ട്പുട്ട്. കാർഡിയാക് ഔട്ട്പുട്ട് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ വോളിയം ഓഫ് ബ്ലഡ് പംപ്ഡ് ഔട്ട് ബൈ ഈച്ച് വെൻട്രിക്കിൾ പെർ മിനിറ്റ്. മറ്റത് ഒരു കാർഡിയാക് സൈക്കിളിലായിരുന്നു, ഇത് പെർ മിനിറ്റ് ആണ്. ദ സ്ട്രോക്ക് വോളിയം മൾട്ടിപ്ലൈഡ് ബൈ ദ ഹാർട്ട് റേറ്റ് ഗിവ്സ് ദ കാർഡിയാക് ഔട്ട്പുട്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. ആ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രോക്ക് വോളിയം ഇൻറ്റു ഹാർട്ട് റേറ്റ്. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? കാർഡിയാക് ഔട്ട്പുട്ട് കിട്ടുക. ഓക്കെ, ഇത് വെച്ച് നമുക്ക് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞാനൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. സോ ഒരു കാർഡിയാക് ഔട്ട്പുട്ട് നമ്മുടെ ബോഡിയിലൊക്കെ 5 liters ഓഫ് ബ്ലഡ് ഉണ്ട് നമുക്കറിയാം. സോ 5000 ml അല്ലെങ്കിൽ 5 liters ആണ് ഒരു ഹെൽത്തി ഇൻഡിവിജ്വലിൻ്റെ കാർഡിയാക് ഔട്ട്പുട്ട്. ഓക്കെ, നമ്മൾ അത്ലറ്റ്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ കാർഡിയാക് ഔട്ട്പുട്ട് നമുക്ക് കൂട്ടാനൊക്കെ പറ്റും. സ്ട്രോക്ക് വോളിയം ഹാർട്ട് റേറ്റ് ഒക്കെ കൂട്ടി നമുക്ക് കാർഡിയാക് ഔട്ട്പുട്ട് കൂട്ടാനൊക്കെ പറ്റും. ഓക്കെ, നമുക്ക് നോക്കാം. അടുത്തത് ഹാർട്ട് സൗണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. ഡ്യൂറിങ് ഈച്ച് കാർഡിയാക് സൈക്കിൾ 2 prominent sounds are produced, lub and dub. Heart sounds can be heard through a stethoscope. The first heart sound, lub, is associated with the closure of the tricuspid and the bicuspid valves during ventricular systole. AV വാൽവുകൾ എന്ന് നമുക്ക് ഒരുമിച്ച് വിളിക്കാം. ട്രൈക്കസ്പിഡിനും ബൈക്കസ്പിഡിനും atrioventricular valves. The second heart sound, dub, is associated with the closure of the semilunar valves during ventricular diastole. These sounds are of clinical diagnostic significance. എന്തെങ്കിലും ഇപ്പോൾ നമ്മൾ ഈ എന്താ പറയുക മർമർ എന്നൊക്കെ പറയും മക്കളെ. ഓക്കെ, അതായത് നമ്മളെ ഹാർട്ട് സൗണ്ടുകൾ കേൾക്കുന്നതിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ, ഈ ലബ് ഡബ് ഇത് മാറി ഒരു കാർബോർഡിൻ്റെ മുകളിലിട്ട് ഉരയ്ക്കുന്ന പോലത്തെ സൗണ്ട്, അങ്ങനെ സൗണ്ടിലുള്ള ഡിഫറൻസ് നോക്കിയിട്ട് നമുക്ക് ഓരോ അസുഖങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നിങ്ങൾ MBBS പഠിക്കുന്ന സമയത്ത് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ, ഹാർട്ട് ബീറ്റ് ആൻഡ് പൾസ്. എന്താണ് പൾസ് എന്ന് മക്കളെ? പൾസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നിങ്ങളിങ്ങനെ പിടിച്ച് നോക്കും അല്ലേ? നമ്മുടെ റേഡിയൽ ആർട്ടറിയാണ് നിങ്ങൾ ഈ പിടിച്ച് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ റേഡിയൽ ആർട്ടറിയിൽ നമ്മൾ ഹാർട്ട് നല്ല പ്രഷറിൽ, വെൻട്രിക്കിൾ നല്ല പ്രഷറിൽ അയോട്ടയിലേക്ക് ബ്ലഡ് പമ്പ് ചെയ്യുന്ന സമയത്ത് അയോട്ട ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ റേഡിയൽ ആർട്ടറിക്കായി മാറുന്നത്. ഓക്കെ, ഈ റേഡിയൽ ആർട്ടറിക്ക് നല്ല പ്രഷറിൽ ബ്ലഡ് വരിക.
അപ്പം നമ്മുടെ ബ്ലഡ് വെസൽ എന്ന് പറയുന്നത് മക്കളെ ഇരുമ്പോണ്ട് ഉണ്ടാക്കിയതൊന്നും അല്ലല്ലോ. സോ ബ്ലഡ് വെസൽ ഇരുമ്പോണ്ട് ഉണ്ടാക്കിയ നല്ല ഇലാസ്റ്റിക് ആണ് സാധനം. നല്ല പ്രഷറിൽ ബ്ലഡ് ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ തിരമാല പോലെ ഒരു വേവ് ഓഫ് ഡിസ്റ്റൻഷൻ ഉണ്ടാവില്ലേ മക്കളെ? ഒരു തിരമാല നല്ല പ്രഷറിൽ ബ്ലഡ് ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ഈ ബ്ലഡ് വെസലിൻ്റെ മുകളിൽ ഒരു വേവ് ഓഫ് ഡിസ്റ്റൻഷൻ ഉണ്ടാവില്ലേ? അതിനെയാണ് നമ്മൾ പൾസ് എന്ന് പറയുക. നോക്കാം. ആസ് എ റിസൾട്ട് ഓഫ് ഹാർട്ട് ബീറ്റ്, a wave of distension passes along the arteries immediately after ventricular systole. This wave of distension is called arterial pulse. It can be felt by placing a fingertip on the artery, radial artery, near the wrist. This artery palpitates at a rate corresponding to that of heartbeat. Okay. മക്കളെ, അടുത്തത് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഓഫ് ദ ഹാർട്ടിൻ്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി, അതായത് എസ് ഐ നോഡിൽ ഉണ്ടാകുന്ന ഇമ്പൾസ് എ വി നോഡിൽ എത്തുന്നു, എ വി നോഡിൽ നിന്ന് ഇമ്പൾസ് പോകുന്നു. സോ ഇങ്ങനെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഓഫ് ദ ഹാർട്ട്, അത് ഈ ഒരു ഇമ്പൾസ് കണ്ടക്ഷൻ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ഏട്രിയത്തിന് കോൺട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഏട്രിയൽ സിസ്റ്റോളൊക്കെ നടക്കുന്നത് അല്ലേ? സോ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഓഫ് ദ ഹാർട്ട് എങ്ങനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് ഇലക്ട്രോകാർഡിയോഗ്രാഫ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇലക്ട്രോകാർഡിയോഗ്രാം ആൻഡ് ഇലക്ട്രോകാർഡിയോഗ്രാഫ്? നമ്മൾ ചെറിയ ക്ലാസ് തൊട്ട് പഠിക്കുന്നതാണ്. ഇലക്ട്രോകാർഡിയോഗ്രാഫ് എന്ന് പറയുന്നത് ആ ഡിവൈസാണ്. ഗ്രാം എന്ന് പറയുന്നത് എന്താണ്? അതിന്ന് കിട്ടുന്ന റീഡിംഗ് ആണ്. ഓക്കെ ആണല്ലോ മക്കളെ? സോ ECG is a graphical representation of the electrical activity of the heart during a cardiac cycle. The machine used to obtain an ECG is called electrocardiograph. ആ മെഷീനെയാണ് നമ്മൾ ഇലക്ട്രോകാർഡിയോഗ്രാഫ് എന്ന് പറയുന്നത്. To obtain a standard ECG, a patient, എങ്ങനെയാണ് ECG നമുക്ക് കിട്ടുന്നത് വെച്ചാൽ ECGൻ്റെ മെഷീനായിട്ട് നമ്മൾ ആ പേഷ്യൻറ്റിനെ 3 ലെഡുകൾ വെച്ചിട്ടാണ് നമ്മൾ ജോയിൻ ചെയ്യാം. ഓക്കെ, പേഷ്യൻ്റെ ബോഡി ആയിട്ട്. ഓക്കെ, ഓരോ ലെഡ് നമ്മുടെ റിസ്റ്റിൽ കൊടുക്കും, ഒരു ലെഡ് ലെഫ്റ്റ് ആങ്കിളിലും കൊടുക്കും. കൂടുതൽ ഹാർട്ടിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ കുറേ ലെഡുകളൊക്കെ നമ്മൾ ചെസ്റ്റ് റീജിയനിൽ നമ്മൾ വെച്ച് പിടിപ്പിക്കും. ഓക്കെ, സോ ടു ഒബ്റ്റെയിൻ എ സ്റ്റാൻഡേർഡ് ECG, എ പേഷ്യൻറ്റ് ഈസ് കണക്റ്റഡ് ടു ദി മെഷീൻ വിത്ത് 3 ഇലക്ട്രിക്കൽ ലെഡ്സ്, one to each wrist and to the left ankle. For a detailed evaluation of the heart function, multiple leads are attached to the chest region. മക്കളെ, ജസ്റ്റ് ഒരു ECGൻ്റെ ഡയഗ്രാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ നിങ്ങൾക്ക് പി വേവ് കാണാൻ പറ്റും അല്ലേ? സോ ഇവിടെ നിങ്ങൾക്ക് പി വേവ് കാണാൻ പറ്റും, QRS കോംപ്ലക്സ് കാണാൻ പറ്റും, ടി വേവ് കാണാൻ പറ്റും. മക്കളെ, ഇതിലെ പി വേവ് ഞാൻ ഓൾറെഡി ഇതിൽ സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്, ഞാൻ വീണ്ടും എഴുതി സമയം കളയുന്നില്ല. പി വേവ് ഏട്രിയൽ. പി വേവ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഏട്രിയൽ സിസ്റ്റോൾ എന്നല്ല പറയേണ്ടത്. സാറേ പി വേവ് ഏട്രിയൽ സിസ്റ്റോൾ ആണല്ലോ, പിന്നെ എന്താ സാർ ഈ പറയുന്നത് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, എടാ പി വേവ് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഓഫ് ദ ഹാർട്ട് അല്ലേ നമ്മൾ പറയണേ അല്ലേ? സോ പി വേവ് റെപ്രസെൻസ് +1 നൊസ്റ്റാൾജിയ. നൊസ്റ്റാൾജിയൊക്കെ വേണം നിഖിൽ. +1 നൊസ്റ്റാൾജിയ അല്ല, നമ്മളിപ്പോൾ +1ഉം +2ഉം കട്ടയ്ക്ക് പഠിക്കണം, എന്നാലാണ് നമുക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞാൽ ഇനി നിങ്ങൾ MBBSനൊക്കെ ചേർന്ന് പഠിക്കുന്ന സമയത്ത് വീണ്ടും ECG പഠിക്കുമ്പം ഇങ്ങനെ ഒരു ലൈവ് ഉണ്ടായിരുന്നു, അന്ന് സാർ ക്ലാസ്സിൽ ഇതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എന്ന് ഓർമ്മ ഉണ്ടാവണം. അപ്പോഴാണ് ശരിക്കുള്ള നൊസ്റ്റാൾജിയ. ഓക്കെ, സോ മക്കളെ, പി വേവ്, QRS കോംപ്ലക്സ്, ടി വേവ്. ഇതിൽ ഈ പി വേവ് എന്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ചോദിച്ചാൽ നിങ്ങൾ പറയണം ഏട്രിയൽ ഡീപോളറൈസേഷൻ എന്ന് വേണം ഇനി മുതൽ മക്കൾ പറയാൻ. ഏട്രിയൽ ഡീപോളറൈസേഷൻ വിച്ച് ലീഡ്സ് ടു ഏട്രിയൽ സിസ്റ്റോൾ. ഏട്രിയൽ ഡീപോളറൈസേഷൻ വിച്ച് ലീഡ്സ് ടു ഏട്രിയൽ സിസ്റ്റോൾ. എന്താണ് QRS കോംപ്ലക്സ്? ദാറ്റ് ഈസ് വെൻട്രിക്കുലാർ ഡീപോളറൈസേഷൻ. ഡീപോളറൈസേഷൻ ആണ് മക്കളെ, ഡീപോളറൈസേഷൻ ആണ്. ഏട്രിയൽ ഡീപോളറൈസേഷനും ഞാൻ ഇതിൽ വരയ്ക്കുന്നില്ല. ഇതിൽ ഞാൻ വേറൊരു സാധനം നിങ്ങൾക്ക് വരച്ചു തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വേറെ ഒന്നും ഇപ്പോൾ ഇതിൽ എഴുതാത്തത്. ഏട്രിയൽ ഡീപോളറൈസേഷൻ ആണ് പി വേവ്. QRS കോംപ്ലക്സ് വെൻട്രിക്കുലാർ ഡീപോളറൈസേഷൻ ആണ്. ടി വേവ് വെൻട്രിക്കുലാർ റീപോളറൈസേഷൻ ആണ്, ഏട്രിയൽ അല്ല. മക്കൾക്ക് മാറിപ്പോകരുത്. ടി വേവ് വെൻട്രിക്കുലാർ റീപോളറൈസേഷൻ വിച്ച് ലീഡ്സ് ടു വെൻട്രിക്കുലാർ ഡയസ്റ്റോൾ. അപ്പം നമുക്ക് നോക്കാട്ടോ മക്കളെ, ഞാനൊരു സാധനം കാണിച്ചു തരാം. നിങ്ങൾ ഇതുവരെ കാണാത്ത നിങ്ങളിൽ വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രം പരിചയമുള്ളൊരു സാധനമായിരിക്കും ഇനി നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. നമ്മൾ ലൈവിൽ ഇന്ന് വരുന്നവർക്കുള്ളൊരു ഗിഫ്റ്റാണത്, മക്കൾ ശ്രദ്ധിക്കുക. സോ പി വേവ് എന്ന് പറയുന്നത് ഏട്രിയൽ ഡീപോളറൈസേഷൻ ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഏട്രിയൽ സിസ്റ്റോൾ ഇവിടെ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക മക്കളെ. ഏട്രിയൽ സിസ്റ്റോൾ എവിടെ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക? ഇവിടെ തൊട്ടാണ് ഏട്രിയൽ സിസ്റ്റോൾ സ്റ്റാർട്ട് ചെയ്യുക. ഏകദേശം ഇവിടെ വരെ ഏട്രിയൽ സിസ്റ്റോൾ ആണ്. ഓക്കെ,
സോ ഏട്രിയൽ ഡീപോളറൈസേഷൻ നടന്നു, നമുക്ക് ഏട്രിയൽ സിസ്റ്റോൾ സ്റ്റാർട്ട് ചെയ്തു, ഏട്രിയൽ സിസ്റ്റോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പിന്നെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു സെന്റൻസ് ഉണ്ട്, ഷോർട്ട്ലി ആഫ്റ്റർ ദ ക്യൂ മാർക്സ് ദ ബിഗിനിങ് ഓഫ് ദ സിസ്റ്റോൾ. അത് വെൻട്രിക്കുലർ സിസ്റ്റോൾ ആണ് ഉദ്ദേശിക്കുന്നത് മക്കളെ, മക്കൾക്ക് തെറ്റിപ്പോകരുത്. ഷോർട്ട്ലി ആഫ്റ്റർ ദ ക്യൂ മാർക്സ് ദ ബിഗിനിങ് ഓഫ് ദ സിസ്റ്റോൾ എന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നത് വെൻട്രിക്കുലർ സിസ്റ്റോൾ ആണ്, വെൻട്രിക്കുലർ സിസ്റ്റോൾ ആണ്, വെൻട്രിക്കുലർ സിസ്റ്റോൾ ആണ്. ഷോർട്ട്ലി ആഫ്റ്റർ ദ ക്യൂ മാർക്സ് ദ ബിഗിനിങ് ഓഫ് ദ സിസ്റ്റോൾ എന്ന് പറഞ്ഞാൽ വെൻട്രിക്കുലർ സിസ്റ്റോൾ ആണ് ഉദ്ദേശിക്കുന്നത്, വെൻട്രിക്കുലർ സിസ്റ്റോൾ ആണ് ഉദ്ദേശിക്കുന്നത്. എൻഡ് ഓഫ് ദ ടി വേവ് മാർക്സ് എൻഡ് ഓഫ് ദ സിസ്റ്റോൾ എന്ന് പറയുന്നുണ്ട്, എൻഡ് ഓഫ് ദ ടി വേവ് മാർക്സ് എൻഡ് ഓഫ് ദ ടി വേവ് മാർക്സ് എൻഡ് ഓഫ് ദ സിസ്റ്റോൾ എന്ന് പറയുന്നുണ്ട്. വെൻട്രിക്കുലർ സിസ്റ്റോൾ എൻഡ് ഓഫ് ദ ടി വേവ് എന്ന് പറഞ്ഞാൽ വെൻട്രിക്കുലർ സിസ്റ്റോൾ അവിടെ സ്റ്റോപ്പ് ചെയ്യാണ്, കഴിയാണ്. ഓക്കെ, എൻഡ് ഓഫ് ദ ടി വേവ് മാർക്സ് എൻഡ് ഓഫ് ദ സിസ്റ്റോൾ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, വെൻട്രിക്കുലർ റീപോളറൈസേഷൻ ആണ് ടി വേവ്. സോ ടി വേവ് തൊട്ട് ഇനി വെൻട്രിക്കുലർ ഡയസ്റ്റോൾ ആയിരിക്കും. സോ ഇവിടെ നിങ്ങട്ട് ഇനി എന്താണ്, വെൻട്രിക്കുലർ ഡയസ്റ്റോൾ ആണ്, വെൻട്രിക്കുലാർ ഡയസ്റ്റോൾ ആണ്, വെൻട്രിക്കുലാർ ഡയസ്റ്റോൾ ആണ്, വെൻട്രിക്കുലാർ ഡയസ്റ്റോൾ ആണ്, വെൻട്രിക്കുലാർ ഡയസ്റ്റോൾ ആണ്. അപ്പം മക്കളെ ഞാൻ ചോദിക്കട്ടെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, വെൻട്രിക്കുലാർ സിസ്റ്റോളിൻ്റെ സമയത്ത് ഏട്രിയ എന്തിലായിരിക്കും? ഏട്രിയ ഡയസ്റ്റോളിലായിരിക്കും, ഏട്രിയ ഡയസ്റ്റോളിലായിരിക്കും. ഓക്കെ അല്ലേ, ഓക്കെ അല്ലേ, ഓക്കെ അല്ലേ മക്കളെ? ഏട്രിയൽ സിസ്റ്റോളിൻ്റെ സമയത്ത് ഈ വെൻട്രിക്കിൾ എന്തിലായിരിക്കും? ഇതാ ഇത് ഏട്രിയ ഡയസ്റ്റോളിലാണ് കേട്ടോ, ഏട്രിയ ഡയസ്റ്റോളിലാണ്, ഏട്രിയ ഡയസ്റ്റോളിലാണ്. അപ്പോൾ ഇവിടെ കണ്ടോ, വെൻട്രിക്കുലർ ഡയസ്റ്റോളിൻ്റെ സമയത്തും ഏട്രിയ എന്തിനാണ്? ഡയസ്റ്റോളിലാണ്. ഓക്കെ, ഏട്രിയൽ സിസ്റ്റോളിൻ്റെ സമയത്തും, ഏട്രിയൽ സിസ്റ്റോളിൻ്റെ സമയത്ത് കുറച്ച് നേരം കൂടി വെൻട്രിക്കിൾ എന്തിലായിരിക്കും? വെൻട്രിക്കിൾ ഡയസ്റ്റോളിൽ തന്നെയായിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഈ ഏട്രിയൽ സിസ്റ്റോൾ വരെ വരുന്ന ഈ ഭാഗത്ത് എന്തായിരിക്കും? ഏട്രിയൽ ഡയസ്റ്റോൾ. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, എൻ്റെ മക്കൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും മേജ് ചെയ്യുന്നുണ്ട്, ഇവിടെയും മേജ് ചെയ്യുന്നുണ്ട്. ആ മേജ് ചെയ്യുന്ന ഭാഗമാണ്, ആ മേജ് ചെയ്യുന്ന ഭാഗമാണ് എന്ത് മക്കളെ? ആ മേജ് ചെയ്യുന്ന ഭാഗമാണ് എന്ത്? നമ്മുടെ ജോയിന്റ് ഡയസ്റ്റോൾ എന്ന് പറയുന്ന സാധനം, ജോയിന്റ് ഡയസ്റ്റോൾ എന്ന് പറയുന്ന സാധനം. മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ മക്കൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ, സോ പി വേവ് എന്ന് പറയുന്നത്, പി വേവ് എന്ന് പറയുന്നത് ഏട്രിയൽ ഡീപോളറൈസേഷൻ ആണ്, വിച്ച് ലീഡ്സ് ടു ഏട്രിയൽ സിസ്റ്റോൾ. ആ ഏട്രിയൽ സിസ്റ്റോൾ ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഏട്രിയൽ സിസ്റ്റോൾ ആണ് ഇവിടെ നിങ്ങൾക്ക് ഇതാ ഏട്രിയൽ ഡീപോളറൈസേഷൻ ഇവിടെ നടന്നതുകൊണ്ട് ഏട്രിയൽ സിസ്റ്റോൾ സംഭവിക്കുന്നു. QRS കോംപ്ലക്സ് വെൻട്രിക്കുലർ ഡീപോളറൈസേഷൻ ആണ്. സോ വെൻട്രിക്കുലർ സിസ്റ്റോൾ, ഇവിടെയൊക്കെ വെൻട്രിക്കുലർ സിസ്റ്റോൾ നടന്നുകൊണ്ടിരിക്കുന്നു. Shortly after the Q marks the beginning of the systole. End of the T wave marks end of the systole. Ventricular systole ആണ് ഉദ്ദേശിക്കുന്നത്. T wave എന്ന് പറയുന്നത് വെൻട്രിക്കുലർ റീപോളറൈസേഷൻ ആണ്. സോ ടി വേവ് എൻഡ് ചെയ്യുന്നിടത്ത് തൊട്ട് വെൻട്രിക്കുലർ ഡയസ്റ്റോൾ ആണ് വരുന്നത്. ഓക്കെ, വെൻട്രിക്കുലർ ഡയസ്റ്റോൾ കുറച്ച് സമയം ഇവിടെ വരെ ഉണ്ടാവും, കാരണം അടുത്ത വെൻട്രിക്കുലർ സിസ്റ്റോൾ ഇവിടെയല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ വെൻട്രിക്കുലർ ഡയസ്റ്റോൾ ഇവിടെ വരെ ഉണ്ടാവും. ഓക്കെ ആണല്ലോ? ഇത് കഴിഞ്ഞിട്ട് അടുത്ത വേവിൻ്റെ കാര്യമാണ് ഞാൻ ഈ ഭാഗത്ത് വീണ്ടും കാണിച്ചിട്ടുള്ളത് മക്കളെ. ഓക്കെ, യെസ്. സോ വെൻട്രിക്കുലർ സിസ്റ്റോളിൻ്റെ സമയം ഏട്രിയ എന്തിലായിരിക്കും? ഡയസ്റ്റോളിലായിരിക്കും. വെൻട്രിക്കുലർ ഡയസ്റ്റോൾ നടക്കുമ്പോൾ വീണ്ടും ഏട്രിയ കുറച്ച് സമയം കൂടി എന്തിലായിരിക്കും? ഡയസ്റ്റോളിലായിരിക്കും. അതാണത് ജോയിന്റ് ഡയസ്റ്റോൾ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? കൂടുതൽ കൺഫ്യൂഷൻ വേണ്ട മക്കളെ. എപ്പോഴും പിള്ളേർക്ക് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ചില ഡൗട്ടുകൾ വരാറുണ്ട് ഈ ECG ക്വസ്റ്റ്യൻസ് വരുമ്പം. അതുകൊണ്ടാണ് നമുക്ക് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറഞ്ഞു തന്നത്. ഓക്കെ, ഇവിടെയൊക്കെ ഏട്രിയൽ ഡയസ്റ്റോൾ ആണ്. ഏട്രിയൽ സിസ്റ്റോൾ നടക്കണമെങ്കിൽ എപ്പോഴാണ്? പി വേവ് ഏട്രിയൽ ഡീപോളറൈസേഷൻ നടക്കുമ്പോഴാണ് ഏട്രിയൽ സിസ്റ്റോൾ നടക്കുക. ഏട്രിയൽ ഡീപോളറൈസേഷൻ ലീഡ്സ് ടു ഏട്രിയൽ സിസ്റ്റോൾ. ആ സമയത്തൊക്കെ വെൻട്രിക്കിൾ എന്തിലായിരിക്കും? വെൻട്രിക്കിൾ എന്തിലായിരിക്കും? ഡയസ്റ്റോളിലായിരിക്കും. വെൻട്രിക്കിൾ ഡയസ്റ്റോളിലായിരിക്കും. വെൻട്രിക്കിൾ ഡയസ്റ്റോളിലായിരിക്കും. ഓക്കെ അല്ലേ? ഷോർട്ട്ലി ആഫ്റ്റർ ദ ക്യൂ മാർക്സ് ദ ബിഗിനിങ് ഓഫ് ദ സിസ്റ്റോൾ, വെൻട്രിക്കുലർ സിസ്റ്റോൾ. എൻഡ് ഓഫ് ദ ടി വേവ് മാർക്സ് എൻഡ് ഓഫ് ദി സിസ്റ്റോൾ. അതും വെൻട്രിക്കുലർ സിസ്റ്റോൾ ആണ് ഉദ്ദേശിക്കുന്നത് മക്കളെ. ഷോർട്ട്ലി ആഫ്റ്റർ ദ ക്യൂ മാർക്സ് ദ ബിഗിനിങ് ഓഫ് ദ സിസ്റ്റോൾ, എൻഡ് ഓഫ് ദ ടി വേവ് മാർക്സ് എൻഡ് ഓഫ് ദ സിസ്റ്റോൾ. ഇത് പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. A standard ECG has a P wave, QRS complex and a T wave. By counting the number of QRS complex that occur in a given time period, one can determine the heartbeat rate of an individual. ഒരു ഇൻഡിവിജ്വലിൻ്റെ ഹാർട്ട് ബീറ്റ് റേറ്റ്, എത്ര പ്രാവശ്യം ഹാർട്ട് ബീറ്റ് ചെയ്യുന്നുണ്ട് ഒരു ഗിവൺ ഡ്യൂറേഷനിൽ എന്ന് നമുക്ക് അറിയണമെങ്കിൽ, ഒരു ഇൻഡിവിജ്വലിൻ്റെ ഹാർട്ട് ബീറ്റ് ഒരു ഗിവൺ ടൈം പീരീഡിൽ എത്ര പ്രാവശ്യം അയാൾക്ക് ഹാർട്ട് ബീറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഹാർട്ട് റേറ്റ് അറിയണമെങ്കിൽ
ECG വെച്ച് നമുക്കറിയാൻ പറ്റും. ECG വെച്ച് നമുക്കറിയാൻ പറ്റും. ECGയിലെ എന്താണ് നമ്മൾ കൗണ്ട് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ QRS കോംപ്ലക്സ് ആണ് നിങ്ങൾ കൗണ്ട് ചെയ്യേണ്ടത്. ECGയിൽ എന്താണ് കൗണ്ട് ചെയ്യേണ്ടത് മക്കളെ? QRS കോംപ്ലക്സ് ആണ് നിങ്ങൾ കൗണ്ട് ചെയ്യേണ്ടത്. സോ ബൈ കൗണ്ടിങ് the number of QRS complexes that occur in a given time period, one can determine the heartbeat rate of an individual. ECGs obtained from different individuals have the same shape. Any deviation from this shape indicates a possible abnormality or disease. Hence, it is of great clinical significance. അപ്പം നിങ്ങളുടെയും എൻ്റെയും ഒക്കെ ECG ആണ് നമ്മൾ തൊട്ട് മുന്നേ കണ്ടത്. ഈ ECGയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നാൽ എന്തോ ഒരു അസുഖം നമ്മുടെ ഉള്ളിൽ ഉണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, സോ ഇനി നമ്മൾ ബ്ലഡ് വെസൽസിനെ കുറിച്ചാണ് പറഞ്ഞത്. ബ്ലഡ് വെസൽസ് നമുക്കറിയാം, ആർട്ടറീസ് ഉണ്ട്, വെയിൻസ് ഉണ്ട്, കാപ്പിലറീസ് ഉണ്ട്. All arteries carry oxygenated blood except pulmonary artery. All veins carry deoxygenated blood except pulmonary veins. ഏറ്റവും ചെറിയ ബ്ലഡ് വെസൽസ് കാപ്പിലറീസ് ആണ്. ഓക്കെ അല്ലേ? ആർട്ടറീസ് ആർട്ടീരിയോസായി ഡിവൈഡ് ചെയ്യുന്നു. ആർട്ടീരിയോസ് പിന്നെ കാപ്പിലറീസിലേക്കാണ് ബ്ലഡ് വരുന്നത്. കാപ്പിലറീസിന്ന് ഉള്ള ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് വെന്യൂസിലേക്കാണ് പോകുന്നത്. പിന്നെ വെയിൻസിലേക്കാണ് വരുന്നത്, വീനക്കാവയിലേക്കാണ് വരുന്നത്. ഓക്കെ, എല്ലാം നമുക്കറിയാം. നോക്കാം. The blood flows strictly by a fixed route through blood vessels, the arteries, capillaries and veins. Oxygenated blood flows through arteries. Arteries branch out into arterioles and then to capillaries. From capillaries, the deoxygenated blood flows through venules, then to veins and is finally poured back to heart. So just ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് മക്കളെ, ആർട്ടറീസ്, ആർട്ടീരിയോസ്, കാപ്പിലറീസ്, വെന്യൂസ്, വെയിൻസ്. ഓക്കെ, സോ ആർട്ടറീസ് carry blood from heart to different body parts. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. All arteries carry oxygenated blood except the pulmonary artery. Arteries divide to form arterioles. Capillaries connect arterioles and venues. Arteriosനെയും വെന്യൂസിനെയും കണക്ട് ചെയ്യുന്നവനാണ് capillaries. The nutrients, gases, etc. can diffuse into the tissue cells through the walls of the capillaries. നമ്മൾ പഠിച്ചു. ഓക്കെ, പഠിച്ച കാര്യമാണത്. യെസ്. Veins carry blood from different body parts to the heart. All veins carry deoxygenated blood except the pulmonary vein. The vein have valves. മക്കളെ, വെയിൻസിന് വാൽവ് ഉണ്ട്. എന്തിനാ വെയിൻസിന് വാൽവ് മക്കളെ? എഗെയിൻസ്റ്റ് ഗ്രാവിറ്റി. ഞാൻ പറയാമല്ലോ, ആർട്ടറീസിലേക്ക് നമ്മുടെ ഹാർട്ട് നല്ല പ്രഷറിലാണ് ബ്ലഡ് പമ്പ് ചെയ്യുന്നത്. സോ ആ ഒരു പ്രഷറിൽ തന്നെ ബ്ലഡ് മുന്നോട്ട് പോയിക്കോളും. പക്ഷെ വെയിൻസ് കഷ്ടപ്പെട്ട് നമ്മുടെ നാറാണത്തുരാന്ന് മറ്റേ ആ ഒരു പാറക്കഷ്ണൊക്കെ ഉരുട്ടി കയറ്റി കൊണ്ടുവന്നില്ലേ, അതേപോലെ എഗെയിൻസ്റ്റ് ഗ്രാവിറ്റി നമ്മളെ വെയിൻസ് എന്ത് ചെയ്യണം? എഗെയിൻസ്റ്റ് ഗ്രാവിറ്റി നമ്മുടെ ബ്ലഡ് കൊണ്ടുവന്ന് നമ്മുടെ റൈറ്റ് ഏരിയത്തിൽ എത്തിക്കണം. ഓക്കെ, സോ തിരിച്ച് ബ്ലഡ് ഇറങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ നമ്മുടെ വെയിൻസിലൊക്കെ എന്തുണ്ട്? വാൽവുകളുണ്ട്. Always, so the veins have valves to prevent backflow of blood. Small venules joins to form veins. മക്കളെ, സർക്കുലേഷൻ, ഡബിൾ സർക്കുലേഷൻ, ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് സിസ്റ്റമിക് ആൻഡ് പൾമണറി സർക്കുലേഷൻ. പൾമണറി സർക്കുലേഷൻ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ലെസർ സർക്കുലേഷൻ, സിസ്റ്റമിക് സർക്കുലേഷൻ, ഗ്രേറ്റർ സർക്കുലേഷൻ. എല്ലാം നമ്മൾ ടപ്പേന്ന് അടിപൊളിയായിട്ട് പഠിച്ചതാണ്. നിങ്ങൾ ഈ ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഞാൻ നിങ്ങൾക്ക് വരച്ചു തന്ന ആ ഡയഗ്രത്തിൻ്റെ വേറൊരു രൂപമാണിത്. ഓക്കെ, യെസ്. പോർട്ടൽ സർക്കുലേഷൻ. സർ, ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ ലൈവിന് എന്ത് പറ്റി? അന്ന് ഞങ്ങൾ ഒരുപാട് ചെയ്തു, റീസ്റ്റാർട്ട് ചെയ്യുമെന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തു. മൈറ്റോകോൺട്രിയ എടാ, അതിൻ്റെ ബാക്കിയാണത്. ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ലൈവിൻ്റെ ബാക്കിയാണ് ഇത്, മൈറ്റോകോൺട്രിയ. ഓക്കെ, ഫുൾ എനർജി ആയിട്ട് ഇപ്പോൾ തിരിച്ചു വന്നേക്കുക. എവിടെ? ഞങ്ങൾ വെയിറ്റ് ചെയ്തു. ഓക്കെ മക്കളെ, ഓക്കെ, ആ ലൈവിൻ്റെ ബാക്കിയാണ് കേട്ടോ അത്. യെസ്, അന്ന് ഞാൻ പറഞ്ഞില്ലേ, ചെറിയൊരു ടെക്നിക്കൽ എറർ വന്നിട്ട് പോയതാണ് മക്കളെ. ഓക്കെ, അന്ന് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. ഓക്കെ, യെസ്. സോ മക്കൾ ശ്രദ്ധിക്കുക. എടാ, പോർട്ടൽ സർക്കുലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ഒക്കെ എല്ലായിടത്തേക്കും കൊണ്ടേ കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് നോർമൽ സർക്കുലേഷൻ്റെ ജോലി. പോർട്ടൽ സർക്കുലേഷൻ ഒരു എക്സ്ട്രാ സർക്കുലേഷനാണ്. ഓക്കെ, ആ പോർട്ടൽ സർക്കുലേഷനിൽ ഞാനിവിടെ ഒരു പേജ് ആഡ് ചെയ്തിട്ട് നമുക്ക് കാണിച്ചു തരാം. പോർട്ടൽ സർക്കുലേഷനിൽ ഒരു വെയിൻ ഉണ്ടാവും മക്കളെ. പോർട്ടൽ സർക്കുലേഷനിൽ ദർ വിൽ ബി എ വെയിൻ. ഒരു വെയിൻ ഉണ്ടാവും. അവനൊരു വെയിനാണ് മക്കളെ. ആ വെയിൻ്റെ രണ്ട് സൈഡിലും കാപ്പിലറീസ് ആയിരിക്കും. ആ വെയിൻ്റെ രണ്ട് സൈഡിലും എന്തായിരിക്കും? കാപ്പിലറീസ് ആയിരിക്കും. ഓക്കെ അല്ലേ? ആ വെയിൻ്റെ രണ്ട് സൈഡിലും കാപ്പിലറീസ് ആയിരിക്കും. ഇങ്ങനെയുള്ള ഒരു സർക്കുലേഷനാണിത് പോർട്ടൽ സർക്കുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആ വെയിൻ്റെ രണ്ട് സൈഡിലും കാപ്പിലറീസ് ആയിരിക്കും. ഇങ്ങനെയുള്ള സർക്കുലേഷനാണ് പോർട്ടൽ സർക്കുലേഷൻ എന്ന് പറയുന്നത്. സോ മക്കൾ, എന്തിനാണ് സാറേ ഈ പോർട്ടൽ സർക്കുലേഷൻ ചോദിച്ചാൽ ഞാൻ ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറഞ്ഞുതരാം. അപ്പം മക്കൾ നല്ല ക്ലിയർ ആവും. ഓക്കെ, സോ ഇത് നമ്മളെ എലിമെൻ്ററി, മക്കൾക്ക് ശ്രദ്ധിച്ചോ, ഇത് നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്റ്റ് അല്ലെങ്കിൽ എലിമെൻ്ററി ട്രാക്റ്റ് അല്ലെങ്കിൽ ഇൻറ്റസ്റ്റൈൻ ആണ് എന്ന് വിചാരിച്ചു.
ഇൻറ്റസ്റ്റൈൻ ആണ്. ഓക്കെ, ഇൻറ്റസ്റ്റൈനിൽ നിന്ന് ഗ്ലൂക്കോസ്, എക്സസ് ഉള്ള ഗ്ലൂക്കോസൊക്കെ ഗ്ലൈക്കോജൻ ആക്കി മാറ്റി നമുക്ക് എവിടെ എത്തിക്കണം? നമ്മുടെ ലിവറിൽ എത്തിക്കണം. ഓക്കെ, അല്ലാതെ ഇൻറ്റസ്റ്റൈൻ എന്നുള്ള ബ്ലഡ് ഇപ്പോൾ നോർമലി എല്ലാ ഓർഗൻസിലേക്കും ബ്ലഡ് ആർട്ടറി വഴി പോയി കഴിഞ്ഞാൽ പിന്നെ ഓക്സിജനൊക്കെ പോയതിന് ശേഷം കാർബൺ ഡൈ ഓക്സൈഡൊക്കെ ആ ഓർഗനിൽ നിന്ന് തിരിച്ച് റിസീവ് ചെയ്തിട്ട് വെയിൻസ് വഴി ആ ബ്ലഡ് നേരെ ഹാർട്ടിലേക്ക് പോകാറാണ് പതിവ്. ഇവിടെ എന്നാൽ അങ്ങനെയല്ല മക്കളെ. ഇവിടെ ഇൻറ്റസ്റ്റൈൻ്റെ ഇവിടെ ബ്ലഡ് എത്തിക്കഴിഞ്ഞാൽ ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്ചേഞ്ച് അല്ല ഇതിൻ്റെ മെയിൻ ഫംഗ്ഷൻ. ഇതെന്തിനാന്ന് വെച്ചാൽ ഇൻറ്റസ്റ്റൈനിൽ നിന്ന് ഇപ്പം ആ എക്സ്ട്രാ ഉള്ള ഗ്ലൂക്കോസും കാര്യങ്ങളൊക്കെ ഇവർക്ക് കിട്ടിയെന്ന് വിചാരിച്ചോ, ഈ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി സ്റ്റോർ ചെയ്യാൻ എവിടെ എത്തിക്കണം? ലിവറിൽ എത്തിക്കണം. അല്ലാതെ ആ ഗ്ലൂക്കോസും കൊണ്ട് അല്ലെങ്കിൽ ആ എക്സ്ട്രാ കിട്ടുന്ന സാധനങ്ങളും കൊണ്ട് നേരെ ഹാർട്ടിലേക്ക് പോയിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അതിനെ ഗ്ലൈക്കോജൻ ആക്കിയിട്ട് എവിടെ സ്റ്റോർ ചെയ്ത് വെക്കണം? ലിവറിൽ സ്റ്റോർ ചെയ്ത് വെക്കണം. സോ ഒരു വെയിൻ വെച്ച്, ഏത് വെയിനാ സാറേ? എടാ ലിവറിലേക്കല്ലേ പോകുന്നത്? ലിവറിൻ്റെ സെൽസ് ഹെപ്പാറ്റിക് സെൽസ് അല്ലേ? സോ നമുക്ക് ആ വെയിനെ ഹെപ്പാറ്റിക് വെയിൻ എന്ന് വിളിക്കാം. ഹെപ്പാറ്റിക് വെയിൻ. ഓക്കെ, പക്ഷേ സാറേ വെറും ഹെപ്പാറ്റിക് വെയിൻ വിളിച്ചാൽ മതിയോ? പോരാ, ഇതൊരു എക്സ്ട്രാ വെയിൻ അല്ലേ? സോ ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ എന്ന് നമ്മൾ അതിനെ വിളിക്കും. ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ. ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ. ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ വഴി നേരെ ലിവറിൻ്റെ അടുത്തെത്തും. ലിവറിൽ ഇവിടെ കുറേ കാപ്പിലറീസ് ഒക്കെ ഉണ്ട്. ലിവറിൻ്റെ അടുത്തും കുറേ കാപ്പിലറീസ് ഉണ്ട്. സോ ഈ കാപ്പിലറീസിൽ നിന്ന് ലിവറിലേക്ക് ഈ ഗ്ലൂക്കോസ് കിട്ടും. ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി നേരെ ലിവറിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നു. ഓക്കെ, ഇതിനെ നമ്മൾ ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം അല്ലെങ്കിൽ ഹെപ്പാറ്റിക് പോർട്ടൽ സർക്കുലേഷൻ എന്ന് വിളിക്കും. ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം അല്ലെങ്കിൽ ഹെപ്പാറ്റിക് പോർട്ടൽ സർക്കുലേഷൻ എന്ന് വിളിക്കും. ഓക്കെ, മക്കൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ എക്സ്ട്രാ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഓർഗൻസിൻ്റെ ഇടയിൽ ഒരു പോർട്ടൽ വെയിൻ ഇട്ട് കൊടുക്കും. ഓക്കെ, ആ പോർട്ടൽ വെയിൻ്റെ രണ്ട് എൻഡിലും എന്തായിരിക്കും? കാപ്പിലറീസ് ആയിരിക്കും. ഓക്കെ, കാപ്പിലറീസ് ആയിരിക്കും. ഓക്കെ, സോ നമ്മൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഇൻറ്റസ്റ്റൈനിൽ നിന്ന് നേരെ നമ്മുടെ ഗ്ലൂക്കോസ് ഒക്കെ നേരെ എങ്ങോട്ട് കയറും? നമ്മുടെ കാപ്പിലറീസിലേക്ക് കയറും. കാപ്പിലറീസ് കഴിഞ്ഞാൽ പോർട്ടൽ വെയിൻ ആണ്. പോർട്ടൽ വെയിൻ്റെ തറ്റത്ത് വീണ്ടും കാപ്പിലറീസ് കാണും. ആ കാപ്പിലറീസിന് വേണ്ട സാധനങ്ങളൊക്കെ നേരെ ലിവറിലേക്ക് പോകും. ലിവറിൽ സ്റ്റോർ ചെയ്യപ്പെടും. ഓക്കെ ആണല്ലോ? യെസ്. സോ ദിസ് ഇസ് ഹെപ്പാറ്റിക് പോർട്ടൽ സർക്കുലേഷൻ. നമുക്ക് ഒന്നുകൂടെ ഉണ്ട്, ഒരു പോർട്ടൽ സർക്കുലേഷൻ കൂടെ ഉണ്ട്. ദാറ്റ് ഇസ് ഹൈപ്പോഫൈസിയൽ പോർട്ടൽ സിസ്റ്റം എന്ന് പറയും. ഹൈപ്പോഫൈസിയൽ പോർട്ടൽ സർക്കുലേഷൻ. ഹൈപ്പോഫൈസിയൽ പോർട്ടൽ സർക്കുലേഷൻ എന്ന് പറയും. അതെന്താന്ന് വെച്ചാൽ നമ്മുടെ ഇത് ഹൈപ്പോതലാമസ് ആണെന്ന് വിചാരിച്ചോ. ഹൈപ്പോതലാമസ് കുറേ റിലീസിങ് ഹോർമോൺസും. അപ്പോൾ എന്തായാലും പോർട്ടൽ സർക്കുലേഷൻ എന്താ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അവിടെ എന്തായാലും ഒരു വെയിൻ ഉണ്ടാവും. ആ വെയിൻ്റെ പേരെന്താ നമ്മൾ പഠിച്ചിട്ടുണ്ട്? പോർട്ടൽ വെയിൻ. കൃപ വരാൻ ലേറ്റ് ആയിപ്പോയി അല്ലേ? ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. യെസ്, ക്ലിയർ. ഓക്കെ, സോ ഇത് പോർട്ടൽ വെയിനാണ്. ഇതെന്താണ്? പോർട്ടൽ വെയിനാണ്. നമുക്കറിയാം പോർട്ടൽ വെയിനാണ്. ഈ പോർട്ടൽ വെയിൻ്റെ രണ്ട് ഭാഗത്തും എന്തുണ്ടാവും നമുക്കറിയാം? കാപ്പിലറീസ് ഉണ്ടാവും നമുക്കറിയാം അല്ലേ? പോർട്ടൽ വെയിൻ്റെ രണ്ട് ഭാഗത്തും എന്തുണ്ടാവും? കാപ്പിലറീസ് ഉണ്ടാവും എന്നുള്ള കാര്യം നമുക്കറിയാം. നമ്മൾ ഓൾറെഡി ഒരു പോർട്ടൽ സർക്കുലേഷൻ പഠിച്ചതാണ്. രണ്ട് ഭാഗത്തും കാപ്പിലറീസ് ഉണ്ടാവും നമുക്കറിയാം. ഓക്കെ, അപ്പോൾ എന്തിനാ സാർ ഈ ഹൈപ്പോതലാമസ് എഴുതി വെച്ചേക്കുന്നത്? എടാ, ഹൈപ്പോതലാമസിന് കുറേ റിലീസിങ് ഹോർമോൺസും ഇൻഹിബിറ്റിംഗ് ഹോർമോൺസും ഒക്കെ വരൂലേ? അത് എവിടെയാ പോണ്ടേ? ഹൈപ്പോതലാമസിന് വരുന്ന റിലീസിങ് ഹോർമോൺസും ഇൻഹിബിറ്റിംഗ് ഹോർമോൺസും ആൻറ്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറിയിലേക്കാണോ പോസ്റ്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറിയിലേക്കാണോ? എങ്ങോട്ടാ പോണ്ടേ? ആൻറ്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറിയിലേക്കാണോ പോസ്റ്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറിയിലേക്കാണോ പോണ്ടത്? എങ്ങോട്ടാ പോണ്ടേ മക്കളെ? ആൻറ്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറി ആണോ പോസ്റ്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറിയിലേക്കാണോ പോണ്ടത്? എങ്ങോട്ടാ പോണ്ടത് മക്കൾ പറഞ്ഞേ? ആൻറ്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറി ഓർ പോസ്റ്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറി? മക്കളെ, പോസ്റ്റീരിയർ ലോബിലാണെങ്കിൽ അവിടെ ഓക്സിറ്റോസിനും വാസോപ്രസിനും ഉണ്ടാവുള്ളൂ. ആൻറ്റീരിയർ ലോബാണ് ബാക്കി എല്ലാ ഹോർമോൺസിനെയും. നിങ്ങൾ കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇൻറ്റഗ്രേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കുന്നുണ്ട്. യെസ്, നിഖിൽ പറയുന്നുണ്ട് ആൻറ്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറി. യെസ്. സോ മക്കളെ, ആൻറ്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറി. അപ്പം ഞാനിവിടെ വരച്ചു വെക്കുകയാണ് ആൻറ്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറി. മക്കളെ, ക്വസ്റ്റ്യൻ അതെയും താണ്ടി ഒരു ക്വസ്റ്റ്യൻ ഇനി വരില്ല. ഓക്കെ, ഇതേയും താണ്ടി ഒരു ക്വസ്റ്റ്യൻ ഇനി വരില്ല. ഓക്കെ, സോ നീറ്റിൽ നിന്നും വരാവുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് എങ്ങനെ വരാവോ അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് മക്കളെ. സോ ആൻറ്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറിൻ്റെ അവിടെ ആയിരിക്കും അടുത്ത കാപ്പിലറീസ് ഉണ്ടാവുക.
അപ്പോൾ നമ്മൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ലോബുകളെ നമ്മൾ അഡിനോ ഹൈപ്പോഫൈസിസ് എന്നും ന്യൂറോ ഹൈപ്പോഫൈസിസ് എന്നൊക്കെ വിളിക്കുന്നുണ്ട് അല്ലേ. സോ അഡിനോ ഹൈപ്പോഫൈസിസ് എന്നും ന്യൂറോ ഹൈപ്പോഫൈസിസ്, അഡിനോ ഹൈപ്പോഫൈസിസിലേക്കാണ് സാധനം കൊണ്ടുവരുന്നത്. ഓക്കെ, സോ ഹൈപ്പോഫൈസിസ് എന്നുണ്ടല്ലോ. അപ്പോൾ ഈ പോർട്ടൽ വെയിൻ നമുക്ക് എന്ത് വിളിക്കാം? ഹൈപ്പോഫൈസിയൽ പോർട്ടൽ വെയിൻ, ഹൈപ്പോഫൈസിയൽ പോർട്ടൽ വെയിൻ, ഹൈപ്പോഫൈസിയൽ പോർട്ടൽ വെയിൻ, ഹൈപ്പോഫൈസിയൽ പോർട്ടൽ വെയിൻ. അപ്പൊ ഈ ഒരു പോർട്ടൽ സർക്കുലേഷനെ നമുക്ക് എന്ത് വിളിക്കാം? ഹൈപ്പോഫൈസിയൽ പോർട്ടൽ സർക്കുലേഷൻ, ഹൈപ്പോഫൈസിയൽ പോർട്ടൽ സർക്കുലേഷൻ, അല്ലെങ്കിൽ ഹൈപ്പോഫൈസിയൽ പോർട്ടൽ സിസ്റ്റം, ഹൈപ്പോഫൈസിയൽ പോർട്ടൽ സർക്കുലേഷൻ എന്ന് വിളിക്കാം. എൻ്റെ മക്കൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ രണ്ട് പോർട്ടൽ സർക്കുലേഷനും നമ്മൾ കവർ ചെയ്തു. സോ പോർട്ടൽ സർക്കുലേഷൻ, എ വെയിൻ which collects blood from one organ by one set of capillaries and distributes the blood to some other organ by another set of capillaries instead of sending it to the heart is called a portal vein. The portal vein together with its capillaries forms the portal system. Humans have two types of portal system, hepatic portal system and hypophyseal portal system. ഓക്കെ, ഫ്രോഗിൻ്റെ കേസിലേക്കൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് റീനൽ പോർട്ടൽ സിസ്റ്റം കാര്യങ്ങളൊക്കെ കാണാം. ഇപ്പം മക്കൾ ഇത്ര പഠിച്ചാൽ മതി. ഓക്കെ, hepatic portal system, it includes hepatic portal vein. It is a vascular connection between the digestive tract and liver. ഏതാണ് digestive tract? Intestine ആണ്. The hepatic portal vein carries blood from intestine to the liver. Hypophyseal portal system, it carries blood from the hypothalamus of brain to the anterior lobe of the pituitary gland. മക്കളെ അടുത്തത് കൊറോണറി സർക്കുലേഷൻ. ഒന്നുമില്ല മക്കളെ, കൊറോണറി സർക്കുലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എടാ എല്ലാവർക്കും ബ്ലഡ് എത്തിക്കാൻ ഹാർട്ട് ഉണ്ട്. ഹാർട്ടിലൂടെ ബ്ലഡ് പോകുന്നതിന് വെച്ചിട്ട് ഹാർട്ട് മറ്റേ പരിപാടി കാണിക്കൂല, കട്ടെടുക്കൂല. ഹാർട്ടിനും പറയും ബാക്കി എല്ലാ ഓർഗൻസിനും എങ്ങനെയാണോ ബ്ലഡ് കിട്ടുന്നത്, അയോട്ടൻ്റെ ഒരു ബ്രാഞ്ച് ഒരു ആർട്ടറി പോയിട്ട് ബാക്കി എല്ലാ ഓർഗൻസും സപ്ലൈ ചെയ്യുന്നു. അവിടെ നിന്നുള്ള ഡിയോക്സിനേറ്റഡ് ബ്ലഡ് വെയിൻസ് കളക്ട് ചെയ്യുന്നു, തിരിച്ച് ഹാർട്ടിലേക്ക് കൊണ്ടുവരുന്നു. അതേപോലെ തന്നെയുള്ള ഒരു സർക്കുലേഷൻ മതി എനിക്കും എന്ന് ഹാർട്ട് പറയും. അപ്പോൾ അയോട്ടൻ്റെ ഒരു ബ്രാഞ്ച് ഉണ്ട് മക്കളെ, അതിൻ്റെ പേരാണ് കൊറോണറി ആർട്ടറി. ഹാർട്ടിലേക്കുള്ള ആർട്ടറിയാണ് കൊറോണറി ആർട്ടറി. അയോട്ടയ്ക്ക് ഒരു ബ്രാഞ്ച് ഉണ്ടാവും മക്കളെ. നമ്മൾ അയോട്ട ഇല്ലേ, അയോട്ടയ്ക്ക് കൊറോണറി ആർട്ടറി എന്ന് പറഞ്ഞ് കൊറോണറി ആർട്ടറി എന്ന് പറഞ്ഞ് ഒരു ബ്രാഞ്ച് അയോട്ടയ്ക്ക് ഉണ്ടാവും. അത് ഹാർട്ടിൻ്റെ മസിൽസിലേക്ക് ഓക്സിജനേറ്റഡ് ബ്ലഡ് കൊണ്ടുവരുന്ന ആളാണ് കൊറോണറി ആർട്ടറി. അങ്ങനെ കൊറോണറി ആർട്ടറി ഹാർട്ടിൻ്റെ മസിൽസിനൊക്കെ ബ്ലഡ് കൊടുക്കുന്നു. അവിടുന്ന് ഡിയോക്സിനേറ്റഡ് ബ്ലഡ് നമ്മുടെ കൊറോണറി വെയിൻ, എന്താണ് കൊറോണറി വെയിൻ? കൊറോണറി വെയിൻസ് ആണ് കൊണ്ടുവരുന്നത്. കൊറോണറി വെയിൻസ് സാറേ റൈറ്റ് ആർട്ടറിയിലേക്ക് നേരെ വന്ന് ഓപ്പൺ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അല്ല. കൊറോണറി വെയിൻസ് ജോയിൻ ചെയ്തിട്ട് കൊറോണറി സൈനസിലേക്ക് ഓപ്പൺ ചെയ്യുന്നു. കൊറോണറി സൈനസ്, നമ്മൾ നേരത്തെ ഹാർട്ടിൻ്റെ ഡയഗ്രം വരച്ചപ്പോൾ ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നു കൊറോണറി സൈനസ്. കൊറോണറി സൈനസ് എന്നാണ് ആ ഡിയോക്സിനേറ്റഡ് ബ്ലഡ് റൈറ്റ് ഏട്രിയത്തിൽ എത്തുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഹാർട്ടിൻ്റെ മസിൽസിന് ബ്ലഡ് കിട്ടുന്നത് മക്കളെ? നമുക്ക് നോക്കാം. അയോട്ടയിൽ നിന്ന് കൊറോണറി ആർട്ടറിയിൽ നിന്ന് നമ്മുടെ ഹാർട്ടിൻ്റെ മസിൽസിലേക്ക് എത്തി. ഹാർട്ടിൻ്റെ മസിൽസിൽ നിന്ന് കൊറോണറി വെയിൻ കൂടെ ഡിയോക്സിനേറ്റഡ് ബ്ലഡ് കൊറോണറി സൈനസിലേക്ക് ഓപ്പൺ ചെയ്യണു. കൊറോണറി സൈനസ് ഓപ്പൺസ് ഇൻ ടു റൈറ്റ് ഏട്രിയം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. റെക്കോർഡറായിട്ട് യൂട്യൂബ് വരുമ്പോൾ യെസ്. ഓക്കേടാ, നമ്മുടെ ലൈവിൽ സ്റ്റേ അടിച്ച് നിൽക്കുന്നവർക്ക് എല്ലാ പോയിന്റ്സും കിട്ടും. പിന്നെ റെക്കോർഡർ വേർഷനും ഉണ്ടാവും. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് നോക്കാം. കൊറോണറി സർക്കുലേഷൻ, ദ സർക്കുലേഷൻ ഓഫ് ബ്ലഡ് ടു ആൻഡ് ഫ്രം ദി കാർഡിയാക് മസ്കുലേച്ചർ ഈസ് കോൾഡ് കൊറോണറി സർക്കുലേഷൻ. ദ ഫ്ലോ ഓഫ്, അപ്പോൾ ഹാർട്ടിലേക്ക് ബ്ലഡ് വരുന്നതും ഹാർട്ടിൽ നിന്ന് ബ്ലഡ് തിരിച്ചു പോകുന്നതും ഈ സർക്കുലേഷനാണ് നമ്മൾ കൊറോണറി സർക്കുലേഷൻ എന്ന് പറയുന്നത്. ദ ഫ്ലോ ഓഫ് ഓക്സിജനേറ്റഡ് ബ്ലഡ് ഫ്രം ദി അയോട്ട ടു ദ ഹാർട്ട് മസിൽ ആൻഡ് ദ റിട്ടേൺ ഓഫ് ഡിയോക്സിനേറ്റഡ് ബ്ലഡ് ഫ്രം ദി ഹാർട്ട് മസിൽ ടു ദി റൈറ്റ് ഏട്രിയം. ഹെയ്ലി, യെസ്, ക്ലിയർ. ഓക്കെ മക്കളെ, നിങ്ങൾ ക്ലിയർ എന്നൊക്കെ പറയുമ്പോഴും ഇങ്ങനെ കമൻറ്റ് പറയുമ്പോഴും ഓക്കെ സന്തോഷമാണ്. പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവുന്നു എന്നറിയുന്നതിൽ സന്തോഷം. ഓക്കെ, ഈ ചാപ്റ്റർ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിലുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും ഷെയർ ചെയ്യുക, അവരും പഠിക്കട്ടെ, എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കട്ടെ. ആർക്കും ഇത് കോൺസെപ്റ്റ് ക്ലിയർ ആവാതിരിക്കരുത്. കാരണം നിങ്ങളുടെ ഈ പ്രായത്തിൽ നമ്മൾ +2 ഒക്കെ പഠിക്കുന്ന സമയത്ത് മക്കളെ നമുക്ക് ഇങ്ങനത്തെ ലൈവ് ഓപ്ഷൻസ് കാര്യങ്ങളൊന്നുമില്ല. നമുക്കൊരു പ്രാവശ്യം ക്ലാസ് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ ഒരു ലൈവിൽ പോയിട്ട് ഡൗട്ടുകൾ തീർക്കുക അല്ലെങ്കിൽ ലൈവിൽ പോയിട്ട് ഇങ്ങനത്തെ എക്സ്ട്രാ ക്ലാസ് കിട്ടുക, ഈ ഓപ്ഷൻസ് ഒന്നുമില്ല. സോ അതിൻ്റെ ഡിഫിക്കൽട്ടീസ് ഒക്കെ അന്ന് ഞാൻ മാത്രമല്ല നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരുപാട് സാർമാരന്ന് അനുഭവിച്ചിട്ടുള്ള. അപ്പോൾ ഇങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ കിട്ടുമ്പോൾ മാക്സിമം അതിൻ്റെ അഡ്വാൻറ്റേജ് എടുക്കുക. അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. അവർക്കും ചിലപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ ഡൗട്ട് ഉണ്ടാവാം. സോ അവരും അടിപൊളിയായിട്ട് പഠിക്കട്ടെ. സോ നമുക്ക് മുന്നോട്ട് പോകാം മക്കളെ. സോ കൊറോണറി സർക്കുലേഷൻ, ദ ഫ്ലോ ഓഫ് ഓക്സിജനേറ്റഡ് ബ്ലഡ് ഫ്രം ദി അയോട്ട ടു ദി ഹാർട്ട് മസിൽ ആൻഡ് ദ റിട്ടേൺ ഓഫ് ഡിയോക്സിനേറ്റഡ് ബ്ലഡ് ഫ്രം ദ ഹാർട്ട് മസിൽ ടു ദ റൈറ്റ് ഏട്രിയം is called coronary circulation. The coronary arteries arise from the aorta which supply oxygenated blood to the heart muscle. The coronary veins bring deoxygenated blood to the right atrium.
നമുക്ക് എന്താണ് ബി പി? ഒന്നുമില്ല, ബ്ലഡ് ആർട്ടറീസിന് മുകളിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ, അതാണെന്ത് ബി പി, ബ്ലഡ് പ്രഷർ. ഓക്കെ, സോ നമ്മുടെ നോർമൽ ബ്ലഡ് പ്രഷർ 120/80 mmHg ആണ്. സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ എന്ന് പറഞ്ഞാൽ ഹാർട്ട് നന്നായിട്ട് കോൺട്രാക്ട് ചെയ്യുമ്പോൾ, നമ്മുടെ വെൻട്രിക്കിൾസ് കോൺട്രാക്ട് ചെയ്യുമ്പോൾ, ലെഫ്റ്റ് വെൻട്രിക്കിൾ കോൺട്രാക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലഡ് വന്ന് ആർട്ടറീസിന് മുകളിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ സിസ്റ്റോളിക് പ്രഷർ. ഡയസ്റ്റോളിൻ്റെ സമയത്ത് എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ ഡയസ്റ്റോളിക് പ്രഷർ. ഓക്കെ, അത് കുറവായിരിക്കുമല്ലോ ഡയസ്റ്റോളിക് പ്രഷർ. സോ 120/80 millimeters of mercury ആണത്. സോ ഇറ്റ് ഈസ് അതിനേക്കാളും കൂടുമ്പോൾ നമ്മളിപ്പോൾ 140/90 മുകളിലൊക്കെ പോവുകയാണെങ്കിൽ അതിനെ ഹൈ ബി പി കൂടുതലാണ് എന്നൊക്കെ നമ്മൾ പറയും. ഓക്കെ, അത് നമ്മുടെ ഹാർട്ടിന് മാത്രമല്ല, നമ്മുടെ കിഡ്നിക്കും അതുപോലെ ബ്രെയിൻ പോലെയുള്ള ഓർഗൻസിനൊക്കെ ഡാമേജ് ഉണ്ടാക്കും ഹൈ ബി പി ആയുള്ള കണ്ടീഷൻസ്. എപ്പോഴും നമ്മുടെ വീട്ടിലുള്ള അച്ഛൻ്റെ അമ്മേൻ്റെയൊക്കെ 2 weeks കൂടുമ്പോൾ ബി പി ചെക്ക് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. ലോ ബി പി കണ്ടീഷൻസും സീരിയസ് ആണ്, ഹൈ ബി പി കണ്ടീഷൻസും നമ്മൾ അങ്ങനെ കൊണ്ടുപോകാൻ പാടില്ല. നമ്മൾ ബി പി കുറയ്ക്കാൻ വേണ്ടിയുള്ള മെഡിസിൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കണം. ഓക്കെ, യെസ്. സോ എന്താണ് ബി പി? നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇറ്റ് ഈസ് എ പ്രഷർ എക്സർട്ടഡ് ബൈ ദ ഫ്ലോ ഓഫ് ബ്ലഡ് അഗെയിൻസ്റ്റ് ദ വാൾസ് ഓഫ് ആർട്ടറീസ്. ബി പി ഓഫ് എ നോർമൽ പേഴ്സൺ അറ്റ് റെസ്റ്റ് ഈസ് 120/80 mmHg, millimeters of mercury pressure. In this measurement, 120 mmHg is the systolic pressure and 80 mmHg is the diastolic pressure. Instrument used for the measurement of blood pressure is sphygmomanometer. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ്. അടുത്തത് റെഗുലേഷൻ ഓഫ് കാർഡിയാക് ആക്ടിവിറ്റി, അതായത് ഹാർട്ടിൻ്റെ ആക്ടിവിറ്റീസ് എങ്ങനെ റെഗുലേറ്റ് ചെയ്യപ്പെടുന്നു. മക്കളെ, ഞാൻ പറഞ്ഞു ഹാർട്ടിനെ ബീറ്റ് ചെയ്യാനുള്ള ഇമ്പൾസ് ഉണ്ടാക്കുന്നവൻ ഹാർട്ട് തന്നെയാണ്. ഹാർട്ടിനെ ബീറ്റ് ചെയ്യാനുള്ള ഇമ്പൾസ് ഉണ്ടാക്കുന്നവൻ ഹാർട്ട് തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഹാർട്ടിൻ്റെ റേറ്റ് കൺട്രോൾ ചെയ്യുന്നതൊക്കെ നമ്മുടെ ന്യൂറൽ ആൻഡ് എൻഡോക്രൈൻ സിസ്റ്റമാണ്. നമുക്ക് നോക്കാം. ആക്ടിവിറ്റീസ് ഓഫ് ദ ഹാർട്ട് ആർ റെഗുലേറ്റഡ് ഇൻട്രിൻസിക്കലി നമ്മൾ പഠിച്ചതാണ് അല്ലേ. നമ്മൾ ഓട്ടോ എക്സൈറ്റബിൾ ആണ്, എസ് എ നോടാണ് ഇമ്പൾസ് ഉണ്ടാക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ്. പേസ് മേക്കർ ഓഫ് ദ ഹാർട്ട് എസ് എ നോടാണ്. ഇറ്റ് ഈസ് ഓട്ടോ റെഗുലേറ്റഡ് ബൈ നോഡൽ ടിഷ്യൂ സ്പെഷ്യലൈസ്ഡ് മസിൽസ്, ഹെൻസ് ദ ഹാർട്ട് ഈസ് കോൾഡ് മയോജനിക്. ഓൾസോ ദ മയോജനിക് എന്ന് പറയുന്നത് മക്കളെ മസിൽസ് ആണ് ആ ഇമ്പൾസ് ഉണ്ടാക്കുന്നത്. സോ മയോജനിക്, മയോ മീൻസ് മസിൽസ് ആണ്. നമ്മൾ മൂവ്മെന്റ് ആൻഡ് ലോക്കോമോഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. Although the cardiac impulse is myogenic, the rate of impulse is regulated by the neural and endocrine systems. മക്കളെ, എങ്ങനെയാണ് നമ്മുടെ ന്യൂറൽ സിസ്റ്റം ഹെൽപ്പ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, എങ്ങനെയാണ് നമ്മുടെ ന്യൂറൽ സിസ്റ്റം ഹെൽപ്പ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ മെഡുല്ല ഒബ്ലാങ്ങേറ്റ ചില കാർഡിയാക് സെൻറ്റേഴ്സ് ഉണ്ട്. ആ സെൻറ്റേഴ്സിൽ നിന്നും നമ്മുടെ ഹാർട്ടിൻ്റെ എസ് എ നോഡിലേക്ക് സിമ്പത്തറ്റിക് ഫൈബേഴ്സും പാരാസിമ്പത്തറ്റിക് ഫൈബേഴ്സും വരുന്നുണ്ട്. സിമ്പത്തറ്റിക് ഫൈബേഴ്സും വരുന്നുണ്ട്, പാരാസിമ്പത്തറ്റിക് ഫൈബേഴ്സും വരുന്നുണ്ട്. അപ്പോൾ ഹാർട്ട് റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് മെഡുല്ല ഒബ്ലാങ്ങേറ്റിൽ നിന്ന് സിമ്പത്തറ്റിക് ഫൈബേഴ്സ് വരുന്നത്. ഓക്കെ, ഹാർട്ട് റേറ്റ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് പാരാസിമ്പത്തറ്റിക് ഫൈബേഴ്സ് വരുന്നത്. നമ്മുടെ ഓട്ടോണമിക് നെർവസ് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടുള്ള സിമ്പത്തറ്റിക് ആൻഡ് പാരാസിമ്പത്തറ്റിക് ഫൈബേഴ്സ് ഇന്നർവേറ്റ് ചെയ്യുന്നുണ്ട് ഏത് നോഡിനെ? എസ് എ നോഡിനെ. അവരെവിടുന്നാണ് വരുന്നത്? നമ്മുടെ മെഡുല്ല ഒബ്ലാങ്ങേറ്റിൽ നിന്നാണ് വരുന്നത്, മെഡുല്ല ഒബ്ലാങ്ങേറ്റ. ഓക്കെ, അപ്പോൾ ഇതാണ് ന്യൂറൽ റെഗുലേഷൻ എന്ന് പറയുന്നത്. ഹോർമോണൽ റെഗുലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ അഡ്രീനൽ ഗ്ലാൻഡിന്റെ അഡ്രീനൽ മെഡുല്ലറി ഹോർമോൺസ് ഏതൊക്കെയായിരുന്നു മക്കളെ? അഡ്രീനൽ മെഡുല്ലറി ഹോർമോൺസ് അഡ്രിനാലിനും നോർ അഡ്രിനാലിനും എമർജൻസി സിറ്റുവേഷനിൽ ഹാർട്ട് റേറ്റ് കൂട്ടാൻ സഹായിക്കുന്നു അഡ്രിനാലിൻ. നോർമൽ കണ്ടീഷൻസിൽ നമ്മളെ ബോഡിക്ക് കൂടുതൽ എവിടെയെങ്കിലും ബ്ലഡും കാര്യങ്ങളൊക്കെ എത്തേണ്ടതായിട്ട് ആവശ്യമുണ്ടെങ്കിൽ ആര് സഹായിക്കും? നോർ അഡ്രിനാലിൻ സഹായിക്കും. അല്ലാതെ അഡ്രിനാലിൻ കൂട്ടും നോർ അഡ്രിനാലിൻ കുറയ്ക്കും അല്ല. അഡ്രിനാലിനും നോർ അഡ്രിനാലിനും കൂട്ടുകയാണ്. എമർജൻസി കണ്ടീഷൻസിൽ ഹാർട്ട് റേറ്റ് കൂട്ടുന്നത് അഡ്രിനാലിൻ, നോർമൽ കണ്ടീഷൻസിൽ ഹാർട്ട് റേറ്റ് കൂട്ടുന്നത് നോർ അഡ്രിനാലിൻ. ഓക്കെ, സോ ഈ കാര്യങ്ങളാണ് നമുക്കൊന്ന് വായിച്ച് നോക്കാം. യെസ്, ന്യൂറൽ റെഗുലേഷൻ. എ സ്പെഷ്യൽ ന്യൂറൽ സെന്റർ ഇൻ ദ മെഡുല്ല ഒബ്ലാങ്ങേറ്റ can moderate the cardiac function. From this center, the SA node receives two sets of nerve fibers, sympathetic and parasympathetic nerve fibers. Neural signals through the sympathetic nerves stimulate the SA node. This can increase the rate of heartbeat, the strength of ventricular contraction, and thereby the cardiac output. എന്താ പറഞ്ഞേ? ഈ ലാസ്റ്റ് പറഞ്ഞ സാധനം എന്താ? എടാ, നമ്മുടെ മെഡുല്ല ഒബ്ലാങ്ങേറ്റിൽ നിന്ന് സിമ്പത്തറ്റിക് നെർവ് ഫൈബേഴ്സ് വഴി ഇമ്പൾസ് വന്നു, ഹാർട്ട് റേറ്റ് കൂട്ടാൻ പറഞ്ഞു. സിമ്പത്തറ്റിക് ഹാർട്ട് റേറ്റ് കൂട്ടുന്ന ആളാണ് സിമ്പത്തറ്റിക്. ഓക്കെ, സോ ഹാർട്ട് റേറ്റ് നന്നായിട്ട് കൂട്ടാൻ പറഞ്ഞു. അപ്പോൾ ഹാർട്ട് റേറ്റ് കൂടുമ്പോൾ തന്നെ വെൻട്രിക്കിളിൻ്റെ കോൺട്രാക്ഷൻ കൂട്ടാനും പറ്റും.
അപ്പോൾ ഹാർട്ട് റേറ്റ് കൂടി വെൻട്രിക്കിൾ നന്നായിട്ട് കോൺട്രാക്ട് ചെയ്യണം. അപ്പോൾ ലെഫ്റ്റ് വെൻട്രിക്കിൾ നന്നായിട്ട് കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ രണ്ട് വെൻട്രിക്കിൾസ് ഒരുമിച്ചാണ് കോൺട്രാക്ട് ചെയ്യുക, അപ്പോൾ വെൻട്രിക്കുലർ കോൺട്രാക്ഷൻ നന്നായിട്ട് നടക്കുന്നു എന്ന് ഞാൻ പറയുന്നുള്ളൂ. സോ വെൻട്രിക്കിൾ നല്ല സ്ട്രെങ്തനിൽ വെൻട്രിക്കുലർ കോൺട്രാക്ഷൻ നടക്കുന്ന സമയത്ത്, നല്ല സ്ട്രെങ്ത്തിൽ വെൻട്രിക്കുലർ കോൺട്രാക്ഷൻ നടക്കുന്ന സമയത്ത് അതിൽ നിന്നും പുറത്തോട്ട് പോകുന്ന ബ്ലഡിൻ്റെ വോളിയം അതല്ലായിരുന്നു സ്ട്രോക്ക് വോളിയം അല്ലേ? ഒരു കാർഡിയാക് സൈക്കിളിൽ നിന്ന്, ഒരു വെൻട്രിക്കിളിൽ നിന്ന് ഈച്ച് വെൻട്രിക്കിൾ പുറത്തോട്ട് പമ്പ് ചെയ്യുന്ന വോളിയം ഓഫ് ബ്ലഡിനെയായിരുന്നു നമ്മൾ എന്തെന്ന് പറയാ സ്ട്രോക്ക് വോളിയം. സോ സ്ട്രോക്ക് വോളിയം ഹാർട്ട് റേറ്റും ഇങ്ങനെ ഇവർക്ക് കൂട്ടാൻ പറ്റും. അങ്ങനെ കൂട്ടിയാൽ ഓട്ടോമാറ്റിക്കലി സ്ട്രോക്ക് വോളിയം ഇൻറ്റു ഹാർട്ട് റേറ്റ് ആണെന്ത് കാർഡിയാക് ഔട്ട്പുട്ടും കൂടും. ഓക്കെ, കാർഡിയാക് ഔട്ട്പുട്ടും കൂടും. Parasympathetic neural signals inhibit SA node. It decreases the rate of heartbeat and thereby the cardiac output. Hormone regulation, adrenal medullary hormones, adrenaline and noradrenaline can also increase the heart rate and cardiac output. Noradrenaline accelerates the heartbeat under normal conditions while adrenaline does it at the time of emergency. Yes. Hormone regulation നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പാർട്ട് ഡിസോർഡേഴ്സിലേക്ക് കിടക്കുകയാണ്. ഹൈ ബി പി, ഹൈപ്പർ ടെൻഷൻ 140/90 mmHg മുകളിൽ നിങ്ങളുടെ ബി പി പോവുകയാണെങ്കിൽ അതിനെ നമ്മൾ ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ ഹൈ ബി പി എന്ന് പറയുന്നു. ഓക്കെ, എൻ്റെ മക്കൾ കുറേ പേരൊക്കെ ക്ഷമയോടെ കംപ്ലീറ്റ് ചാപ്റ്ററും കേട്ടിരുന്നിട്ടുണ്ട്. ഗുഡ്. സോ എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. യെസ്, രഹന പറയുന്നുണ്ട് ഹൈപ്പർ ടെൻഷൻ ബി പി കൂടിയ കണ്ടീഷനാണ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. സോ മക്കളെ, ഹൈ ബ്ലഡ് പ്രഷർ വന്നു കഴിഞ്ഞാൽ ഒന്നാമത് ഹാർട്ടിൻ്റെ കാർഡിയാക് മസിൽസിനൊക്കെ പ്രശ്നങ്ങൾ വരാം. പിന്നെ അത് കൂടാതെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ബ്രെയിനും കിഡ്നിയും ഒക്കെ അടിച്ചു പോവാം. ഓക്കെ, യെസ്. അടുത്തത് കൊറോണറി ആർട്ടറി ഡിസീസ്. മക്കളെ ഒന്നുമില്ല, കൊറോണറി ആർട്ടറി ഡിസീസ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങളാ ബ്ലഡ് വെസലിൻ്റെ ഉള്ളിൽ കുറച്ച് കാൽസ്യവും അതുപോലെ കൊളസ്ട്രോളും ഫാറ്റും ഒക്കെ ഇങ്ങനെ അടിഞ്ഞു കൂടുകയാണെങ്കിൽ ഇതിൻ്റെ ലുമൻ ചെറുതായില്ലേ, നാരോ ആയില്ലേ? നേരത്തെ ഇത്ര വീതി ഉണ്ടായിരുന്നു, ഇപ്പം ആകെ ഇത്ര വീതിയല്ലേ ഉള്ളൂ. ഓക്കെ മക്കളെ, സോ ആ ലുമൻ നാരോ ആയില്ലടാ. ഈ കണ്ടീഷനെയാണ് നമ്മൾ അതിരോസ്ക്ലീറോസിസ് എന്ന് പറയാം. ഓക്കെ, അപ്പം നേരത്തെ അത്ര ബ്ലഡിനെ ഫ്ലോ ചെയ്യാൻ പറ്റൂല. ചെറിയ ലുമനിലൂടെ കുറച്ച് ബ്ലഡിനെ ഫ്ലോ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനെയാണ് അതിരോസ്ക്ലീറോസിസ് എന്ന് പറയാം. ഇത് ഹാർട്ടിനെ ബ്ലഡ് സപ്ലൈ ചെയ്യണ കൊറോണറി ആർട്ടറിയിൽ നടക്കുമ്പം അതിനെ കൊറോണറി ആർട്ടറി ഡിസീസ് എന്ന് വിളിക്കും. ഓക്കെ ആണല്ലോ? സോ ആ സമയത്താണ് ശരിക്ക് ഇതിങ്ങനെ കൂടി ഇവിടെയൊക്കെ നല്ല ബ്ലോക്ക് കൂടിയെന്ന് വിചാരിക്കുക, ഇവിടെ നന്നായിട്ട് ബ്ലോക്ക് കൂടിയെന്ന് വിചാരിക്കുക. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, മറ്റേ ബൈപ്പാസ് സർജറി ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഇങ്ങനെ നമ്മൾ ഒരു ബ്ലഡ് വെസൽ ഇങ്ങനെ നമ്മൾ ഇട്ട് കൊടുക്കും, ഒരു എക്സ്ട്രാ ഒരു ബ്ലഡ് വെസൽ നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കും. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, എന്നിട്ട് ഇവിടെ നമ്മളൊരു ബ്ലഡ് വെസൽ ഇങ്ങനെ ഇട്ട് കൊടുത്ത് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കും. ഇതാണ് ബൈപ്പാസ് സർജറി എന്ന് പറയുന്നത്. ഓക്കെ, സോ നോർമലി ബ്ലഡ് ഇങ്ങനെ വരുന്നതിനെ നമ്മൾ ഇങ്ങോട്ടൊന്ന് ബൈപ്പാസ് ചെയ്ത് കൊടുത്തു, അപ്പോൾ ബ്ലഡിന് ഇങ്ങനെ പോകാൻ പറ്റും. ഓക്കെ, സോ അതാണ് ബൈപ്പാസ് സർജറി കാര്യങ്ങളൊക്കെ. ഓക്കെ, പിന്നെ ഈ ക്ലോട്ടിനെ നമുക്ക് ഡിസോൾവ് ചെയ്ത് കളയുകയൊക്കെ ചെയ്യാം. ഓക്കെ, സോ ഇപ്പോൾ അതിലേക്ക് ഒന്നും പോകുന്നില്ല. എൻ്റെ മക്കൾ കുറേ നേരമായിരുന്നു. യെസ് ഓക്കേടാ താങ്ക് യു. ഓക്കെ, യെസ്, ഓക്കെ മക്കളെ. സോ കൊറോണറി ആർട്ടറി ഡിസീസ് ഓൾസോ കോൾഡ് അതിരോസ്ക്ലീറോസിസ്. ഇറ്റ് റെഫേഴ്സ് ടു ദ ഡെപ്പോസിഷൻ ഓഫ് എന്താണ് മക്കളെ, calcium, fat, cholesterol and fibrous tissues in the arteries, which makes the lumen of arteries narrower. It affects the vessels that supply blood to the heart muscle. The blood supply to the heart is reduced. This may result in heart attack. മക്കളെ, ബ്ലഡ് സപ്ലൈ കുറഞ്ഞാൽ ഹാർട്ടിൻ്റെ മസിൽസിന് ഡാമേജ് വരും. ഒന്നുമില്ല, നമ്മൾ പഠിക്കാൻ പോകുന്ന സാധനമാണ് ഹാർട്ട് അറ്റാക്ക്. സോ ഹാർട്ടിൻ്റെ മസിൽസിന് ആവശ്യത്തിന് ബ്ലഡ് കിട്ടുന്നില്ലേ, ബ്ലഡ് സപ്ലൈ കുറഞ്ഞ് ഹാർട്ടിൻ്റെ മസിൽസ് ഡാമേജ് ആവും, അപ്പോൾ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും. ഇവിടെ ഇങ്ങനെ ഇതേപോലെ ഡെപ്പോസിഷൻസ് ഉണ്ടാവുന്ന സമയത്ത് അവിടെ ആവശ്യത്തിന് നമ്മൾ ആ കാർഡിയാക് മസിൽസിനൊന്നും എന്ത് കിട്ടില്ല, ബ്ലഡ് കിട്ടില്ല. സോ കാർഡിയാക് മസിൽസ് ഡാമേജ് ആവും. സോ ദാറ്റ് ഇസ് കോൾഡ് ഹാർട്ട് അറ്റാക്ക്. അടുത്തത് മക്കളെ, ആർട്ടീരിയോസ്ക്ലെറോസിസ്. സാറേ എന്താ ഈ ആർട്ടീരിയോസ്ക്ലെറോസിസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല മക്കളെ, അത് ബ്ലഡ് വെസൽസിൻ്റെ വാളൊന്ന് തിക്കൻ ചെയ്യുക, അതിൻ്റെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുന്നു. ഓക്കെ, നമ്മുടെ ആർട്ടറീസിൻ്റെ വാൾ തിക്കൻ ചെയ്ത് അതിൻ്റെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുന്നു. ഓക്കെ, അപ്പോൾ അത് പെട്ടെന്ന് നല്ല ഫോഴ്സിൽ ബ്ലഡ് വന്ന് കയറുമ്പോൾ ഇലാസ്റ്റിക് അല്ലാതെ ഇതിങ്ങനെ കടുംപിടുത്തം പിടിച്ച് വടി പോലെ നിന്ന് കഴിഞ്ഞാൽ നല്ല പ്രഷറിൽ ബ്ലഡ് വരുമ്പം ഈ സാധനം അങ്ങ് പൊട്ടിപ്പോകാൻ അടക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ അല്ലേ മക്കളെ? സോ ഇതാണ് ആർട്ടീരിയോസ്ക്ലെറോസിസ്. നമുക്കത് വായിച്ച് നോക്കാം. ദ ഹാർഡനിങ് ആൻഡ് ലോസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ദ വാൾസ് ഓഫ് ആർട്ടറീസ് ഈസ് കോൾഡ് ആർട്ടീരിയോസ്ക്ലെറോസിസ്. സച്ച് ആൻ ആർട്ടറി ലോസസ് ദ പ്രോപ്പർട്ടി ഓഫ് ഡിസ്റ്റൻഷൻ ആൻഡ് ഇറ്റ്സ് വാൾ മേ റപ്ചർ. ആർട്ടീരിയോസ്ക്ലെറോസിസ്. ഓക്കെ, അടുത്ത മക്കളെ, ആൻജൈന.
ആൻസൈന എന്ന് വെച്ചാൽ ചെസ്റ്റ് പെയിൻ എന്നാണ് അർത്ഥം. ആൻസൈന മീൻസ് മക്കളെ ചെസ്റ്റ് പെയിൻ ആണ്. ഹാർട്ടിന്റെ മസിൽസിന് ആവശ്യത്തിന് ഓക്സിജൻ കിട്ടുന്നില്ല. ആവശ്യത്തിന് ഓക്സിജൻ കിട്ടിയില്ലെങ്കിൽ ഹാർട്ടിന് നമ്മുടെ ചെസ്റ്റിന് പെയിൻ വരും. അതിനെ നമ്മൾ ആൻസൈന പെക്ടോറിസ് അല്ലെങ്കിൽ ആൻസൈന എന്ന് വിളിക്കും. ഇത് കൂടുതലും നമ്മൾ മിഡിൽ ഏജിലും എല്ലാ ഏജിലുള്ളവർക്കും ആൻസൈന വരാം. മിഡിൽ ഏജുകളും യെസ് 90% ആളുകളും ഓക്കെ അപ്ലോഡ് ചെയ്യും. ഓക്കെ യെസ് ഓക്കെ മക്കളെ, ഓക്കേടാ, താങ്ക് യു. യെസ്, സോ ആൻസൈന മെന്നിലും വുമണിലും നമുക്ക് കാണാൻ പറ്റും. ആൻസൈന യെസ്. എടാ ചന്ദ്രപ്പ ഓക്കെ ഓക്കെ, ഇവിടെ ആൻസൈന പഠിക്കാടാ, നമ്മളിപ്പോൾ ആൻസൈന പഠിക്കുകയാണ്. ഓക്കെ യെസ്, വെറുതെ നമ്മൾ ആൾക്കാരുടെ ബാക്കിൽ പോയി അവസാനം നമ്മൾ ഹാർട്ട് ബ്രേക്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടാക്കരുത്. ഓക്കെ, നമ്മൾ ഹാർട്ടിനെ കുറിച്ച് പഠിച്ച് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാം. ആൻസൈന ക്യാൻ ഒക്കർ ഇൻ മെൻ ആൻഡ് വുമൺ ഓഫ് എനി ഏജ്, ബട്ട് ഇറ്റ് ഈസ് മോർ കോമൺ എമംഗ് ദ മിഡിൽ ഏജ് ആൻഡ് എൽഡർലി. സോ മക്കളെ, മിഡിൽ ഏജിലും നല്ല എൽഡർ ആയിട്ടുള്ള ആൾക്കാർക്കും നമുക്ക് എന്ത് കാണാൻ പറ്റും? ആൻസൈന കാണാൻ പറ്റും. ഓക്കെ, കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റും. എല്ലാവർക്കും വരാട്ടോ, ആർക്ക് വേണേലും വരാടാ. ഓക്കെ, കൂടുതലായിട്ട് കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് മിഡിൽ ഏജിലും അതുപോലെ എൽഡർ ആയിട്ടുള്ള ആൾക്കാർക്കും. അപ്പോൾ ആൻസൈന എന്ന് വെച്ചാൽ ചെസ്റ്റ് പെയിൻ ആണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആൻസൈന എപ്പോഴാണ് ഉണ്ടാവുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ടിൻ്റെ മസിൽസിന്, കാർഡിയാക് മസിൽസിന് ആവശ്യത്തിന് ഓക്സിജൻ കിട്ടുന്നില്ല. ഓക്കെ, ഓക്സിജൻ കിട്ടാതിരിക്കാൻ കാരണം പലതായിരിക്കാം. ആവശ്യത്തിന് ബ്ലഡ് സപ്ലൈ കിട്ടാത്തതോ പല റീസൺസ് ആയിരിക്കാം. ഓക്കെ, സോ നമുക്ക് ആവശ്യത്തിന് നമ്മുടെ ഓക്സിജൻ ആവശ്യത്തിന് ബ്ലഡിലേക്ക് എത്തുന്നില്ല എന്നുണ്ടെങ്കിലും നമ്മുടെ ഹാർട്ടിൻ്റെ മസിൽസിന് എന്ത് കിട്ടില്ല? ആവശ്യത്തിന് ഓക്സിജൻ കിട്ടില്ല. ഓക്കെ, സോ നമ്മുടെ നമുക്ക് ലങ്സിനൊക്കെ എന്തെങ്കിലും ഡാമേജ് ഉണ്ടായി ആവശ്യത്തിന് ഓക്സിജൻ നമ്മുടെ ബ്ലഡിലേക്ക് എത്തുന്നില്ല എങ്കിലും നമുക്ക് ഈ സിറ്റുവേഷൻസ് ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, സോ ഇറ്റ് ഒക്കേഴ്സ് ഡ്യൂ ടു കണ്ടീഷൻസ് ദാറ്റ് അഫക്ട് ദ ബ്ലഡ് ഫ്ലോ ഇൻ ദിസ് ഡിസീസ്. ഇനഫ് ഓക്സിജൻ, അവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മക്കളെ. ഇങ്ങനെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മക്കളെ. ഇനഫ് ഓക്സിജൻ ഡസ് നോട്ട് റീച്ച് ദ ഹാർട്ട് മസിൽസ്. ഇനഫ് ഓക്സിജൻ ഡസ് നോട്ട് റീച്ച് ദി ഹാർട്ട് മസിൽസ്. മക്കളെ, അടുത്തത് ഹാർട്ട് ഫെയിലിയർ. ഓക്കെ, ഹാർട്ട് ഫെയിലിയർ. എടാ, ഞാനിപ്പം ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ ഞാനിപ്പോൾ ചന്ദ്രപ്പനെ ഏൽപ്പിച്ചു. ഓക്കെ, ചന്ദ്രപ്പനെ ഞാൻ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചു. ഓക്കെ, അങ്ങനെ ആ പ്രോഗ്രാം കോളമായി. ഓക്കെ, അപ്പം ഞാൻ എന്ത് പറയും? ചന്ദ്രപ്പൻ ആ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നതിൽ ഫെയിലായി എന്ന് പറയും. ഓക്കെ, എന്ന് വെച്ചാൽ ഹാർട്ടിന്റെ ജോലി എന്താണോ അതിൽ ഹാർട്ട് ഫെയിലായി. ഹാർട്ടിന്റെ ജോലി എന്താ? എല്ലാ ഭാഗത്തേക്കും ബ്ലഡ് പമ്പ് ചെയ്യുക എന്നുള്ളതാണ് ഹാർട്ടിന്റെ ജോലി. അതിൽ നമ്മുടെ ഹാർട്ട് ഫെയിലായി എന്നർത്ഥം. ഓക്കെ, so heart fails to pump enough blood that to meet the demands of the body. മക്കളെ, നമ്മുടെ ബോഡിയുടെ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ തക്കവണ്ണം ഉള്ള ബ്ലഡ് പമ്പ് ചെയ്യാൻ ആർക്ക് പറ്റുന്നില്ല? ഹാർട്ടിന് പറ്റുന്നില്ല. ഹാർട്ട് ഫെയിലിയർ മീൻസ് the state of heart when it is not pumping blood effectively enough to meet the needs of the body അല്ലെങ്കിൽ the demands of the body. ബോഡിയുടെ ഡിമാൻഡിനനുസരിച്ച്, ബോഡിയുടെ ആവശ്യത്തിനനുസരിച്ച് എല്ലായിടത്തും ബ്ലഡ് എത്തിക്കാൻ നമ്മുടെ ഹാർട്ടിന് പറ്റുന്നില്ല. അതിനെയാണ് ഹാർട്ട് ഫെയിലിയർ എന്ന് പറയുന്നത്. ഇതിന്റെ ഫുൾ നെയിം കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ എന്നാണ്. എന്താ സാറേ ഈ കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ? എടാ, ലങ്സിൻ്റെ ഉള്ളിൽ ഈ ഹാർട്ട് ഫെയിലിയർ നടക്കുന്ന സമയത്ത് ലങ്സിൻ്റെ ഉള്ളിൽ കുറച്ച് ഫ്ലൂയിഡ് വന്ന് നിറയാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതിനാണ് കൺജഷൻ ഓഫ് ലങ്സ് എന്ന് പറയുക. കൺജഷൻ ഓഫ് ലങ്സ് മിക്കവാറും ഹാർട്ട് ഫെയിലിയർ ഉള്ള പേഷ്യൻസിന് കൺജഷൻ ഓഫ് ലങ്സ് മെയിൻ സിംറ്റം ആയിട്ട് നമ്മൾ കാണും, മെയിൻ ലക്ഷണമായിട്ട് നമ്മൾ പറയും കൺജഷൻ ഓഫ് ലങ്സ്. സോ കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ എന്നാണ് നിങ്ങൾ പഠിക്കേണ്ടത്. കാരണം എക്സാമിന് ചോദിക്കുക കൺജഷൻ ഓഫ് ലങ്സ് ഏത് ഡിസോർഡറിലാണ് കാണുക, അപ്പോൾ നിങ്ങൾ പറയണം ഹാർട്ട് ഫെയിലിയർ. അപ്പോൾ പഠിക്കുമ്പോൾ തന്നെ എങ്ങനെ പഠിക്കുക? കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ എന്ന് എൻ്റെ മക്കൾ പഠിക്കുക. ലാസ്റ്റ് മക്കളെ, കാർഡിയാക് അറസ്റ്റ്. ഞാൻ പറയുന്നു യെസ് along with the congestion of lungs. യെസ്, ചന്ദ്രപ്പൻ പറഞ്ഞതുപോലെ along with the congestion of lungs ആണ് ഇത് നടക്കുക. മക്കളെ, ഇനി നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, നാട്ടിലെ തല്ലുകൊള്ളി ഉള്ള പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കി നടത്തുന്ന ഒരുത്തൻ, ഇവനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അവൻ ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല. അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി, അവൻ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. അതേ സാധനം തന്നെയാണ് ഹാർട്ടിന് ആരോ അറസ്റ്റ് ചെയ്തെന്ന് ആലോചിച്ചോ. ഹാർട്ടിന് ഇനി ബീറ്റ് ചെയ്യാൻ പറ്റൂല, ഹാർട്ടിനെ അറസ്റ്റ് ചെയ്തു. ഓക്കെ, സോ സഡൻ ആൻഡ് കംപ്ലീറ്റ് സ്റ്റോപ്പേജ് ഓഫ് ഹാർട്ട് ബീറ്റ്. പെട്ടെന്ന് സഡൻ ആൻഡ് കംപ്ലീറ്റ് സ്റ്റോപ്പേജ് ഓഫ് ഹാർട്ട് ബീറ്റ്. അതിനാണ് നമ്മൾ എന്താ പറയുക? കാർഡിയാക് അറസ്റ്റ്. ഹാർട്ട് അറ്റാക്ക്, ഇത് ഞാൻ പറയേണ്ട കാര്യമില്ല, നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞതാണ്. ഇനഫ് ബ്ലഡ് നമ്മുടെ കാർഡിയാക് മസിൽസിന് കിട്ടാതെ ആവുമ്പോൾ നമ്മുടെ കാർഡിയാക് മസിൽസ് ഒക്കെ ഡാമേജ് ആവും ഞാൻ പറഞ്ഞു. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അതിറോസ്ക്ലിറോസിസ് പഠിച്ച സമയത്ത് അല്ലേ. സോ ആവശ്യത്തിന് ബ്ലഡ് നമ്മുടെ ഹാർട്ട് മസിൽസിന് കിട്ടിയിട്ടില്ല എങ്കിൽ
ഇറ്റ് ലീഡ്സ് ടു ഹാർട്ട് അറ്റാക്ക് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദ ഹാർട്ട് മസിൽ ഇസ് സഡൻലി ഡാമേജ്ഡ് ബൈ എൻ ഇൻഅഡിക്വേറ്റ് ബ്ലഡ് സപ്ലൈ. അതിനെയാണ് ഹാർട്ട് അറ്റാക്ക്. സാറേ എന്തായിരുന്നു ആൻജൈന? എടാ ആൻജൈന ആവശ്യത്തിന് ഓക്സിജൻ കിട്ടുന്നില്ല, അപ്പോൾ ചെസ്റ്റ് പെയിൻ ഉണ്ടാവും, അതിന് ആൻജൈന എന്ന് പറഞ്ഞു. ഇപ്പം ഇങ്ങനെ ഇൻഅഡിക്വേറ്റ് ബ്ലഡ് സപ്ലൈ കാരണം ഓക്സിജൻ കിട്ടാതെയായിട്ട് ചെസ്റ്റ് പെയിൻ വന്നാൽ അതിനെ നിനക്ക് ആൻജൈന എന്ന് വിളിക്കാൻ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, സോ ഹാർട്ട് അറ്റാക്ക്. ഹാർട്ട് അറ്റാക്ക്, the heart muscle is suddenly damaged by an inadequate blood supply, that is heart attack. So that is the end of the chapter, sir. So yes makle, with the congestion of lungs, yes makle. Okay makle, so sadhika, person with blood group AB is considered as universal recipient because yes ade mone aanu ട്ടോ. yes, അടുത്ത മക്കളെ നോക്കാം. Person with blood group AB is considered as ചന്ദ്രപ്പൻ അടിപൊളിയാണ്. യെസ്, person with blood group AB is considered as universal recipient because he has എടാ AB blood group ഉള്ള പേഷ്യൻ്റ് നമുക്ക് ഒരു 4-5 ക്വസ്റ്റ്യൻ ചെയ്ത് നിർത്താം. ഓക്കെ, അയാൾ യൂണിവേഴ്സൽ റെസിപ്പിയൻ എന്ന് വിളിക്കാൻ കാരണം എന്താണ്? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇതിൻ്റെ പാർട്ട് 1 ഞാൻ രക്തം സ്വീകരിക്കുമ്പോൾ, ഞാൻ ബ്ലഡ് റിസീവ് ചെയ്യുമ്പോൾ എനിക്കറിയാത്ത ആരും എൻ്റെ ബോഡിയിൽ കയറാൻ പാടില്ല, എനിക്കറിയാത്ത ആരും എൻ്റെ ബ്ലഡിലേക്ക് വരാൻ പാടില്ല. അപ്പോൾ എ ബി ബ്ലഡ് ഗ്രൂപ്പിനെ യൂണിവേഴ്സൽ റെസിപ്പി എന്ന് വിളിക്കാൻ കാരണം എന്താണ്? അവൻ്റെ RBCൻ്റെ മുകളിൽ എ ആൻറ്റിജൻ ഉണ്ട്, ബി ആൻറ്റിജൻ ഉണ്ട്, എ ആൻറ്റിജൻ ഉണ്ട്, ബി ആൻറ്റിജൻ ഉണ്ട്. അതേപോലെ പ്ലാസ്മയിൽ എന്തുണ്ടാവില്ല? അപ്പം എന്തുണ്ടാവില്ല മക്കളെ? എ ആൻറ്റിജനും ബി ആൻറ്റിജനും എൻ്റെ ബോഡിയിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ യെസ്, ചന്ദ്രപ്പം പറഞ്ഞ പോലെ നോ ആൻറ്റിബോഡി ഇൻ പ്ലാസ്മ. എ ആൻറ്റിബോഡി ഇല്ല, ബി ആൻറ്റിബോഡി ഇല്ല. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ബോത്ത് എ ആൻഡ് ബി ആൻറ്റിജൻസ് ഓൺ RBC ബട്ട് നോ ആൻറ്റിബോഡീസ് ഇൻ പ്ലാസ്മ. ശരിയാണല്ലേ മക്കളെ? കറക്റ്റാണ്. അതുകൊണ്ടാണ് നമുക്ക് യൂണിവേഴ്സൽ റെസിപ്പിയൻ എന്ന് വിളിക്കുന്നത്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് കറക്റ്റ്? ബ്ലഡ് ഇസ് ഈക്വൽ ടു പ്ലാസ്മ പ്ലസ് RBC പ്ലസ് WBC പ്ലസ് പ്ലേറ്റ്ലെറ്റ്സ്. ശരിയല്ലേ? ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്ലഡിന് 2 കോമ്പണൻസ് ആണ്, പ്ലാസ്മയും ബ്ലഡ് സെൽസും, ബ്ലഡ് കോർപ്പസൽസും. ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ ബ്ലഡ് കോർപ്പസൽസ് ആണ് RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ്, പിന്നെ പ്ലാസ്മ, രണ്ടും കൂടി ചേർന്ന ബ്ലഡ് ആണ്. യെസ്, ബ്ലഡ് പ്രഷർ ഇൻ ദ മമ്മേലിയൻ അയോട്ട ഈസ് മാക്സിമം ഡ്യൂറിങ്. അയോട്ടയിൽ എപ്പോഴാണ് ബ്ലഡ് പ്രഷർ അധികമാവുന്നത് എന്നാണ് ചോദ്യം. ഡയസ്റ്റോൾ ഓഫ് ദ റൈറ്റ് ഏട്രിയം ആണോ? അല്ല. സിസ്റ്റോൾ ഓഫ് ദ ലെഫ്റ്റ് ഏട്രിയം ആണോ? ഡയസ്റ്റോൾ ഓഫ് ദ റൈറ്റ് വെൻട്രിക്കിൾ ആണോ? സിസ്റ്റോൾ ഓഫ് ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ ആണോ? മക്കളെ ഉറപ്പായിട്ടും സിസ്റ്റോൾ ഓഫ് ദി ലെഫ്റ്റ് വെൻട്രിക്കിൾ ആണ്. ലെഫ്റ്റ് വെൻട്രിക്കിൾ നല്ല സ്ട്രോങ് ആയിട്ട് കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അയോട്ടയിൽ മാക്സിമം പ്രഷർ കിട്ടും. സോ സിസ്റ്റോൾ ഓഫ് ദി ലെഫ്റ്റ് വെൻട്രിക്കിൾ ആണ് ആൻസർ വരിക. ഓക്കെ മക്കളെ, എറിത്രോപോയ്സിസ് സ്റ്റാർട്ട്സ് ഇൻ. എടാ എറിത്രോപോയ്സിസ് എന്ന് വെച്ചാൽ RBCൻ്റെ ഫോർമേഷൻ. ഇത് ആക്ച്വലി ഇപ്പോൾ ഫീറ്റൽ സ്റ്റേജസ്, നമ്മൾ അമ്മയുടെ വയറ്റിൽ ഫീറ്റസ് ആയിട്ട് കുഞ്ഞു കുട്ടിയായിട്ട് കിടക്കുമ്പോൾ ശരിക്കും യോക്ക് സാക്കിലാണ് ഈ ഒരു എറിത്രോപോയ്സിസ് ഉണ്ടാവുക. അതിനുശേഷം ലിവറിലും സ്ക്രീനിലൊക്കെ നടക്കും. നമ്മൾ നമ്മൾ ജനനത്തിനൊക്കെ ശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങളെ എൻ്റെയും ബ്ലഡിലൊക്കെ ബോഡി, നിങ്ങളുടെയും എൻ്റെയൊക്കെ ബോഡിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ യെസ് പവർ വരട്ടെ യെസ്. സോ മക്കളെ നിങ്ങളുടെയും എൻ്റെയൊക്കെ ബോഡിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ബോൺ മാരോയിലാണ് എറിത്രോപോയ്സിസ് നടക്കുക. റെഡ് ബോൺ മാരോ, നമുക്ക് യെല്ലോ ബോൺ മാരോയും ഉണ്ട്, റെഡ് ബോൺ മാരോയും ഉണ്ട് മക്കളെ. ഓക്കെ, സിസ്റ്റോൾ ഇസ് ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ ബീനീത്ത് ഹാസ് ഫോർ ഗ്രേറ്റർ സിസ്റ്റമിക് സർക്കുലേഷൻ. യെസ് മക്കളെ, ലെഫ്റ്റ് വെൻട്രിക്കിളാണ് ഏറ്റവും കൂടുതൽ പ്രഷർ ഉണ്ടാവുക. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലെഫ്റ്റ് വെൻട്രിക്കിളാണ് നമ്മുടെ ഹാർട്ടിൻ്റെ വാൾ കൂടുതൽ തിക്കായിട്ടുള്ളതും ലെഫ്റ്റ് വെൻട്രിക്കിളാണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യെസ് മക്കളെ, അപ്പോൾ എറിത്രോപോയ്സിസ് എവിടെയാണെന്ന് വെച്ചാൽ റെഡ് ബോൺ മാരോ, യെല്ലോ ബോൺ മാരോ എന്നൊക്കെ ഓപ്ഷൻ ഉണ്ടാവും മക്കളെ. റെഡ് ബോൺ മാരോ ആണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. റെഡ് ബോൺ മാരോയിലാണ് എറിത്രോപോയ്സിസ്. പക്ഷേ ഞാനൊരു കാര്യം കൂടി പറഞ്ഞുതരാം. എടാ എറിത്രോപോയ്സിസിനെ ഹെൽപ്പ് ചെയ്യുന്നത്, ഇപ്പോൾ ഞാൻ പറയാം, നമ്മുടെ ബോഡിക്ക് ഒരു ഡിമാൻഡ് വന്നു, ഓക്സിജൻ ഡിമാൻഡൊക്കെ വന്നു. ഓക്കെ, അപ്പം എന്താ പറയുക, ഇപ്പം നിങ്ങളുടെ കുറച്ച് ഫ്ലൂയിഡ് ലോസ് ഉണ്ടായി, ബ്ലഡ് ലോസ് ഉണ്ടായി നിങ്ങളുടെ ബോഡിയിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഹയർ ഏരിയാസിലേക്കൊക്കെ പോയി. അപ്പോൾ നമ്മൾ പോളിസൈത്തീമിയ, നമ്മുടെ ബോഡിയിൽ കൂടുതൽ RBC പ്രൊഡക്ഷനൊക്കെ ഉണ്ടാവണം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് RBC പ്രൊഡക്ഷനൊക്കെ ഒരുപാട് കൂടുതലാക്കാൻ വേണ്ടിയിട്ട് ബോൺ മാരോനോട് എടാ കുറച്ചുകൂടി കൂടുതൽ RBC ഉണ്ടാക്കി ചങ്ങായി എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു സാധനം ഉണ്ടാവും. അതിൻ്റെ പേരാണ് എറിത്രോപോയിറ്റിൻ. അത് സെക്രീറ്റ് ചെയ്യുന്നത് കിഡ്നിയാണ്. എറിത്രോപോയിറ്റിൻ സെക്രീറ്റ് ചെയ്യുന്നത് ആരാണ്? കിഡ്നിയാണ്. മക്കൾ ഓർത്തിരിക്കാൻ വേണ്ടി ഒരു പോയിന്റ് പറഞ്ഞെന്നുള്ളൂ. സോ ഇവിടെ എറിത്രോപോയ്സിസ് സ്റ്റാർട്ട്സ് ഇൻ, ആൻസർ ചെയ്ത് വരും റെഡ് ബോൺ മാരോ. വാട്ട് വുഡ് ബി ദ ഹാർട്ട് റേറ്റ് ഓഫ് എ പേഴ്സൺ ഇഫ് ദ കാർഡിയാക് ഔട്ട്പുട്ട് ഇസ് 5 ലിറ്റർ? ബ്ലഡ് വോളിയം, ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച മക്കളെ. ബ്ലഡ് വോളിയം ഇൻ ദ വെൻട്രിക്കിൾസ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡയസ്റ്റോൾ ഇസ് 100 ml ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് വെൻട്രിക്കുലർ സിസ്റ്റോൾ ഇസ് 50 ml. നല്ല ചോദ്യമാണ് മക്കളെ, നല്ല ചോദ്യമാണ്. യെസ്, കിഡ്നിയിലാണ് എറിത്രോപോയിറ്റിൻ ഉണ്ടാക്കുന്നത്. ചന്ദ്രപ്പം പറഞ്ഞത് കറക്റ്റാണ്. യെസ് മക്കളെ, സോ ഈ ക്വസ്റ്റ്യൻ നോക്കി, നമ്മുടെ മറ്റേ നമ്മൾ നേരത്തെ എഴുതിയ ഇക്വേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്.
സോ ഈ ക്വസ്റ്റ്യൻ കൂടി കഴിഞ്ഞാൽ നമ്മൾ എൻഡ് ചെയ്യും. മക്കൾ ശ്രദ്ധിക്കുക, നമ്മുടെ കാർഡിയാക് ഔട്ട്പുട്ടിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? സ്ട്രോക്ക് വോളിയം ഇൻറ്റു ഹാർട്ട് റേറ്റ് ആയിരുന്നു അല്ലേ? ഇതിൻ്റെ ആൻസർ മക്കൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ മക്കൾക്ക് കമൻറ്റിൽ പറയാം. ഓക്കെ, സ്ട്രോക്ക് വോളിയം ഇൻറ്റു ഹാർട്ട് റേറ്റ് ആയിരുന്നു കാർഡിയാക് ഔട്ട്പുട്ട്. കാർഡിയാക് ഔട്ട്പുട്ട് സ്ട്രോക്ക് വോളിയം ഇൻറ്റു ഹാർട്ട് റേറ്റ് ആയിരുന്നു എന്ത് മക്കളെ? കാർഡിയാക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സ്ട്രോക്ക് വോളിയം ഇൻറ്റു ഹാർട്ട് റേറ്റ് ആണ്. അപ്പോൾ ഇതിൽ അവർ കാർഡിയാക് ഔട്ട്പുട്ട് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 5 ലിറ്റർ. യെസ്, ആൻസർ വരുന്നുണ്ട്. നമുക്ക് നോക്കാം കറക്റ്റ് ആണോ നോക്കാം. യെസ്, നമുക്ക് നോക്കാം. 5 ലിറ്റർ. സോ 5000 ml എന്ന് ഞാൻ എഴുതും. ശരിയാണ്. സോ യെസ് കറക്റ്റ് ആണ് മക്കളെ. സോ സ്ട്രോക്ക് വോളിയം ഇൻറ്റു ഹാർട്ട് റേറ്റ് ആണ്. ഹാർട്ട് റേറ്റ് ആണ് ചോദ്യത്തിലുള്ളത്. സ്ട്രോക്ക് വോളിയം അവർ തന്നിട്ടുണ്ട്. എങ്ങനെയാണ് സ്ട്രോക്ക് വോളിയം തന്നിട്ടുള്ളത്? എടാ, അറ്റ് ദ എൻഡ് ഓഫ് ദ വെൻട്രിക്കുലർ സിസ്റ്റോൾ 50 ml ആണ്. ഡയസ്റ്റോളോ 100 ml ആണ്. സോ വെൻട്രിക്കിൾ ഡയസ്റ്റോളായി റിലാക്സ് ചെയ്ത് കിടക്കുമ്പോൾ 100 ഉണ്ടായിരുന്നു. വെൻട്രിക്കിൾ സിസ്റ്റോളിൻ്റെ സമയത്ത് 50 പുറത്തോട്ട് പോയി. ബാക്കി എത്രയുണ്ട്? 50 ആണ്. അപ്പോൾ ഒരു പ്രാവശ്യം വെൻട്രിക്കിൾ സിസ്റ്റോളിൻ്റെ സമയത്ത് സ്ട്രോക്ക് വോളിയം എത്രയാണ് പുറത്തോട്ട് പോയത്? 50 ആണ് അല്ലേ? സോ എൻഡ് ഓഫ് ദ സിസ്റ്റോൾ 50 ബാക്കി ഉണ്ട് എന്ന് പറഞ്ഞു. നേരത്തെ 100 ഉണ്ടായിരുന്നു, സിസ്റ്റോൾ കഴിഞ്ഞപ്പോൾ ബാക്കി 50 ഉണ്ട്. അത് എന്നാണ് പറഞ്ഞുള്ളത് അല്ലേ? നേരത്തെ ഡയസ്റ്റോൾ കഴിഞ്ഞ് നോക്കുമ്പോൾ 100 ഉണ്ടായിരുന്നു, പിന്നെ സിസ്റ്റോൾ കഴിഞ്ഞ് നോക്കുമ്പോൾ 50 ഉള്ളൂ. അതിനർത്ഥം ഒരു വെൻട്രിക്കിൾ നിന്ന് പുറത്തോട്ട് പോയത് 50 ml ആണ്. സ്ട്രോക്ക് വോളിയം 50 ml ആണ്. സോ നമുക്ക് ഹാർട്ട് റേറ്റ് കിട്ടാൻ വേണ്ടി 5000 താഴെ 50 ml എന്നിട്ട് കൊടുത്താൽ മതി. സോ 5000 by 50 നിങ്ങൾക്കറിയാം 100 ആണ്. സോ 100 ബീറ്റ്സ് പെർ മിനിറ്റ്. നിങ്ങൾ അടിപൊളിയായിട്ട് ആൻസേഴ്സ് ഒക്കെ പറയുന്നുണ്ട്. സോ മക്കൾക്ക് ആ കോൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് അറിയുന്നതിൽ സന്തോഷം. സോ മക്കളെ, ബ്ലഡ് പ്രഷർ ഇൻ ദ പൾമണറി ആർട്ടറി ഈസ് പൾമണറി നീ സീൻ തന്നെ. യെസ്, ബ്ലഡ് പ്രഷർ ഇൻ ദ പൾമണറി ആർട്ടറി ഈസ് പൾമണറി ആർട്ടറിയിലുള്ള ബ്ലഡ് പ്രഷർ സെയിം ആസ് ദാറ്റ് ഇൻ ദ അയോട്ട. ആണോ മക്കളെ? അയോട്ടയിലുള്ള സെയിം പ്രഷർ ആയിരിക്കുമോ പൾമണറി ആർട്ടറിയിൽ ഉണ്ടാവുക? ആണോ? എടാ, അയോട്ടയിലേക്കുള്ള ബ്ലഡിൻ്റെ പമ്പിങ് എന്ന് പറഞ്ഞാൽ എല്ലാ ഭാഗത്തേക്കും ബ്ലഡ് എത്തണം. സോ രണ്ട് വെൻട്രിക്കിളും ഒരുമിച്ച് കോൺടാക്ട് ചെയ്യുന്നുണ്ടെങ്കിലും ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെ വാൾ കുറച്ച് തിക്നെസ് കൂടുതലാണ്. ലെഫ്റ്റ് വെൻട്രിക്കിളിനായിരിക്കും കൂടുതൽ സ്ട്രെങ്തൻ ആയിട്ടുള്ള കോൺട്രാക്ഷൻ ഉണ്ടാവുക. സോ അയോട്ടയിലുള്ള പ്രഷർ കൂടുതലായിരിക്കും. സോ ഇതല്ല, സെയിം ആസ് ദാറ്റ് ഇൻ ദ അയോട്ട അല്ല. മോർ ദാൻ ദാറ്റ് ഇൻ ദി കരോട്ടിഡ്. കരോട്ടിഡ് ആർട്ടറി എന്ന് പറയുന്നത് ശരിക്ക് ബ്രെയിനിലേക്ക് ബ്ലഡ് പമ്പ് ചെയ്യുന്ന ആർട്ടറിയാണ്, ബ്ലഡ് പോകുന്ന ആർട്ടറിയാണ്. ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കൊടുക്കുന്ന ആർട്ടറിയാണ് കരോട്ടിഡ് ആർട്ടറി. ഓക്കെ, സോ പൾമണറി ആർട്ടറിയിലേക്കുള്ളത് അത് കരോട്ടിഡ് ആർട്ടറിയിലേക്കുള്ളതിനേക്കാളും കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത്. മക്കളെ, കരോട്ടിഡ് ആർട്ടറി ഞാൻ പറയാം, അയോട്ട ഇപ്പോൾ ഇവിടെയാണെന്ന് വിചാരിച്ചോ. കരോട്ടിഡ് ആർട്ടറി ബ്രെയിൻ വരെ പോകണം അല്ലേ? അയോട്ട കഴിഞ്ഞ പാട് കരോട്ടിഡ് ആർട്ടറി കൂടെ ബ്രെയിൻ വരെ പോകണം. മറ്റേതോ പൾമണറി ആർട്ടറിക്ക് തൊട്ടടുത്തുള്ള ലങ്സ് വരെ പോയാൽ മതി. അപ്പോൾ ഏതിലായിരിക്കും കൂടുതൽ? കരോട്ടിഡായിരിക്കും കൂടുതൽ. അപ്പോൾ ആ ഓപ്ഷനും അല്ല, കാരണം ബ്രെയിൻ വരെ എത്തണ്ടേ. അപ്പം അയോട്ടയ്ക്ക് നല്ല പ്രഷറിൽ വിടുമ്പം അയോട്ടയുടെ ബ്രാഞ്ച് ആയിട്ടുള്ള കരോട്ടിഡിലും നല്ല കൂടുതലായിരിക്കും പ്രഷർ. ഓക്കെ, പക്ഷേ പൾമണറി ആർട്ടറി എന്ന് പറയുന്നത് തൊട്ടടുത്തുള്ള ലങ്സിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനമാണ്. മോർ ദാൻ ദാറ്റ് ഇൻ ദി പൾമണറി വെയിൻ അതായിരിക്കും അല്ലേ? എടാ, പൾമണറി വെയിൻ എന്ന് പറയുന്നത് റൈറ്റ് ഏട്രിയത്തിലേക്ക് ബ്ലഡ് കൊണ്ടുവരുന്നതാണ്. പൾമണറി വെയിൻ എന്ന് പറയുന്നത് മക്കളെ ലെഫ്റ്റ് ഏട്രിയം അല്ലേ? ലെഫ്റ്റ് ഏട്രിയം. യെസ്, സോ ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് മക്കളെ ഇതാ ഞാനിവിടെ ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ ഇതാ ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് ബ്ലഡ് കൊണ്ടുവരുന്ന ആളാണ് പൾമണറി വെയിൻ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 4 പൾമണറി വെയിൻ ഉണ്ട്. 4 സർ, ഹാർട്ട് ഏത് തെറാപ്പീൻ്റെ അബ്രിവിയേറ്റഡ് ഫോമാണ്? എടാ, ഹാർട്ട് അവൻ ചോദിച്ച ചോദ്യം അത് നല്ലൊരു ചോദ്യം ആയതുകൊണ്ട് ഞാൻ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുന്നു. ഹാർട്ട് HAART ഹാർട്ട്. ഓക്കെ, ഇത് എന്തിൻ്റെ അബ്രിവിയേറ്റഡ് ഫോമാണ് എന്നാണ് അവൻ ചോദിച്ചത്. സോ മക്കളെ, HART ഹാർട്ട്, അത് നമ്മുടെ ഹാർട്ട്. ഇത് HAART സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അല്ല. ദിസ് ഇസ് ഹൈലി ആക്ടിവേറ്റഡ് ആൻറ്റി റിട്രോവൈറൽ തെറാപ്പി. തെറാപ്പിയുടെ ഷോർട്ട് ഫോമാണ് ഹാർട്ട്. HAART അതൊരു ട്രീറ്റ്മെൻ്റ് ആണ് മക്കളെ. ഓക്കെ, റിട്രോവൈറസ് ഹൈലി ആക്ടിവേറ്റഡ് ആൻറ്റി റിട്രോവൈറൽ തെറാപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ ഫാർമക്കോളജിക്കൽ ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്ത്
ആൻറ്റി റിട്രോവൈറൽ ട്രീറ്റ്മെൻറ്റിൽ വരുന്നതാണ് ഹൈലി ആക്ടിവേറ്റഡ് ആൻറ്റി റിട്രോവൈറൽ തെറാപ്പി. ഓക്കെ ഫൈൻ. സോ മക്കളെ ബാക്ക് ടു ഹാർട്ട്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പൾമണറി വെയിൻ എന്ന് പറയുന്നത് നേരെ ഹാർട്ടിലേക്ക് തിരിച്ച് ഓക്സിജനേറ്റഡ് ബ്ലഡ് കൊണ്ടുവരുന്നവനാണ് പൾമണറി വെയിൻ. അതിൽ സ്വാഭാവികമായിട്ടും പ്രഷർ കുറവായിരിക്കും, കാരണം താഴത്തോട്ട് വരില്ലേ മക്കളെ, അല്ലേ? താഴത്തോട്ട് ഇങ്ങനെ വരികയാണ്. നമ്മുടെ പൾമണറി ആർട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലേക്ക് ബ്ലഡ് പമ്പ് ചെയ്യണം, അല്ലേ? അപ്പോൾ പൾമണറി ആർട്ടറിയിലായിരിക്കും സ്വാഭാവികമായിട്ടും പ്രഷർ കൂടുതൽ. സോ ബ്ലഡ് പ്രഷർ ഇൻ ദ പൾമണറി ആർട്ടറി ഈസ് മോർ ദാൻ ദാറ്റ് ഇൻ ദി പൾമണറി വെയിൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഇവിടെ ആൻസർ ഇസ് സി. ഓക്കെ, ആൻസർ ഈസ് സി. ഓക്കെ, സോ ദാറ്റ് ഈസ് ദി എൻഡ് ഓഫ് അവർ സ്ലൈഡ്സ്. സോ മക്കളെ നമ്മൾ ക്ലാസ് കഴിഞ്ഞിരിക്കുകയാണ്. മക്കളെ എനിക്ക് തരാൻ പറ്റുന്ന ഉറപ്പ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഈ ECGൻ്റെ കേസ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അതിൽ നിങ്ങളോട് ചോദിക്കും മുമ്പൊരു ചോദ്യം വന്നിട്ടുണ്ട്. മക്കൾ ഇനിയിപ്പം ഇത്രയും കാര്യങ്ങൾ എൻ്റെ മക്കൾക്ക് ക്ലിയർ ആണോ? ഈ ചാപ്റ്റർ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ പോലും മിസ് ഔട്ട് ആവില്ല. പക്ഷേ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഈ P മുതൽ 6 വരെയുള്ള ഇൻ്റർവെൽ, PR ഇൻ്റർവെൽ, P മുതൽ 6 വരെയുള്ള ഇൻ്റർവെൽ, PR ഇൻ്റർവെൽ കറസ്പോണ്ട്സ് ടു വാട്ട് എന്ന് ചോദിക്കും. ഓക്കെ, സോ PR ഇൻ്റർവെൽ എന്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യണമെന്ന് ചോദിച്ചാൽ, മക്കളെ P എന്ന് പറയുന്നത് ഏട്രിയൽ ഡീപോളറൈസേഷൻ ആണ്, ഏട്രിയൽ സിസ്റ്റോളാണ്. ആ ഇമ്പൾസ് എവിടെ എത്തണം? വെൻട്രിക്കിൾ എത്തണം, അല്ലേ? QRS കോംപ്ലക്സ് എന്ന് പറയുന്നത് വെൻട്രിക്കുലർ ഡീപോളറൈസേഷൻ ആണ്, വെൻട്രിക്കുലർ സിസ്റ്റോളാണ്. അപ്പോൾ PR ഇൻ്റർവെൽ എന്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ചോദിച്ചാൽ, AV നോഡൽ ഡിലേ ആണ് അതിൻ്റെ ആൻസർ വരിക. PR ഇൻ്റർവെൽ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം മക്കളെ. PR ഇൻ്റർവെൽ എന്ന് പറയുന്നത് AV നോഡൽ ഡിലേ ആണ്. എന്ന് വെച്ചാൽ ഞാൻ ഇത്രേ ഉദ്ദേശിച്ചുള്ളൂ മക്കളെ. നമ്മൾ SA നോടുന്ന് ഇമ്പൾസ് AV നോഡിൽ, അല്ലേ? SA നോടുന്ന് ഇമ്പൾസ് AV നോഡിൽ, SA നോടുന്ന് ഇമ്പൾസ് AV നോഡിൽ എത്തിയാലേ എന്ത് സംഭവിക്കൂ? SA നോടുന്ന് AV നോഡിലേക്ക് ഇമ്പൾസ് എത്തിയാലേ എന്ത് സംഭവിക്കൂ മക്കളെ? വെൻട്രിക്കിളിന് കോൺട്രാക്ഷൻ സംഭവിക്കുള്ളൂ, അല്ലേ? SA നോടുന്ന് AV നോഡിലേക്ക് ഇമ്പൾസ് എത്തിയാലേ വെൻട്രിക്കിളിന് കോൺട്രാക്ഷൻ സംഭവിക്കുള്ളൂ, അല്ലേ? SA നോടുന്ന് AV നോഡിലേക്ക് ഇമ്പൾസ് എത്തിയാലേ വെൻട്രിക്കിളിന് കോൺട്രാക്ഷൻ സംഭവിക്കുള്ളൂ എന്ന് മക്കൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ നമ്മുടെ ECG നിങ്ങൾ നോക്കുകയാണെങ്കിൽ യെസ്, ഇവിടെ ഏട്രിയൽ ഡീപോളറൈസേഷൻ നടന്നാൽ ഏട്രിയൽ സിസ്റ്റോൾ സംഭവിക്കുന്നു. വെൻട്രിക്കുലർ ഡീപോളറൈസേഷൻ നടക്കുമ്പോഴാണ് ഇവിടെ വെൻട്രിക്കുലർ സിസ്റ്റോൾ സംഭവിക്കുന്നത്. സോ ഏട്രിയൽ സിസ്റ്റോൾ കഴിഞ്ഞ് വെൻട്രിക്കുലർ സിസ്റ്റോൾ വരെ എന്താണ് ഈ ഡിലേ എന്ന് ചോദിച്ചാൽ, SA നോഡിൽ നിന്നും AV നോഡിൽ പോയിട്ട് AV നോഡിൽ നിന്ന് വേണം ആ ഇമ്പൾസ് വെൻട്രിക്കിളിൽ എത്താനും വെൻട്രിക്കിൾ കോൺട്രാക്ട് ചെയ്യാനും. സോ ആ AV നോഡൽ ഡിലേ ആണ് PR ഇൻ്റർവെൽ എന്തിനെ സൂചിപ്പിക്കുന്നു എന്നൊരു ചോദ്യം ചോദിച്ചാൽ മക്കൾ AV നോഡൽ ഡിലേ എന്ന് വേണം പറയാൻ. കാരണം AV നോഡിൽ എത്തിയിട്ട് വെൻട്രിക്കിളിൽ എത്തുമ്പോൾ മാത്രമേ വെൻട്രിക്കിളിൽ ഡീപോളറൈസേഷൻ നടക്കുന്നുള്ളൂ. വെൻട്രിക്കിൾ ഡീപോളറൈസേഷൻ ദിസ് ലീഡ്സ് ടു വെൻട്രിക്കുലർ കോൺട്രാക്ഷൻ, വെൻട്രിക്കുലർ സിസ്റ്റോൾ എന്ന് പറയുന്നത്. സോ AV നോഡൽ ഡിലേ ആണ് PR ഇൻ്റർവെൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ മക്കളെ ഇത്രയും പറഞ്ഞു കഴിയുമ്പോൾ എനിക്കൊരു ആശ്വാസമായി. ഈ ഭാഗം എന്നല്ലാതെ നീറ്റിന് ഒരു ചോദ്യം പോലും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ചോദിക്കില്ല മക്കളെ. നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളല്ലാതെ ഒരു ക്വസ്റ്റ്യൻ പോലും നീറ്റിനുണ്ടാവില്ല. അത് ഞാൻ ഗ്യാരണ്ടി തരുന്നു മക്കളെ. കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. എന്ത് ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക, റിപ്ലൈ തന്നിരിക്കും മക്കളെ. സോ അടിപൊളിയായിട്ട് പഠിക്കുക. എല്ലാവർക്കും നീറ്റ് കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു മക്കളെ. എല്ലാവരുടെയും സ്നേഹത്തോടു കൂടെ നമ്മൾ ഇന്നത്തെ ലൈവ് നമ്മൾ എൻഡ് ചെയ്യാൻ പോവുകയാണ്. സോ മക്കളെ അടിപൊളിയായിട്ട് പഠിക്കുക. ഫുഡൊക്കെ കഴിച്ച് ഉഷാറായിട്ട് ഇരിക്കുക. എപ്പോഴും ഹെൽത്തും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഒരിക്കലും ഹെൽത്ത് കളഞ്ഞ് പഠിക്കാൻ നിൽക്കരുത്. ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതിൻ്റെ കൂടെ അടിപൊളിയായിട്ട് പഠിക്കുകയും ചെയ്യുക. എല്ലാവർക്കും നീറ്റ് കിട്ടട്ടെ മക്കളെ. ഓൾ ദി ബെസ്റ്റ്. സോ മക്കളെ നമ്മൾ എൻഡ് ചെയ്യാണ്. ഗുഡ് നൈറ്റ്. ടേക്ക് കെയർ.